ആ യോഗത്തിൽ വെച്ച് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പി എൻ പറഞ്ഞതാണ് ശരി, നമുക്ക് അതിനൊക്കെ നിയന്ത്രണം വരുത്താം, ഈ പ്രഭാഷണങ്ങളൊക്കെ ഇത്രയും ബോറായി പൊതുസമൂഹത്തിൽ നടക്കുന്നത് നിയന്ത്രിക്കേണ്ടതാണ് എന്ന അഭിപ്രായം പറഞ്ഞപ്പോഴും എതിർ പറഞ്ഞ അബ്ദുറഹ്മാൻ സലഫി. അപ്പോൾ ഞാൻ പുളിക്കൽ സ്വദേശിയാണ്. ഇടവണ്ണ പോലെ തന്നെ പുളിക്കൽ എന്ന പ്രദേശത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള ആ ചരിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്റെ പിതാമഹന്മാരുടെ കൂട്ടത്തിലാണ് ജമീയത്തുൽ പണ്ഡിതന്മാരുള്ളത്. പി കുഞ്ഞുമൊഴി മൗലവി ജമീയത്തുൽ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ അനുജന്റെ പേരക്കുട്ടിയാണ് ഞാൻ. അങ്ങനെയുള്ള പുളിക്കൽ പ്രദേശത്തെ അവിടെ പഠിച്ച് എന്നിട്ട് സുല്ലം ഇസ്ലാം അറബിക്കുള്ള അധ്യാപകനായി ഏകദേശം 4 നൂറ്റാണ്ടുകാലം കുവൈത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കെട്ടിപ്പടിക്കുവാനും അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയോടും യാഥാസ്ഥിക വിഭാഗത്തോടും മറ്റ് മതസംഘടനകളോടും പൊരുതി ഇന്ന് കുവൈത്തിലെ ഏറ്റവും ശക്തമായ ഒരു ചലനാത്മകമായ സംഘടനയായി ഇസ്ലാഹി പ്രസ്ഥാനം വളർത്താനും എന്റെ പ്രവർത്തകരോടൊപ്പം അധ്വാനിച്ചുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അവിടെ യൂണിറ്റുകൾ തോറും ശിർക്ക് പ്രചരണം നടത്തുകയാണ് എന്ന് ദുബായി പോയി പറഞ്ഞത് അബ്ദുറഹ്മാൻ സലഫി. അതുകൊണ്ട് ഈ സമുദായത്തെ ഇത്രയും ശക്തമായ ഒരു വിഭാഗത്തെ വളർത്താൻ അനാവശ്യമായ ഒരു ഗൂഢാലോചന നടത്തുകയും അത് ചില ഗ്രൂപ്പ് യോഗങ്ങളിലൂടെ പാസ്സാക്കുകയും എന്നിട്ട് സമൂഹത്തെ പഠിപ്പിക്കുകയും അവരെ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ പാപ്പയും മകനും ഉമ്മയും മകളും കുടുംബങ്ങളും നാട്ടുകാരും ഇതുവരെ പരസ്പരം ഒത്തൊരുമയോടുകൂടി തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെയും തമ്മിൽ ഭിന്നിപ്പിച്ചതാരാണ്? സഹോദരന്മാരെ, അത്തരം കേന്ദ്രത്തിൽ ഇന്നിപ്പോൾ പ്രശ്നമുണ്ടായി. അങ്ങനെ ഇപ്പോൾ ജുമാ നടത്തുന്നത് ആരാണ് കാരണക്കാരൻ? ഇന്നിപ്പോൾ ജുമാ നടത്തുന്നത് പ്രത്യക്ഷത്തിൽ സലഫി പ്രസ്ഥാനത്തിന്റെ കൂടെപ്രവർത്തിക്കുന്നവരാണല്ല. ഒരുപക്ഷെ ആശയം ഉണ്ടാകുന്ന സലഫി ആദർശത്തോട് യോജിപ്പുണ്ടാകാം. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചെടുത്ത്, അനീഫ ഗായകോട് പ്രസംഗിച്ചെടുത്ത്, പ്രഗത്ഭന്മാരായ മുജാഹിദ് പണ്ഡിതന്മാർ പ്രസംഗിക്കേണ്ട മെമ്പറിൽ ഇന്ന് തൽക്കാലം സമവായത്തിന്റെ പേരിൽ സർക്കാർ സംവിധാനത്തിലുള്ള കുത്തു പറയുന്നത് വേറെ ആരാണ് കാരണക്കാരൻ? എത്രയോ കാലം മുമ്പ് 971 വിഷയമായ വിഷയം അന്ന് അത് എഴുതിയ സെൽസബിയിൽ പ്രസിദ്ധീകരിച്ച ഉമർ മൗലവിക്ക് ഷോക്കസ് നോട്ടീസ് കൊടുത്തിട്ടില്ല. സെൽസബിയിൽ ലേഖനം എഴുതി പിന്നീട് പുസ്തകമായി ഇറക്കി സമൂഹത്തോട് പല ക്ലാസുകളിൽ പ്രസംഗിച്ച ഉസ്മാൻ സാഹിബ് ഈ സംഘടനയുടെ ദീർഘകാല അധ്യക്ഷനായിരുന്നിട്ട് അയാൾക്ക് ഷോക്കസ് നോട്ടീസ് കിട്ടിയിട്ടില്ല. ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി മടവൂർ വിഭാഗവും നമ്മൾ ഒന്നായിരിക്കുന്ന കാലത്ത് ഷബാബിൽ ലേഖനം എഴുതിയിട്ട് ചെറിയമുണ്ടം അത് ചെയ്ത് തെറ്റാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതേ ആശയം പിന്നീട് പലതവണയും പല ഗ്രന്ഥങ്ങളിലൂടെയും ആവർത്തിക്കപ്പെട്ടിട്ട് അവിടെ ഒന്നും ഇല്ലാത്ത ഒരു ഷോക്കസ് നോട്ടീസും ഒരു സർക്കുലറും ഒരു സെക്കുലർ രാജ്യത്തിൽ സർക്കുലർ ഭരണം എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത് സെക്കുലർ രാജ്യമാണ്. ഒരു സർക്കുലർ ഭരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. കുവൈത്തിൽ അബ്ദുറഹ്മാൻ സലഫി വന്നു. സമ്മേളനത്തിലേക്ക് ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് വന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന അജണ്ട കുവൈത്ത് കേരള ഇസ്ലാഹി സംഘടന എന്ന സംവിധാനത്തെ തകർക്കലാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ അവിടെയുള്ള പ്രവർത്തകന്മാരുടെ ചങ്കൂറ്റവും അവരുടെ ഐക്യപൂർണ്ണമായ അവരുടെ ചെറുത്തുനിൽപ്പും ശക്തമായ ആദർശത്തിന്റെ മുന്നിലുള്ള അണിചേർന്നതും കാരണം അന്നത്തെ സാധിക്കാതെ പിന്നെ 3 നാൾ പറഞ്ഞയച്ചു. എം എം അക്ബർ സാഹിബ്, ഇപ്പോൾ 16-ാം തീയതി പ്രസംഗിക്കുന്ന നാസർ സുലമി, അതുപോലെ തന്നെ നമ്മുടെ മോങ്ങത്തുകാരനും എന്റെ ഒരു ബന്ധു കൂടിയായ മോങ്ങം അബ്ദുൽ സലാം, 3 നാൾ വന്നു. ഈ 3 നാൾ വന്നു. അബ്ദുൽ സലഫി വരുമ്പോൾ തന്നെ നേതൃത്വത്തിൽ കത്ത് കൊണ്ടുപോയി ഇഹാദ് സ്ഥാപിൽ കൊടുത്തു. ഞങ്ങൾ സംഘടനയിൽ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വ്യക്തമായ കാര്യങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട 3 ആളുകൾ കത്ത് എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുറഹ്മാൻ സലഫി. അതുകൊണ്ട് വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു, അവരെ വിളിച്ചു. ഞങ്ങൾ മുഖാമുഖം ഇരുന്ന് വിഷയം ചർച്ച ചെയ്തു. അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തിന്റെ വാദം അവതരിപ്പിച്ചു. ഞങ്ങൾ ഗണ്യവാദം അവതരിപ്പിച്ചു. മതപണ്ഡിതന്മാരിൽ പ്രഗത്ഭനായി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹമൂദ് നജ്ദി എന്ന കുവൈത്തിലെ ഒരു പ്രഗത്ഭ സലഫി പണ്ഡിതന്റെ സാന്നിധ്യത്തിൽ, ജമീയത്ത് യാദ് ഇസ്ലാമിന്റെ ചെയർമാനായ താരിഖ് അലിയുടെ സാന്നിധ്യത്തിൽ, കുവൈത്തിലെ ദായിമാരുടെ സാന്നിധ്യത്തിൽ, ഈ 3 പേരുടെയും സാന്നിധ്യത്തിൽ വിഷയം സുനിതമായി ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, ഇതിനെന്തിനാണ് കൂട്ടരെ നിങ്ങൾ തർക്കിക്കുന്നത്? ഈ തർക്കം നിങ്ങൾ നിർത്തി ഏകോദര സഹോദരന്മാരായി നിങ്ങൾ പ്രവർത്തിച്ചുകൂടെ? ആരാണ് നിങ്ങളുടെ ഈ ഇത്രയുമായി കടന്നു വന്നത്? അതുകൊണ്ട് സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകണം, ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല നിലക്ക് പറഞ്ഞ് തിരിച്ചുവിട്ടു. ശേഷം അവർ ഇങ്ങോട്ട് ഒരു കത്തെടുത്തു. ആ കത്ത് പലപ്പോഴും ഇവിടെയൊക്കെ വായിച്ചു നിങ്ങൾ കേട്ടതാണ്. അതിന്റെ ഉള്ളടക്കം നമ്മുടെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു, നമ്മുടെ ദർശനത്തിൽ നിന്ന് പരിഭാഷ വന്നു. ഇങ്ങനെ അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ അവർ പോലും പറയുന്നത് പണ്ഡിത ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായത്തിന് എതിരാണ് കേരള നേതൃത്വത്തിന്റെ നിലപാട്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. മിണ്ടാതിരിക്കുന്നവർ വരുന്നതെന്താ? നിഷ്കളങ്കന്മാരായ നേതൃത്വമല്ലേ? ആ വീട്ടുടമസ്ഥന 30 കസേര പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അയാളെ ചിന്തിച്ചതെന്താ? ഞാൻ അയാളെ പറയില്ല. അയാളെ ചിന്തിച്ചതെന്താ? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും ജിന്നിനോട് സഹായം തേടാമെന്നും ജിന്നിനോട് പ്രസഹായം തേടിയ ശിൽക്കല്ലെന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് അവരുടെ മനസ്സിൽ അടിച്ചു കഴിച്ചിരിക്കുകയാണ്. സന്ദർഭത്തിൽ നടത്തിയ ചില ക്ലിപ്പുകളും അപൂർണമായ ചില ക്ലിപ്പുകളും വെച്ച് വാദഘട്ടങ്ങളിലൂടെ ഇത്തരം ദുരാരോപണങ്ങൾ സ്ഥാപിച്ചു കൊടുത്ത ഏകപക്ഷീയമായ പ്രസംഗങ്ങൾ കേട്ട് അത് അന്ധമായി വിശ്വസിച്ചിരിക്കുന്ന ചില സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. അവർ അങ്ങനെ പെരുമാറുന്നു. ജിന്ന് വിഭാഗം എന്നത് ഈ പ്രഭാഷണമായി വളരെ ഉണ്ടാക്കിയതാണ്. അല്ല, യഥാർത്ഥത്തിൽ ഈ സംഗതികൾ മടവൂർ വിഭാഗമാണ് ഇവിടെ നാട് മുഴുവൻ കെട്ടിട്ട് പ്രസംഗിച്ച നാട് മുഴുവൻ പ്രയാസമാക്കിയത്. നമ്മൾ അപ്പോൾ ഉണ്ടാക്കി ചെയ്തത്. പക്ഷേ വല്ലാതെ ഈ പ്രബോധനത്തെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ മറുപടി പറയാൻ എഴുന്നേൽക്കുക മാത്രമേ നമ്മുടെ പണ്ഡിതന്മാരെ സമയത്ത് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അതും അവർക്ക് അവസാനിക്കേണ്ടി വന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജിന്നിനോട് പ്രാർത്ഥനയാവുന്ന സഹായത്തെ നടത്തുന്നത് ശിർക്കാണ്. ജിന്നിനോട് പ്രാർത്ഥനയാവുന്ന സഹായകരമാണെങ്കിൽ അത് ഭൗതികമാണെങ്കിലും ശിർക്കാണ്. ഈ യാതൊരു പ്രാർത്ഥനയില്ലാത്ത കേവലമായ ഏറ്റവും ഭൗതികമായ ഒരു ചോദ്യമാണെങ്കിലോ അത് ഇന്നല്ലെങ്കിൽ നാളെ ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ധാരാളമാണ്, നരകത്തിൽ പോകുന്ന വിഷയമാണ്. എന്തായാലും സംശയിക്കുന്ന കാര്യം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു അന്തഛിദ്രതയും ഒരു ഭിന്നിപ്പും അവർ പ്രതീക്ഷിക്കുന്നതല്ല, അവർക്കത് ഇഷ്ടമല്ല. അങ്ങനെ ഒരു അന്തഛിദ്രതയും ഭിന്നിപ്പും ഇല്ലാതെ ഒരു ശക്തമായ തൗഹീദ് മുന്നേറ്റമായി പോകുന്നതിനിടയിൽ ആരാണ് ഈ പൂരപ്പറമ്പിൽ ഒരു പോക്കറ്റ് അടിക്കാരൻ കടന്നു വന്നത് എന്നത് മാന്യമായ നിലക്ക് നമ്മുടെ സമൂഹം അന്വേഷിക്കേണ്ടതാണ്. ഞാൻ വിദേശത്ത് പോകുന്നതിന് മുമ്പ് അരീക്കോട് സുല്ലം ഇസ്ലാം അറബി കോളേജിലെ അധ്യാപകനായിരുന്നു. ആ നിലക്ക് ഒരുപാട് ശിഷ്യഗണങ്ങൾ എനിക്ക് വദായിലും ഇടവണ്ണയിലും ഒക്കെ ഉണ്ട്, ആണായിട്ടും പെണ്ണായിട്ടുമുണ്ട്. ആ കാലത്ത് കെ മുഹമ്മദ് സുല്ലമിയുടെയും എം മുഹമ്മദ് മദന്റെയും ഒക്കെ കൂടെ ഞാനന്ന് കുറച്ച് ചെറുപ്പമാണെങ്കിലും ഇവിടെങ്ങളിലൊക്കെ ചില പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലും ക്യാമ്പുകളിലുമൊക്കെ ഞാൻ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ പ്രദേശമാണ് യാഥാസ്ഥിക സമൂഹത്തിനിടയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന, മുജാഹിദ് കേന്ദ്രങ്ങളിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് വദായി പ്രദേശം. ഈ വദായി പ്രദേശത്ത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ വേരോട്ടമുണ്ടാവുകയും അങ്ങനെ പരിസര പ്രദേശങ്ങളിൽ മാത്രമല്ല മുജാഹിദ് കേരളത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ശക്തമായ സ്ഥാനം പിടിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗ്രാമമാണ് വദായി. അങ്ങനെയുള്ള തൗഹീദിന്റെ മുന്നേറ്റ കേന്ദ്രത്തിൽ 2 വിഭാഗങ്ങളായി പല ദിവസങ്ങളിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനവും മണ്ഡനവും മറുപടിയും. ആരാണ് ഇതിന് കാരണക്കാരൻ? അതിന് മാത്രമുള്ള ഒരു വിഷയം ഇവിടെ എന്താണ് ഉണ്ടായത്? ഈ വിഷയത്തിന്റെ തുടക്കത്തിലൊക്കെ കേരള നദുവത്തുൽ മുജാഹിദിന്റെ നേതൃത്വത്തോട് വളരെ വർഷങ്ങളായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. മുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ നിന്ന് പാസ്സായ ഉടനെ
എൻ്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ, ഞാൻ വാഴക്കാട് അറബി കോളേജിൽ അധ്യാപകനാണ്. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവരവിടെ പഠിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. 2-3 ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടുന്ന ഒരു അനുമോദന കത്താണ്. അത് ബഹുമാന്യനായ KP മുഹമ്മദ് മൗലവി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ നെദ്വത്തുൽ മുജാഹിദിന്റെ ചെറിയ ലെറ്റർ ഹെഡിൽ അദ്ദേഹത്തിന്റെ കൈപ്പള്ളിയിൽ എഴുതിയ ഒരു കത്താണ്. താങ്കളുടെ പരീക്ഷാഫലം വളരെ സന്തോഷമുണ്ടാക്കുന്നു, എല്ലാ അനുമോദനങ്ങളും. അതുകൊണ്ട് അടുത്ത ആഴ്ച എളാന്റെ പള്ളിയിൽ ഖതീബായി പോകണം. അവിടെ ഐദീദ് തങ്ങൾക്ക് ഇനി ഖുത്ബ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1980 കത്ത്. 80 വർഷങ്ങൾ എത്രയായി നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ 7 വർഷത്തോളം അദ്ദേഹത്തിന്റെ കൂടെ സുല്ലം ഇസ്ലാം അറബി കോളേജിൽ, ആ 80 ഞാൻ അധ്യാപകനായി ചേർന്ന് 87 വിദേശത്തേക്ക് പോകുന്നത് വരെയും 5 കൊല്ലത്തോളം അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹം പ്രിൻസിപ്പാളോ ഞാനവിടുത്തെ അധ്യാപകനുമായി ജോലി ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് KP-യുമായിട്ടുള്ള ബന്ധം ഇന്നും എന്റെ റെക്കോർഡുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് 2-3 ബോക്സ് ഫയലുകൾ KP എനിക്ക് നേരിട്ട് എഴുതിയ കത്തുകളാണ്. ഈ പ്രസ്ഥാനത്തിന്റെ, ഈ തൗഹീദി പ്രസ്ഥാനത്തിന്റെ സംരംഭങ്ങൾ, അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന വിഷയം, സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ഗുരുനാഥന്മാരുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരന്തരമായ അദ്ദേഹത്തിന്റെ ഒരു കുടുംബ പ്രശ്നവും അദ്ദേഹം എനിക്ക് എഴുതിയിട്ടില്ല. അവിടെയുള്ള സലഫികളായ നല്ലവരായ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ നമ്മുടെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്താനും അങ്ങനെ അവിടെ ശ്രദ്ധ നമ്മുടെ കേരളത്തിലേക്ക് തിരിക്കാനുമുള്ള നമ്മുടെ KP മുഹമ്മദ് മൗലവിയുടെ ആഹ്വാനം, ആവശ്യം, അപേക്ഷ പലപ്പോഴും അദ്ദേഹം ഫോൺ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള KP-യുടെ ശിക്ഷണത്തിൽ വളർന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അതിനുശേഷം ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി ഈ നേതൃത്വം ഏറ്റെടുത്തു. KPക്ക് അസുഖമായപ്പോൾ തന്നെ അദ്ദേഹം മുൻനിരയിലേക്ക് വന്നു. AP അബ്ദുൽ ഖാദർ മൗലവിയോടൊപ്പം വളരെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും പ്രാസ്ഥാനികമായ ആവശ്യത്തിന് വേണ്ടി ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാറിലായും സംഘടനാ കാറിലായും ഒക്കെ പലപ്പോഴുമായി പല പ്രദേശങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്. അതിനുശേഷം TP അബ്ദുള്ള കോയ മദനി പല പ്രാസ്ഥാനികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹത്തോട് ആളുകൾ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും, TP ഒരു കാര്യം പറഞ്ഞാൽ അതിന് പിന്നെ രണ്ടാമതൊരു മറുചോദ്യമില്ലാത്ത നിലയ്ക്ക് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യം അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ചില ആളുകൾ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും ഹൈജാക്ക് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിതാന്ത ജാഗ്രതയോടുകൂടി തൗഹീദിനെ കാത്തുസൂക്ഷിച്ച് അതിനുവേണ്ടി പ്രസംഗിച്ച് അതിനുവേണ്ടി അധ്വാനിച്ച് നടക്കുന്ന ആളുകളിൽ ശിർക്കാരോപണം നടത്തി അവരൊക്കെ ജിന്നുകളോടും മലക്കുകളോടും വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി എന്ന ഒരു പ്രചണ്ഡമായ പ്രചാരണം സമൂഹത്തിന്റെ മുമ്പിൽ കുത്തിച്ചെലുത്തുകയാണ്. പക്ഷേ നമ്മുടെ നേതാക്കന്മാർ ആ സന്ദർഭങ്ങളിലൊക്കെ, ഞാൻ കേരള നെദ്വത്തുൽ മുജാഹിദിന്റെ നിലവിലുള്ള ഭരണസമിതി അംഗമാണ്, എക്സിക്യൂട്ടീവ് അംഗമാണ്. ആ ഭരണസമിതിയുടെ യോഗത്തിലും അതിന് അനുബന്ധമായി ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും എനിക്ക് കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ അബ്ദുറഹ്മാൻ സലഫി അടക്കം പങ്കെടുക്കുന്ന യോഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പൊതുവേദിയിൽ നിങ്ങൾ ചർച്ചയാക്കേണ്ടതല്ല. ഇത് പണ്ഡിതന്മാരായ ആളുകൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. എന്നിട്ട് ജനങ്ങളെ അറിയിക്കേണ്ട വിഷയങ്ങൾ മാത്രം അറിയിക്കുക. അല്ലാതെ സാധാരണക്കാരായ തന്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി രാവിലെ അധ്വാനിക്കാൻ പോവുകയും വൈകുന്നേരം കുറച്ച് മീനും അരിയും പൂളയുമായി വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്ന സാധാരണക്കാരനോട് ഈ ജിന്നിന്റെ വിഷയവും ഈ മലക്കിന്റെ വിഷയവും ഈ വൈബിന്റെ വിഷയവും ഈ ഭൗതിക വിഷയവും അഭൗതിക വിഷയവും ഇട്ടാലിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ശക്തമായി പറയുകയും, ആ യോഗത്തിൽ വെച്ച് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ PN പറഞ്ഞതാണ് ശരി, നമുക്കതിനൊക്കെ നിയന്ത്രണം വരുത്താം, ഈ പ്രഭാഷണങ്ങളൊക്കെ ഇത്രയും ജോറായി പൊതുസമൂഹത്തിൽ നടക്കുന്നത് നിയന്ത്രിക്കേണ്ടതാണ് എന്ന അഭിപ്രായം പറഞ്ഞപ്പോഴും എതിര് പറഞ്ഞ അബ്ദുറഹ്മാൻ സലഫി. മൂപ്പര് പറഞ്ഞ അത് അവരുടെ ഒരു അജണ്ടയാണ്, നടക്കൂല, അത് ഉഷാറാക്കണം, അത് ജനങ്ങളെ പഠിപ്പിക്കണം, ജനങ്ങളെ അത് ശരിക്കും ബോധവാന്മാരാക്കണം എന്ന് മാത്രമല്ല, ഈ കാലം വരെ ഞാൻ ഒരു സുന്നി കുടുംബത്തിൽ ജനിച്ച ആളല്ല. എൻ്റെ പിതാവിന്റെ പിതാവ്, അതിനപ്പുറമുള്ളത് ഞാൻ പുളിക്കൽ സ്വദേശിയാണ്. എടവണ്ണ പോലെ തന്നെ പുളിക്കൽ എന്ന പ്രദേശത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുള്ള ആ ചരിത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്റെ പിതാമഹന്മാരുടെ കൂട്ടത്തിലാണ് ജമിയത്തുൽ ഉലമയിലെ പണ്ഡിതന്മാരുള്ളത്. PP ഉണ്ണിമൊയ്തീൻ കുട്ടി മൗലവി ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ അനുജന്റെ പേരക്കുട്ടിയാണ് ഞാൻ. അങ്ങനെയുള്ള പുളിക്കൽ പ്രദേശത്തെ അവിടെ പഠിച്ച് എന്നിട്ട് സുല്ലം ഇസ്ലാം അറബി കോളേജിൽ അധ്യാപകനായി ഏകദേശം 4 നൂറ്റാണ്ട് കാലം കുവൈത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കെട്ടിപ്പടുക്കുവാനും അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയോടും യാഥാസ്ഥിക വിഭാഗത്തോടും മറ്റ് മതസംഘടനകളും പൊരുതി ഇന്ന് കുവൈത്തിലെ ഏറ്റവും ശക്തമായ ഒരു ചലനാത്മകമായ സംഘടനയായി ഇസ്ലാഹി സംഘടന വളർത്താനും എന്റെ പ്രവർത്തകരോടൊപ്പം അധ്വാനിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അവിടെ യൂണിറ്റുകൾ തോറും ശിർക്ക് പ്രചരണം നടത്തുകയാണ് എന്ന് ദുബായി പോയി പറഞ്ഞത് അബ്ദുറഹ്മാൻ സലഫി. അവിടെയുള്ള ഒരു സ്വകാര്യ മീറ്റിംഗിൽ ഈ വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുകയാണെങ്കിൽ ഒന്ന് PN കൊണ്ടുവന്ന് നമ്മൾ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ എന്ന് അവിടെ ഒരാൾ അഭിപ്രായം പറഞ്ഞപ്പോൾ കുവൈത്തിലെ എല്ലാ യൂണിറ്റുകളിലും നടന്ന് ശിർക്ക് പ്രചരണം നടത്തുകയാണ് PN എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടുണ്ട്. സാക്ഷികൾ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ആ രീതിയിൽ വളരെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി സമൂഹത്തിൽ ഒരു ശിർക്ക് പ്രചരണം നടത്തിയ ആളുകൾക്ക് അത് തെളിയിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഈ ശിർക്ക്? അത് തെളിയിക്കാൻ പരസ്യമായി ഇവിടെ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുകയാണ്. അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒതായി എന്ന കേന്ദ്രം തന്നെ, ഇതൊരു മുജാഹിദിന്റെ തറവാടാണല്ലോ, ഈ മുജാഹിദ് തറവാട്ടിൽ വെച്ച് തന്നെ
ഞങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടില്ല, ഞങ്ങൾ തൗഹീദിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവരോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവിടെ അള്ളാഹു ജിന്നിനോടും മലക്കിനോടും സഹായതേട്ടവും ആരാധനയും പ്രാർത്ഥനയും എല്ലാം ശിർക്കാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? വളരെ വ്യക്തമായി വളരെ ശക്തമായി പ്രമാണങ്ങൾ സഹിതം പറയുന്നു. പക്ഷേ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് വിശദാംശങ്ങളിൽ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ ഒരു ക്ലിപ്പ് നടക്കുന്നു. ഇന്നലെയും മിനിയാന്നുമായി നെറ്റിൽ മുഴുവൻ അതിന്റെ ബഹളമാണ്. ഒരു ഗ്രൂപ്പ് യോഗത്തിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ എപ്പേർപ്പെട്ട വ്യക്തി പറയുകയാണ്, ഇത് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും അതിന്റെ പ്രമാണങ്ങളും വായിച്ചാൽ സക്കരിയ പറയുന്നത് ശരിയാണ് എന്ന് തന്നെയാണ് അതിന്റെ നിജസ്ഥിതി. പക്ഷെ നിങ്ങൾ പറയേണ്ടത് ഇത് ശിർക്കാണെന്നാണ്. നിങ്ങൾ അതാണ് ആളുകളോട് പറയേണ്ടത്. അല്ലാതെ അതിൽ താഴെ പറഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല, നമുക്ക് ജനങ്ങളുടെ ഇടയിൽ വിലയുണ്ടാവില്ല. അതുകൊണ്ട് ഈ സമുദായത്തെ ഇത്രയും ശക്തമായ ഒരു വിഭാഗത്തെ വളർത്താൻ അനാവശ്യമായ ഒരു ഗൂഢാലോചന നടക്കുകയും അത് ചില ഗ്രൂപ്പ് യോഗങ്ങളിലൂടെ പാസ്സാക്കുകയും എന്നിട്ട് സമൂഹത്തെ പഠിപ്പിക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ ബാപ്പയും മകനും ഉമ്മയും മകളും കുടുംബങ്ങളും നാട്ടുകാരും ഇതുവരെ പരസ്പരം ഒത്തൊരുമയോടുകൂടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരെയും തമ്മിൽ ഭിന്നിപ്പിച്ചതാരാണ്? തീർച്ചയായും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകേണ്ടത്, വിരാമം ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകന്മാരായ ഇവിടെയുള്ള മഹാന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളെ ഫോൺ ചെയ്ത് അപ്പള്ളിയുടെ കാര്യവും ഇപ്പള്ളിയുടെ കാര്യവും ആ പോലീസിന്റെ കാര്യവും പറയുമ്പോൾ ഒന്ന് നീതിപൂർവ്വം നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ആരും പള്ളി എടുത്തവരാണിവർ. ഇവിടെ കേരളത്തിക്കരയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഒരു സെലഫി സെന്റർ ഉണ്ട്. 75 ലക്ഷത്തോളം ഉറുപ്പിക കുവൈത്തിൽ നിന്നും നൽകിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. അവിടുത്തെ മുജാഹിദ് പ്രവർത്തകരാണ് എനിക്ക് ഫോൺ ചെയ്ത് പറയുന്നത്, ഒരു ഖുർആൻ ഈ ഫുള്ള് ഹൽക്ക നടത്താൻ അതിന്റെ സംഘാടകർ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർ സമ്മതിക്കുന്നില്ല. ഞാൻ ടി ബി അബ്ദുൽ ഖായിം അതിനെ വിളിച്ചു പറഞ്ഞു, എന്താണ് അങ്ങനെ ഒരു പ്രശ്നം അവിടെ പറഞ്ഞു കേൾക്കുന്നത്? യോഗങ്ങളിൽ ചർച്ച ചെയ്തു, അവസാനം അതിന് സമ്മതമായി. പിന്നെയാണ് അൽക്ക തുടങ്ങിയത് വർഷങ്ങൾക്ക് ശേഷം. സഹോദരന്മാരെ, കേവലം അവിടെ വന്ന് കിടക്കുന്ന സെക്രട്ടേറിയറ്റിലെ ആവശ്യത്തിന് വേണ്ടി വരുന്ന ഒരു സാധാരണക്കാരനായ അവിടെ താമസിച്ചാൽ കിട്ടുന്ന 50 ഉറുപ്പിക കിട്ടാനാണോ സെന്റർ ഉണ്ടാക്കിയത്? അല്ല. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഒരു സ്ഥിരാകേന്ദ്രമായി, ഒരു സ്ഥാനമായി ഒരു വലിയ സെന്റർ അവിടെ നിർമ്മിക്കപ്പെട്ടത്. അതിന് പണം നൽകിയ വ്യക്തി അത് അമാനത്തായി നെതുവത്ത് സ്വീകരിച്ചു. ആ അമാനത്തായി സ്വീകരിച്ച് അവിടെ സ്ഥാപനം ഉണ്ടാക്കി. ആ സ്ഥാപനം അതിന്റെ ചുറ്റുവട്ടത്തും സലഫി ആദർശം സ്വീകരിച്ച നൂറുകണക്കിന് പ്രവർത്തകന്മാർ അവരുടെ ചോരയും അവരുടെ അധ്വാനവും അവരുടെ നീരും അവരുടെ പ്രാർത്ഥനയും അവരുടെ ശക്തമായ സംഘടിത പ്രവർത്തനവും കൊണ്ട് സലഫി സെന്റർ എന്ന് അറിയപ്പെട്ട കേന്ദ്രമായി മാറി. സഹോദരന്മാരെ, അത്തരമൊരു കേന്ദ്രത്തിൽ ഇന്നിപ്പോൾ പ്രശ്നമുണ്ടായി. അങ്ങനെ ഇപ്പോൾ ജുമാ നടത്തുന്നത് ആരാണ് അതിന് കാരണക്കാരൻ? ഇന്നിപ്പോൾ ചുമ നടത്തുന്നത് പ്രത്യക്ഷത്തിൽ സലഫി പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഒരാളല്ല. ഒരുപക്ഷെ ആശയം കൊണ്ട് ആൾക്ക് സലഫി ആദർശത്തോട് യോജിപ്പുണ്ടാകാം. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചെടുത്ത്, ഹനീഫ കായക്കൊടി പ്രസംഗിച്ചെടുത്ത്, പ്രഗത്ഭന്മാരായ മുജാഹിദ് പണ്ഡിതന്മാർ പ്രസംഗിക്കേണ്ട മിമ്പറിൽ ഇന്ന് തൽക്കാലം ഒരു സമവായത്തിന്റെ പേരിൽ സർക്കാർ ഏർപ്പെടുത്തിയ ഒരു സംവിധാനത്തിലൂടെ കുത്തു പറയുന്നത് വേറൊരാളാണ്. ആരാണ് ഇതിന് കാരണക്കാരൻ? അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കളി ഇവിടെ അവസാനിപ്പിക്കാറായിട്ടുണ്ട്. നമ്മളൊന്നും സാമാന്യ ജനങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. നമ്മൾ തൗഹീദ് പ്രസ്ഥാനം അതിനായി കെട്ടിപ്പടുത്തതാണ്. സഹോദരന്മാരെ, വിദേശത്തുള്ള ആളുകൾ നമ്മളെക്കാൾ ഈ തൗഹീദിന്റെ കാര്യത്തിൽ തൽപരരാണ്. എങ്ങനെയാണ് കേരളക്കരയിലേക്ക് ഇത്രയധികം പണം ഒഴുകി വന്നത്? നമ്മുടെ ജാമിയ നദവിയ ഉണ്ടല്ലോ. എത്ര വർഷമായി ജാമിയ നദവിയ എന്ന നമ്മുടെ ഈ ജാമിയ കുവൈത്തിൽ നിന്ന് സ്ഥിരമായി എല്ലാ റമദാൻ മാസത്തോടനുബന്ധിച്ചും ആള് വന്നിട്ടും ആള് വരാതെയും ലക്ഷക്കണക്കിന് രൂപ പിരിവെടുത്തു കൊണ്ടുവരുന്നില്ലേ? ഉണ്ട്. അങ്ങനെയുള്ള ആ സഹായിക്കുന്ന സ്ഥാപനങ്ങൾ നിർമ്മിച്ചിട്ടുള്ള അതിനകത്ത് എത്ര സ്ഥാപനം കുവൈത്തിന്റെ സഹായത്തോടുകൂടി നിർമ്മിച്ചിട്ടുണ്ട് എന്നും നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതിനൊക്കെ സാക്ഷികളായി ആ പണമെല്ലാം വാങ്ങി പദ്ധതികളെല്ലാം നടപ്പാക്കി സഹായങ്ങളെല്ലാം സ്വീകരിക്കുന്ന, ഇപ്പോൾ കുട്ടികൾക്ക് ചുട്ടുകൊടുക്കുന്ന പൊറാട്ട മെഷീൻ വരെ, ഇത് ചപ്പാത്തി ചുടാൻ ഒരു മെഷീൻ വേണം ജാമ്യയിൽ എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക അതിന്റെ വിലയായി കൊടുത്ത് ഒരു ചപ്പാത്തി കല്ല് വരെയാണ് വാങ്ങി കൊടുത്തത് കുവൈത്താണ്. എന്നിട്ട് ഇപ്പോൾ സമ്മേളനത്തിൽ ബസ് പ്രസംഗിക്കുന്നു, ആ സലഫികൾ അവർ കൊള്ളരുതാത്തവരാണ്, അവർ തീവ്രവാദികളാണ്, അവര് പല രൂപത്തിലുള്ള അവാന്തര വിഭാഗങ്ങളുമുണ്ട്, അതുകൊണ്ട് അവരെ ആശയമൊന്നും നമുക്ക് വേണ്ട, പണം ഞങ്ങൾ കിട്ടിയാൽ വാങ്ങി വെക്കും. ഹനീഫ കായക്കൊടി പ്രസംഗിക്കുകയാണ്, ഞങ്ങൾ മീൻ കച്ചവടക്കാരോടും തൊഴിലാളികളോടും ഒക്കെ പണം വാങ്ങി ഞങ്ങളുടെ സംഘടന നടത്തിക്കോളാം. എന്നിട്ടിപ്പോ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിറങ്ങിയിട്ടുണ്ടല്ലോ ലക്ഷക്കണക്കിന് ഉറുപ്പിക, നിങ്ങളത് വേണ്ട, ഇനി ഞങ്ങൾ മീൻകാരോട് തിരിച്ച് നടത്തിക്കോളാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അഥവാ ആ പണം നിങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ടോ? അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് അയച്ച ബാങ്കിൽ നിന്ന് തന്നെ അത് അയച്ച സോഴ്സിലേക്ക് തിരിച്ചയക്കാൻ മാർഗമുണ്ട്. അത് തിരിച്ചയച്ചാളി. അതൊന്നും ചെയ്യാതെ എല്ലാ സഹായങ്ങളും സ്വീകരിക്കുകയും എന്നിട്ട് ആ സലഫികൾ തീവ്രവാദികളാണ്, ആ സലഫികൾ വിവരമില്ലാത്തവരാണ്, ആ സലഫികൾ അക്ഷരപൂജകരാണ്, ആ സലഫികൾ പുരോഗതി ഇല്ലാത്തവരാണ് എന്നിങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നു. സഹോദരന്മാരെ, ചാത്തല്ലൂർ റബ്ബർ തോട്ടമുണ്ട്. ആ റബ്ബർ തോട്ടത്തിന്റെ വരുമാനം ആർക്കാണ്? എങ്ങനെയാണ് ആ 12 ഏക്കർ റബ്ബർ തോട്ടം നമ്മൾ വാങ്ങിയത്? പള്ളിയും മദ്രസയൊന്നുമല്ല. നമ്മുടെ മഞ്ചേരിയിൽ 50-55 ഏക്കർ സ്ഥലമുണ്ട് ജാമിയ സലഫിയക്ക്. വെട്ടേക്കാട് എന്ന സ്ഥലത്ത് വഖഫായി വാങ്ങിയ ആ സ്ഥലം അത് കേരള നേതൃത്വത്തിൽ മുജാഹിദിന് വേണ്ടി ആരാണ് വാങ്ങിക്കൊടുത്തത്? അതേ പ്രകാരം തന്നെ വയനാട്ടിൽ ഒരു ചായത്തോട്ടം, 25 ഏക്കറോളം ചായ പിടിപ്പിച്ച ചായത്തോട്ടം ആരാണ് നേതൃത്വത്തിൽ മുജാഹിദിന് വാങ്ങിക്കൊടുത്തത്? നേതൃത്വത്തിൽ മുജാഹിദിന് സമ്പന്നമാണ്, ധാരാളക്കണക്കിന് സ്ഥാപനങ്ങൾ.
ധാരാളക്കണക്കിന് പള്ളികൾ, ധാരാളക്കണക്കിന് മദ്രസകൾ, അത് നദൂത്തുൽ മുജാഹിദീൻ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കും എന്ന ഉത്തമമായ ധാരണയോടുകൂടി, ശക്തമായ വിശ്വാസത്തോടുകൂടി ഒരു അമാനത്തായി അവരെ ഏൽപ്പിച്ച കാര്യമാണ്. അങ്ങനെയുള്ള പള്ളികളിൽ തൗഹീദി പ്രബോധനം വിലക്കുകയും അങ്ങനെയുള്ള പള്ളി മെമ്പറുകളിൽ നിന്ന് തൗഹീദിൽ വിശ്വസിക്കുന്ന ഉത്തമന്മാരായ പണ്ഡിതന്മാരെ ഇറക്കിവിടുകയും അവരുടെ ക്ലാസുകളും അവരുടെ ഖുതുബകളും അവരുടെ പ്രസംഗങ്ങളും ആ പള്ളികളിൽ വിലക്കുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള സ്വാധീനവും അധികാരവും ഉണ്ടായിട്ടാണെങ്കിൽ പോലും നാളെ പടച്ചവന്റെ മുമ്പിൽ ഇതിന് സംഭാവന ചെയ്ത ആളുകൾ അത് വരുമ്പോൾ അതിന് അവര് നിങ്ങളുടെ ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിൽ വരും എന്ന് മാത്രമേ ഇത് പറയാനുള്ളൂ. സഹോദരന്മാരെ, ഈ സ്ഥാപനങ്ങളാകട്ടെ, ഈ പള്ളികളാകട്ടെ, ഈ പറഞ്ഞ തോട്ടങ്ങളാകട്ടെ, ഈ പറഞ്ഞ ജലസേചന സൗകര്യങ്ങളാകട്ടെ, ഈ പറഞ്ഞ എത്തിയും കുട്ടികളുടെ സഹായങ്ങളാകട്ടെ, ഈ പറഞ്ഞ അധ്യാപകർക്കുള്ള ജാമ്യയിൽ എത്ര ആൾ കുവൈത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്നു നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സെലഫികളെ വളരെ മോശമായി പരിചയപ്പെടുത്തുകയും അതിനുവേണ്ടി പ്രസംഗിക്കുകയും അതിനുവേണ്ടി വേദി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മുടെ ആളുകൾ അവർ എത്ര അല്പന്മാരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് സഹോദരന്മാരെ, അവരുടെ സഹായങ്ങളൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സഹായങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, നിലച്ചിട്ടില്ല, നിർത്തിയിട്ടില്ല, നിർത്താൻ ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഈ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച്, ഹുസൈൻ സലഫി ഒന്നും പറഞ്ഞിട്ടില്ല, അയാൾ ജിന്നിനോട് തേടണമെന്ന് പറഞ്ഞിട്ടില്ല, ജിന്നിനോട് തേടണ്ടെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴുള്ള നിലവാരം വളരെ സങ്കടകരമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരെ നിങ്ങൾ ആലോചിച്ച്, നേതാക്കന്മാരെ നിങ്ങൾ ആലോചിച്ച്, നിങ്ങളുടെ ആലോചന പരിമിതമാണെങ്കിൽ വിദേശത്തുള്ള പണ്ഡിതന്മാരെയും കൂട്ടി ഒന്നുകൂടി ആലോചിച്ച് പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചുകൂടെ? അതല്ലേ നമ്മുടെ ഇവിടെ കൂടിയ പല ദിക്കുകളിൽ നിന്നും അഷ്ടദിക്കുകളിൽ നിന്നും ഈ സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്ക് ആരാണ് വെട്ടിച്ചാടി അതിന് ഖണ്ഡനം പറയാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? ആരാണ് അങ്ങനെ ഒരു യോഗത്തിന്റെ മര്യാദ പാലിക്കാതെ, അധ്യക്ഷന്റെ അനുമതി പോലും വാങ്ങാതെ മൈക്കിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അങ്ങനെ ഒരു ഖണ്ഡനം പറയാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിട്ടുള്ളത്? സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയൊന്നും പേടിച്ചു പോകുന്നവരല്ല. ഇവിടെയുള്ള കുട്ടികൾ മുതൽ, ഇവിടെയുള്ള യുവാക്കൾ മുതൽ, സ്ത്രീകൾ, മധ്യവയസ്കന്മാർ, പണ്ഡിതന്മാർ, പാമര ജനങ്ങൾ, തൊഴിലാളികൾ, വിശ്വകരന്മാർ, എഞ്ചിനീയർമാർ, ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അവർ ആദർശം പഠിക്കുവാൻ ഈ ഒരു സംഭവ വികാസം ഒരു നിമിത്തമായി എന്ന് കരുതിയാൽ മതി. എല്ലാവരും പഠിക്കുന്നു, എല്ലാവരും പരിശോധിക്കുന്നു. ധാരാളം സംവിധാനങ്ങളിലൂടെ, ധാരാളക്കണക്കിന് പ്രസംഗങ്ങളിലൂടെ ഇപ്പോൾ കേരളത്തിന്റെ വേദികളിലും കരകളും എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായി വിഷയം ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് പടച്ചവൻ ഉണ്ടാക്കിയ ഒരു നിമിത്തമാകാൻ സാധ്യതയുണ്ട്. ആളുകൾ കാര്യം പഠിക്കട്ടെ, വിഷയം പഠിക്കട്ടെ എന്ന്. സഹോദരന്മാരെ, ഒരു ജിന്നും ഒരു മലക്കും ഇവിടെ വിഷയമാകാതെ നിന്നിട്ടില്ല. എത്രയോ കാലം മുമ്പ് 971 വിഷയമായ ഒരു വിഷയം, അന്ന് അത് എഴുതിയ സെൽസബിയിൽ പ്രസിദ്ധീകരിച്ച ഉമർ മൗലവിക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടില്ല. സെൽസബീലിൽ ലേഖനം എഴുതി പിന്നീട് അത് പുസ്തകമായി ഇറക്കി സമൂഹത്തോട് പല ക്ലാസുകളിലും പ്രസംഗിച്ച ഉസ്മാൻ സാഹിബ് ഈ സംഘടനയുടെ ദീർഘകാല അധ്യക്ഷനായിരുന്നിട്ട് അയാൾക്കൊരു ഷോക്കോസ് നോട്ടീസ് കിട്ടിയിട്ടില്ല. ചെറിയ മണ്ഡം അബ്ദുൽ ഹമീദ് മദനി, മടവൂർ വിഭാഗവും നമ്മളും ഒന്നായിരിക്കുന്ന കാലത്ത് ഷബാബിൽ ലേഖനം എഴുതിയിട്ട് ചെറിയ മണ്ഡം അത് ചെയ്തത് തെറ്റാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതേ ആശയം പിന്നീട് പലതവണയും പല ഗ്രന്ഥങ്ങളിലൂടെയും ആവർത്തിക്കപ്പെട്ടിട്ട് അവിടെ ഒന്നും ഇല്ലാത്ത ഒരു ഷോക്കോസ് നോട്ടീസും ഒരു സർക്കുലറും, ഒരു സെക്കുലർ രാജ്യത്ത് ഒരു സർക്കുലർ ഭരണം എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതൊരു സെക്കുലർ രാജ്യമാണ്, അവിടെ ഒരു സർക്കുലർ ഭരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സർക്കുലർ, എല്ലാവർക്കും സീലും സർക്കുലറും ഒപ്പും. സഹോദരന്മാരെ, അതല്ല നമ്മുടെ നിലപാട്. കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല നിലയ്ക്ക് ആലോചിച്ച് ചിന്തിച്ച്, അതിന് മാത്രം ഒരു വലിയ, നമ്മളൊക്കെ വളരെ ദുർബലന്മാരാണ്, ലോഫായിങ്ങളാണ്. അതുകൊണ്ട് ആരെയൊക്കെയുള്ള ത്യാഗസന്നദ്ധത കൊണ്ട്, ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾ കൊണ്ട്, ത്യാഗ പരിശ്രമങ്ങൾ കൊണ്ട്, അത്യധ്വാനങ്ങൾ കൊണ്ട്, ഉപദ്രവങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ച് പട്ടിണി കിടന്ന് അവരുടെ പ്രസംഗങ്ങളിലൂടെ, പ്രചരണങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, ജനസമ്പർക്കങ്ങളിലൂടെ വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തെ ഇത്രമാത്രം വികലമാക്കുവാൻ വേണ്ടി അത്രയൊന്നും സാമൂഹികമായ സ്ഥാനമോ, അത്രയൊന്നും സാമൂഹികമായ മാന്യതയോ, അത്രയൊന്നും സാമൂഹികമായ അംഗീകാരമോ ഇല്ലാത്ത ഒരു ന്യൂനപക്ഷം വന്നുകൊണ്ട് ഇതിങ്ങനെ കുട്ടിച്ചോറാക്കുമ്പോൾ, പിഞ്ഞാണ് കടയിൽ കയറിയ താളക്കുറ്റം ചെയ്യുന്ന പണി ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നോക്കി നിസ്സംഗമായി ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് വളരെ നിസ്സംഗമായി ഇതിനൊക്കെ സാക്ഷിയായി ശരിയായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് റൂമുകളിൽ ഇരിക്കാൻ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല. കാരണം വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഒരുപാട് ചരിത്രങ്ങൾ ഞങ്ങൾക്കൊക്കെ ഇതിൽ പറയാനുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളോട്, ഈ നാട്ടുകാരോട്, ഈ നാട്ടിലുള്ള പരിസരങ്ങളിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്, കാര്യങ്ങൾ ഇവിടെ വിശദമായി പറയുവാൻ നമ്മുടെ ടി കെ അസ്ലം ഇവിടെ ഉണ്ട്. ഞാനാണെങ്കിൽ അടുത്ത ദിവസം തന്നെ കുവൈത്തിലേക്ക് മടങ്ങുകയാണ്. അതുകൊണ്ട് ദീർഘമായ പ്രസംഗം ഞാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ ധാരാളക്കണക്കിന് നമ്മൾ സ്നേഹിക്കുന്ന വിദേശത്തുള്ള ആളുകൾ ഇതിൽ ആശങ്കാകുലരാണ്. കുവൈത്തിൽ അബ്ദുറഹ്മാൻ സലഫി വന്നു. സമ്മേളനത്തിലേക്ക് ആളെ ക്ഷണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രധാന അജണ്ട കുവൈത്ത് കേരള ഇസ്ലാഹിക് സെന്റർ എന്നൊരു സംവിധാനത്തെ തകർക്കലാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ അവിടെയുള്ള പ്രവർത്തകന്മാരുടെ ചങ്കൂറ്റവും അവരുടെ ഐക്യപൂർണമായ അവരുടെ ചെറുത്തുനിൽപ്പും ശക്തമായ ആദർശത്തിന്റെ പിന്നിലുള്ള അണിചേർന്നതും കാരണം അന്നത് സാധിക്കാതെ പിന്നെ 3 ആളെ പറഞ്ഞയച്ചു. എം അക്ബർ സാഹിബ്, ഇനിയിപ്പോൾ 16-ാം തീയതി ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന നാസർ സുല്ലമി, അതുപോലെ തന്നെ നമ്മുടെ മോങ്ങത്തുകാരനും എന്റെ ഒരു ബന്ധു കൂടിയായ മോങ്ങം അബ്ദുസലാം മൗലവി, 3 ആളും വന്നു.
ഈ മൂന്നാളും വന്നു. അബ്ദുൽ സലഫി വരുമ്പോൾ തന്നെ നെതുവത്തിന് ഒരു കത്ത് കൊണ്ടുപോയി ഇയാദ് റാസിൽ ഇസ്ലാമിൽ കൊടുത്തു. ഞങ്ങളുടെ സംഘടനയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങളുമായി ചർച്ച ചെയ്യാനും വ്യക്തമായി ആ കാര്യം നിങ്ങളെ ധരിപ്പിക്കാനും വേണ്ടി ഉത്തരവാദപ്പെട്ട 3 ആളുകൾ എന്ന് AP ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുൽ റഹ്മാൻ സലഫി. അതുകൊണ്ട് വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങളെയും വിളിച്ചു, അവരെയും വിളിച്ചു. ഞങ്ങൾ മുഖാമുഖം ഇരുന്ന് ഈ വിഷയം ചർച്ച ചെയ്തു. അബ്ദുൽ റഹ്മാൻ സലഫി അദ്ദേഹത്തിന്റെ വാദം അവതരിപ്പിച്ചു, ഞങ്ങൾ ഖണ്ഡനവാദം അവതരിപ്പിച്ചു. മതപണ്ഡിതന്മാരിൽ പ്രഗത്ഭനായി എന്ന് അറിയപ്പെടുന്ന മുഹമ്മദ് ഹമൂദ് നജ്ദി എന്ന കുവൈത്തിലെ ഒരു പ്രഗത്ഭ സലഫി പണ്ഡിതന്റെ സാന്നിധ്യത്തിൽ, ജമിയത്ത് ഇയാദ് റാസിൽ ഇസ്ലാമിയുടെ ചെയർമാനായ താരിഖ് അലീസിയുടെ സാന്നിധ്യത്തിൽ, കുവൈത്തിലെ ദായിമാരുടെ സാന്നിധ്യത്തിൽ, ഈ 3 പേരുടെയും സാന്നിധ്യത്തിൽ വിഷയം സുവിദിതമായി ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, ഇതിനെന്തിനാണ് കൂട്ടരെ നിങ്ങൾ തർക്കിക്കുന്നത്? ഈ തർക്കം നിങ്ങൾ നിർത്തി ഏകോദര സഹോദരന്മാരായി നിങ്ങൾക്ക് പ്രവർത്തിച്ചുകൂടെ? ആരാണ് നിങ്ങൾക്കിടയിൽ ഫിത്നയുമായി കടന്നു വന്നത്? അതുകൊണ്ട് സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകണം, ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല നിലയ്ക്ക് പറഞ്ഞ് പിരിച്ചുവിട്ടു. ശേഷം അവർ ഇങ്ങോട്ടൊരു കത്തെഴുതി. ആ കത്ത് പലപ്പോഴും ഇവിടെയൊക്കെ വായിച്ച് നിങ്ങൾ കേട്ടതാണ്. അതിന്റെ ഉള്ളടക്കം നമ്മുടെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു, നമ്മുടെ ദർശനത്തിൽ അതിന്റെ പരിഭാഷ വന്നു. ഇങ്ങനെ അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ അവർ പോലും പറയുന്നത് പണ്ഡിത ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായത്തിനെതിരാണ് കേരള നേതൃത്വം മുജാഹിദിന്റെ നിലപാട്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. 2 നിലപാടിലും എന്ന ഹദീസിന്റെ വിഷയത്തിലും ഇസ്തിആനത്തുൽ ബിൽ ജിന്നി എന്ന മസ്അലയുടെ വിഷയത്തിലും പണ്ഡിത ലോകത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായം ഇന്നതാണ്, അത് ശരിയായ അഭിപ്രായം ഇന്നതാണ്, രാജിഹായ അഭിപ്രായം ഇന്നതാണ്. അതുകൊണ്ട് അത് സ്വീകരിക്കുക, എന്നിട്ട് ഐക്യപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന പ്രവണതകൾ അവസാനിപ്പിക്കുക. 8ഓളം വസിയത്തുകൾ അവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മാസങ്ങളായി ഒരു കത്തെഴുതി, കത്തി അങ്ങ് കിട്ടി ഉടനെ തന്നെ സമ്മേളനം കഴിഞ്ഞ് ആലോചിച്ച് മറുപടിയും തരാമെന്ന് പറഞ്ഞു. കൊടുത്തോ ഇല്ലേ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ശരി സഹോദരന്മാരെ, ഇതാണ് അവസ്ഥ, ഇതാണ് സ്ഥിതി. അതുകൊണ്ട് അത്തരം ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത്, അവർക്ക് 1000 നാക്കുകളാണ് നെതുവത്തിനെ കുറിച്ച് പറയാൻ, മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പറയാൻ. എൻ്റെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ അവരുടെ ഒക്കെ സദസ്സുകളിൽ ചെന്നിരിക്കുമ്പോൾ പല നാട്ടുകാരും വരും, യമനിൽ നിന്ന് വരും, സിറിയയിൽ നിന്ന് വരും, ഈജിപ്തിൽ നിന്ന് വരും, സുഡാനിൽ നിന്ന് വരും. സെലഫികളായ ആളുകൾ, ലോകത്തിന്റെ സെലഫി പ്രസ്ഥാനത്തിന്റെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് കുവൈത്തിലെ ജമിയത്ത് ഇയാദ് റാസിൽ ഇസ്ലാമി. അതിന്റെ സദസ്സുകളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരും നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും വരെ ഉണ്ടാകും. അപ്പോഴൊക്കെ എന്തിനാണ് ഈ ശുഷ്കമായ കേരളത്തിലെ ഈ തൗഹീദ് സംഘത്തെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് അവർ പറയേണ്ടത്? ആയിരക്കണക്കിന് പള്ളികൾ, ആയിരക്കണക്കിന് മദ്രസകൾ, ആയിരക്കണക്കിന് പണ്ഡിതന്മാർ, ആയിരക്കണക്കിന് വേദികൾ, ഇങ്ങനെയുള്ള പ്രഗത്ഭമായ പ്രവർത്തനം നടത്തുന്ന ഒരു സലഫി വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കടന്നെത്തിയ ആളുകളുടെ മുമ്പിൽ എന്തിനാണ് ഇയാദ് റാസിൽ ഇസ്ലാമി പരിചയപ്പെടുത്തുന്നത്? അത് ആദർശബന്ധമാണ്. ഈ വിശ്വാസത്തോടും ഈ ആദർശത്തോടും കേരളത്തിലെ മുജാഹിദുകൾ കാണിച്ചിട്ടുള്ള നിതാന്ത ജാഗ്രതയോട് കൂടിയിട്ടുള്ള മുന്നേറ്റത്തിന്റെ സന്തോഷം അവർ പ്രകടിപ്പിക്കുകയാണ്. അതിന് എത്രയോ സാക്ഷിയായ നിങ്ങളുടെ സഹോദരനാണ് ഈ PN. അവർക്കാണ് ഇതിൽ സങ്കടം. എന്ത് 4, 5? അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് പറ്റില്ല. ഒന്ന് ആലോചിച്ചോളൂ. നമുക്ക് ഒന്നിച്ചു പോകാം. ഈ വിഷയങ്ങളൊന്നും ഇവിടെയൊക്കെ ചർച്ചകളിൽ നിന്ന് മാറി, അതൊക്കെ പണ്ഡിത സഭയിൽ ഇല്ലേ? പണ്ഡിതന്മാരുടെ മേശപ്പുറത്ത് എത്തിയിട്ടില്ലേ കുറച്ച് നിർദ്ദേശങ്ങൾ? പണ്ഡിത സഭയ്ക്ക് എഴുതി കൊടുത്തിട്ടില്ലേ കുറച്ച് തെറ്റുകളെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ? 3 തവണ എഴുതി കൊടുത്തിട്ടില്ലേ? സാധാരണക്കാരല്ലോ, പണ്ഡിതന്മാരല്ലേ എഴുതി കൊടുത്തത്. തികച്ചും മാന്യമായ ഒരു സമീപനം ജമിയത്തുൽ ഉലമ സ്വീകരിക്കുകയാണെങ്കിൽ അവരെങ്കിലും ഒന്ന് വിളിച്ച് ചർച്ച ചെയ്ത് എന്താണ് കുട്ടികളെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കില്ലേ? നമ്മുടെ ബഹുമാനപ്പെട്ട ഹുസൈൻ മടവൂരിന്റെ ആ ചെറിയ ഒരു ഭിന്നിപ്പുണ്ടായ സന്ദർഭത്തിൽ പോലും ചർച്ച നടന്നില്ലേ? 2 വിഭാഗമായി തെരഞ്ഞെടുത്തു. അവർ പ്രബന്ധം അവതരിപ്പിച്ചു, മറുപ്രബന്ധം അവതരിപ്പിച്ചു, ചർച്ചകൾ നടത്തി, മണിക്കൂറുകളോളം ചർച്ചകൾ നടത്തി, തീരുമാനങ്ങൾ ഉണ്ടാക്കി, എഴുതി ഒപ്പിട്ട് അതിന്റെ കയ്യെഴുത്ത് പ്രതി കയ്യിലുള്ള ആളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കയ്യെഴുത്ത് പ്രതി അച്ചടിച്ച് കേരളത്തിന്റെ എല്ലാ യൂണിറ്റുകളിലും അയച്ചു കൊടുത്തതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു കരാറുണ്ടാക്കി അതിന്റെ കയ്യെഴുത്ത് പ്രതിയുടെ കോപ്പി ആദ്യമായി ഒരുപക്ഷെ ലഭിച്ച ഒരു വ്യക്തി ഞാനായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കുവൈത്തിലുണ്ട്, പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം വിജിലന്റായി നിൽക്കുന്ന ഒരാൾ എന്ന നിലക്ക് വളരെ പെട്ടെന്ന് അതിന്റെ കയ്യെഴുത്ത് പ്രതിയുടെ ഒരു കോപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് അബ്ദുൽ റഹ്മാൻ സലഫിയോട് എനിക്ക് കടപ്പാടുമാണ്. പക്ഷേ സംഗതി അതിൽ പറഞ്ഞ 17 തീരുമാനങ്ങൾ അതില്ലേ? അന്ന് മടവൂർ വിഭാഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആദർശ വ്യതിയാനം ഉണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രമാണസഹിതം അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പല ഹെഡിങ്ങുകളും പകർത്തിയെടുത്ത് അത് അറബിയിൽ പരിഭാഷപ്പെടുത്തി ആദർശ വ്യതിയാനം തെളിയിക്കാൻ ബുക്ക് ബൈൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ? പല സലഫി കേന്ദ്രങ്ങളിലും അബ്ദുൽ റഹ്മാൻ സലഫി കൊടുത്തിട്ടില്ലേ? അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞ മടവൂരിനെ കുറിച്ച് ആക്ഷേപിക്കുന്ന കാര്യം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 5ാമത്തെ മദ്ഹബായ അംബലി മദ്ഹബ് കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഗൾഫ് സലഫിസം ശ്രമിക്കുന്നത് എന്ന് ഹുസൈൻ മടവൂർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് തന്നെയല്ലേ സഹോദരന്മാരെ നമ്മുടെ ജാമിയയുടെ വേദിയിലും അതുപോലെ തന്നെ തൃശ്ശൂർ നമ്മുടെ ബുസ്താനുൽ ഉലൂമിന്റെ വേദിയിലും നമ്മുടെ അംസബ കവി പറഞ്ഞത്? കൂട്ടരെ, ഇത് സലഫിസം ഒന്നുമല്ല, ഇത് ഗൾഫ് സലഫിസം ഒന്നും അല്ല, ഇത് 5ാം മദ്ഹബിലൂടെ ഇറക്കുമതി ചെയ്യുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞത് ആ വേദിയിലും അബ്ദുൽ റഹ്മാൻ സലഫി ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹമല്ലേ ഇത് എഴുതി കൊടുത്തത്? ഹുസൈൻ മടവൂർ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് എഴുതി കൊടുത്തത്. ഇല്ലെങ്കിൽ തെളിവ് ഞാൻ തരാം. അങ്ങനെയുള്ള ആൾ അപ്പം എതിർക്കണ്ടേ? അംസബ കവി കാര്യം എന്തായാലും ഗൾഫിൽ നിന്ന് ഇങ്ങനെ ധാരാളം സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് അംബലി മദ്ഹബിന്റെ കൂടി പിടിച്ചോളി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ
കൊടുക്കുന്ന കിതാബിന്റെ ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് നിങ്ങൾ തെരഞ്ഞുപിടിച്ച് മക്തബകളിൽ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി അതിന്റെ വിലയും ഇൻവോയ്സും മാത്രമാണ് ഈ യാത്രാസിൽ കൊടുക്കാറ്. അതിന്റെ വില അവർ കൊടുക്കും. അവരല്ലല്ലോ കിതാബ് തിരഞ്ഞെടുക്കുന്നത്, നിങ്ങളല്ലേ കിതാബ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മദ്ഹബിന്റെയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഉസൂലുകളുടെയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെയും തഫ്സീറിന്റെയും ഗ്രന്ഥങ്ങൾ അവർ തിരഞ്ഞെടുത്ത് നിങ്ങളെ പഠിപ്പിക്കുകയല്ലോ. നിങ്ങൾ കൊണ്ടുവന്ന ലിസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മക്തബകളിൽ പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ കെട്ടാക്കി നിങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നു. അതിന് എല്ലാ ചെലവുകളും ആ സാധുക്കൾ വഹിക്കുന്നു. എന്നിട്ട് പറയാണ് അവിടെ നിന്ന് കയറ്റി അയക്കണം. എന്താണ് ഈ വർത്താനം? അതുകൊണ്ട് അതൊന്നൊക്കെ നിർത്താറായിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുജാഹിദുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യം ചെരിപ്പ് ധരിക്കുമ്പോഴേക്കും അസത്യം പകുതി ദൂരം പിന്നിട്ടിട്ടുണ്ടാവുമെന്നത് ഒരാപ്തവാക്യമാണ്. അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ ജില്ലകളിലും മണ്ഡലങ്ങളിലും ശാഖകളിലുമൊക്കെയായി അതിശക്തമായ അസത്യ പ്രചാരണങ്ങൾ നടന്നു വരികയായി. സത്യവും അസത്യവും മർദ്ദസത്യവും കൂട്ടിക്കൊളിച്ച് സാധാരണക്കാരെ അങ്കലാപ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു രഥയാത്രയാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടെ നടന്നുപോയത്. എന്നാൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് അത്തരം ആരോപണങ്ങൾക്ക് വിധേയരായ ആളുകൾ കേരളത്തിൽ ഇറങ്ങി വിശദീകരിക്കാൻ നിർബന്ധിതരാവുകയും അവരത് വിശദീകരിക്കുകയും ചെയ്തതോടുകൂടി വളരെ വേഗത്തിൽ ആളുകൾ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. എത്ര കുട്ടികളാ തിരിച്ചു നടക്കുന്നത് എന്നറിയോ? ഈ പ്രശ്നങ്ങൾ പത്രങ്ങളിലൂടെ കണ്ടപ്പോ, ഈ പത്രങ്ങളിലൂടെ വായിച്ചപ്പോ ഒരു കുട്ടി MSMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ എന്റെ സുഹൃത്ത് താജുദ്ദീൻ സലാഹിയെ വിളിച്ച് ഫോണിൽ സംസാരിച്ച അനുഭവം അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞത്രേ, ഇല്ല MSM എങ്ങാനും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ CRE ക്ലാസുകൾ നിൽക്കുകയാണെങ്കിൽ നോക്കൂ, ഞങ്ങളൊക്കെ പഴയതിലേക്ക് തിരിച്ചു പോകും കേട്ടോ, ഞങ്ങളൊക്കെ പഴയ കുടി തുടങ്ങും എന്ന് ആ കുട്ടി വിളിച്ചു പറഞ്ഞത് ഗദ്ഗതത്തോടു കൂടിയ സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി. അതേ സഹോദരങ്ങളെ, ഇതുകൊണ്ട് കണ്ടാണ് പ്രശ്നം എന്താ? ഈ ക്ലാസുകളും കാര്യങ്ങളൊക്കെ തല്ലിയുടച്ച് ഇതൊന്നും വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ബദൽ വരാനിരിക്കുന്നത്? പഴയ അരാജകത്വമാണ് വരാനിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അങ്ങനെ തല്ലിയുടക്കാനും ഇതില്ലാതെയാക്കാനും ആരെങ്കിലും ഇവിടെ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ ഇവിടെ പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കും, ഈ CREന്റെ സമ്മേളനം വിളിച്ചിട്ട് എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? എന്താ കാരണം എന്നറിയോ? ഇങ്ങനെയുള്ള ആളുകൾക്ക് അത്യാവശ്യമായ പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കോടതി കയറുകയും ഈ നിഷ്കളങ്കരായ കുട്ടികളെ ഇതിന് ഭംഗം വരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇവിടെയുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ കഴിഞ്ഞ പ്രോഫ്കോൺ നടക്കുകയാണ്. MSM ജാമ്യമുഖത്തുള്ള പ്രോഫ്കോൺ മലപ്പുറത്ത് നടക്കുമ്പോൾ അതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി കോഴിക്കോടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സദസ്സിൽ അതിന്റെ ഔദ്യോഗികമായ ഓഡിറ്റോറിയത്തിൽ അതിന്റെ ഒരു പ്രചാരണത്തിന് വേണ്ടി മുസ്ലിം കുട്ടികളെ ഒക്കെ വിളിച്ചു മുട്ടിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സിന് അവിടുത്തെ അധികൃതർ അനുവദിക്കുകയുണ്ടായി. അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അതിൽ പങ്കെടുത്ത് സംസാരിച്ച് തിരിച്ചു പോരുമ്പോൾ അവിടെയുള്ള നമ്മുടെ പ്രവർത്തകന്മാർ MSMന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ ഒരു സംഗതി കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതായത് അവിടെ വരുന്ന കുട്ടികളെ, അതായത് ദീനെന്താണ് മതമെന്താണെന്ന് അറിയാത്ത, മദ്യത്തിനും അതുപോലെ മയക്കുമരുന്നുകൾക്കും ഹാൻസിനും പാൻപരാഗിനും അടിമപ്പെട്ട് ജീവിതം വഴികേടിലായ മക്കളെ തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നുകൊണ്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവിടെ മാസങ്ങളായിട്ട് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഈ CRE ക്ലാസ്, ഈ കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ, ഒരുപാട് കുട്ടികൾക്ക് വെളിച്ചം കിട്ടിയ ഒരു ക്ലാസ്, ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്. ആ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടുകാരനെ ഫോൺ ചെയ്തിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളല്ല, ഇന്ന് ഇതിന്റെ വൈസ് പ്രസിഡന്റായി നിൽക്കുന്നു എന്ന് അവർ പറയുന്ന, എന്നാൽ കോടതിയുടെ തീരുമാനപ്രകാരം വൈസ് പ്രസിഡന്റ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ബഹുമാനായ PK അഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിന് ബന്ധമുള്ള ഒരു വീടാണത്. ആ ബന്ധം പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിളിച്ചിട്ട് പറയാണെന്ത്, അത് ജിന്നിന്റെ ക്ലാസ്സാണ്, ജിന്നിന്റെ കുട്ടികളുടെ ക്ലാസ്സാണ്, അവിടെ നിങ്ങൾ അനുവാദം കൊടുക്കണ്ട. എന്താ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അവിടെ നിന്നുള്ള ക്ലാസ് ഒഴിവാക്കിയെന്ന് മാത്രമല്ല, ആ കുട്ടികൾ അവിടെ ക്ലാസ് തുടങ്ങിയപ്പോൾ കുറച്ച് ആളുകളോട് എരന്നുണ്ടാക്കി 10-30 കസേരകൾ അവിടെ വാങ്ങിയിട്ടിരുന്നു. ആ വീട്ടിൽ ഒരു വീടാവുമ്പോൾ കുറച്ച് കസേരകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി കുറച്ച് കസേര വാങ്ങിയിട്ടിരുന്നു. ആ കസേര കുട്ടികളൊന്ന് പോയി ചോദിച്ചു, ക്ലാസ് ഞങ്ങൾ ഇവിടെ നടത്തുന്നില്ല, ഞങ്ങൾ ആളുകളെ കൊണ്ട് സ്പോൺസർഷിപ്പ് വാങ്ങി എടുത്തിട്ട കസേര ഉണ്ടല്ലോ അവിടെ 10-30 കസേര, ആ കസേരങ്ങൾ തരും, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിക്കോളാം, പക്ഷേ ആ കസേരയും ഞാൻ തരില്ല എന്ന് ആ വീട്ടുകാരനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ. ഇതെന്തിനാ? വട്ടം കൂടിയിരുന്ന് സീട്ട് കളിക്കാനല്ല, കള്ളു കുടിക്കാനല്ല, വ്യഭിചരിക്കാനല്ല. അത്തരം അവസ്ഥയിലേക്ക് പോകുന്ന മക്കളെ വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഹദീസും പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനമാണ് ആ കോലത്തിലാക്കിയത്. പക്ഷേ ഒരു വാതിലടഞ്ഞാൽ ഒരുപാട് വാതിലുകൾ അപ്പുറത്ത് തുറക്കൂലേ? അതാ തൊട്ട കുറച്ച് അപ്പുറത്ത് ഒരു വീട്ടുകാരൻ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നടത്തിക്കോളി. ഉടനെ തന്നെ ആ പരിപാടി അവിടെ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ സ്ഥലത്ത് ഇങ്ങനെ മുടക്കിയതിന്റെ കാരണത്താൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അമുസ്ലിം സഹോദരൻ ഒഴിഞ്ഞു തന്ന ഒരു ബിൽഡിങ്ങിലാണ്. സുഹൃത്തുക്കളെ നോക്കിങ്ങൾ, ആ ഒരു നീതി പോലും നമ്മുടെ ചില ആളുകൾ കാണിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഇവിടെയാണ് CRE സമ്മേളനം നടക്കുമ്പോഴും എന്താണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ചത് എന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകളെ കൊണ്ട് പറയാൻ പ്രേരിപ്പിക്കുന്ന വല്ലാത്തൊരു ഘടകം. ഇത് പറയുമ്പോൾ ചില വിഷമങ്ങളുണ്ട്. പണ്ടൊരാൾ പറഞ്ഞതുപോലെ, വീട്ടിൽ മാംസം വാങ്ങി, കുറച്ച് ഇറച്ചി വാങ്ങി, അത് പാകം ചെയ്ത് അത് അവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്.
ഉമ്മ പുറത്തേക്ക് പോയ സമയത്ത് ഒരു നായ വന്ന് അതിൽ തലയിട്ടു, അല്പം കഴിക്കുകയും ചെയ്തു. ഇത് കണ്ടു നിൽക്കുകയാണ് ഒരു കുട്ടി, ചെറിയ കുട്ടി, വീട്ടിലുള്ള കുട്ടി. അങ്ങനെ കുട്ടിയെ കണ്ടപ്പോൾ നായ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അതും കണ്ട് ഉമ്മ അടുക്കളയിലേക്ക് വന്നു. ഉമ്മയും മകനും അന്തം വിട്ട് നിൽക്കുക. ഒരു 2-3 കിലോ ഇറച്ചി, അതിന് ഏതാനും കഷ്ണങ്ങൾ കഴിച്ചുകൊണ്ടാണ് നായ പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ വന്നു. വാപ്പാക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു. അപ്പൊ ഉമ്മ ഈ ഇറച്ചി കൊടുത്തു. മോൻ ഇത് രണ്ടും കണ്ട് ബേജാറായി നിൽക്കുക. എന്താ? പട്ടി നായ തിന്നതിന്റെ ബാക്കിയാണ് വാപ്പാക്ക് വിളമ്പി കൊടുത്തത്. ആ ഒരു സത്യം വാപ്പയോട് പറഞ്ഞാൽ വാപ്പ എന്ത് വിചാരിക്കും? ഉമ്മ എന്ത് വിചാരിക്കും? ഉമ്മാരെ എങ്ങനെ തല്ലി കിട്ടും അല്ലേ? ഇനി പറയാതിരുന്നാലോ? നായ തിന്നതിന്റെ ബാക്കി ആര് തിന്നും? വാപ്പ തിന്നും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ഒരു കുട്ടിന്റെ മനസ്സാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായി ഇത് പറയാൻ വേണ്ടി മൈക്കിന്റെ മുമ്പിൽ വെക്കുമ്പോഴാണ് നടന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിനെ സ്നേഹിക്കുകയും അങ്ങേയറ്റം ആത്മാർത്ഥമായി ഇതിനെ പിന്തുണക്കുകയും അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ശരീരവും സമ്പത്തും അധ്വാനവും ഉപയോഗിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഇരിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ഒക്കെ. എന്നിട്ട് ഇതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഒരു മൂന്നാം കക്ഷികൾക്ക് സ്പീക്കറിൽ പറയേണ്ട ഒരു രംഗമുണ്ടാവുക എന്നത് നിങ്ങളെക്കാളും ഒക്കെ അപ്പുറം വലിയ വേദന ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ചില ആളുകൾക്ക് ഒരു ധാരണയാണ് എന്ത്, അങ്ങനെ പറയും, മൈക്ക് കെട്ടി അപ്പുറത്തും പറയും, നിങ്ങൾക്ക് പറയാലോ, നേതാക്കന്മാരല്ലേ. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം ഉണ്ടായ നിങ്ങൾ കാണോ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുക? അതോ അയൽവാസികൾ ഉണ്ടാകുക? അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾക്കാർ ഉണ്ടാകുക? അതോ എപ്പോഴെങ്കിലും പാലുണ്ടെന്ന പത്രക്കാരനോ പാലുകാരനോ ഉണ്ടാകുക? ഏറ്റവും കൂടുതൽ വിഷമ വീട്ടുകാരനെ ഉണ്ടാകുക അല്ലേ? അപ്പോൾ അത് വിഷമം എല്ലാവർക്കും നല്ലോണം ഉണ്ട്. ആ വിഷമൊക്കെ ഉണ്ടായിട്ട് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും മിണ്ടാതിരുന്നു ഞങ്ങളൊക്കെ എത്ര കാലം മിണ്ടാതിരുന്നു അറിയോ? മിണ്ടാതിരിക്കുന്നവിടെ വരുന്നത് എന്താ? നിഷ്കളങ്കന്മാരായ, ഞാൻ നേരത്തെ പറഞ്ഞേ, ആ വീട്ടുടമസ്ഥന 30 കസേര പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അയാളെ ചിന്തിപ്പിച്ചത് എന്താ? ഞാൻ അയാളെ കുറ്റം പറയില്ല. അയാളെ ചിന്തിപ്പിച്ചത് എന്താ? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും ജിന്നിനോട് സഹായം തേടാമെന്നും ജിന്നിനോട് പ്രസഹായം തേടിയാൽ ശിർക്കല്ലെന്നും ഒക്കെ പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് എന്ന് അവരുടെ മനസ്സിൽ അടിച്ചു കയറ്റിയിരിക്കുകയാണ്. സന്ദർഭത്തിൽ നിന്ന് നടത്തിയിടുന്ന ചില ക്ലിപ്പുകളും അപൂർണമായ ചില ക്ലിപ്പുകളും വെച്ച് വാചക കസർത്തുകളിലൂടെ ഇത്തരം ചില ദുരാരോപണങ്ങൾ സ്ഥാപിച്ചു കൊടുത്ത ഏകപക്ഷീയമായ ചില പ്രസംഗങ്ങൾ കേട്ട് അത് അന്ധമായി വിശ്വസിച്ചിരിക്കുന്ന ചില സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. അവരങ്ങനെ പെരുമാറുകയാണ്. ആ പെരുമാറ്റം ഇനി വർദ്ധിക്കുമ്പോൾ അതിനിടയിൽ എങ്ങനെ ജീവിക്കും സുഹൃത്തുക്കളെ? സത്യം പറയാതെ. അതാ ഞാൻ പറഞ്ഞത്, ആ കുട്ടിയുടെ ഒരു മനസ്സാണുള്ളത്. പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം, പറഞ്ഞില്ലെങ്കിലോ ഇത്തരം ആളുകൾ തെറ്റിദ്ധരിച്ച് എവിടെ എത്തിയെന്നറിയോ? ഈ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ, ആ പള്ളിയിൽ മഗ്രിബ് നമസ്കാരത്തിന് വാങ്ങി കൊടുത്ത് ഇക്കാമത്ത് കൊടുക്കാൻ നിൽക്കുകയാണ്. ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞു. 10-60ഓളം ആളുകൾ ആ പള്ളിയിൽ കൂടിയിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഇമാമ് നിൽക്കാൻ വേണ്ടി മിഹ്റാബിലേക്ക് വന്നു. മിഹ്റാബിലേക്ക് എത്തിയപ്പോഴേക്കും തൊട്ടും പിന്നിൽ നിൽക്കുന്ന ഒരു കാരണവർ വധുവെടുത്ത് നമസ്കരിക്കാൻ സെഫ് കെട്ടി ഇക്കാമത്തും കഴിഞ്ഞ് തക്ബീർ കെട്ടാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാരണവർ അവിടെ നിന്ന് പുറംതിരിഞ്ഞ് നടന്നാണ് പോയി. ആളുകളെ വളകഞ്ഞു മാറ്റി സെഫുകൾക്കിടയിലൂടെ പുറത്തേക്ക് പോയി ഒറ്റക്ക് നിസ്കരിച്ചാണ് പോയി. എന്താ കാരണം? ഞാൻ ആ കാരണവരെ, ആ ഉപ്പയെ ഞാൻ കുറ്റം പറയില്ല. കാരണം എന്താ? അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ ഉത്തരവാദപ്പെട്ട ചില ആളുകളുടെ ഉത്തരവാദപ്പെട്ട നാവുകളിലൂടെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഇതാ, ഇവിടെ ഒരു വിഭാഗം ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അവ സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിലൂടെ വളർന്ന ഉദായിയെ പോലെ, ഇടവണ്ണ പോലെ, ഇടത്തനാട്ടുകരെ പോലെയുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ കാരണവന്മാർക്ക് പൊള്ളും, അവർക്ക് വേദനിക്കും. കാരണം ജിന്നുകൂടലും ജിന്നിറങ്ങലും അതുപോലെ തന്നെയുള്ള കൂടോത്രവും മാരണവും അതുപോലെയുള്ള ക്ഷുദ്രവിദ്യകളും ശിർക്കൻ വ്യവസായങ്ങളും ഒക്കെയായി നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് തൗഹീദിന്റെ തെളിമയിലേക്ക് ഈ പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവന്ന് ഇതിനെ നല്ലൊരു അവസ്ഥയിലാക്കി ഇപ്പോൾ മുന്നോട്ട് പോകുന്നതിനിടക്ക് വീണ്ടും ആ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങൾ സമ്മതിക്കൂല. അത് സ്വന്തം കുട്ടിയാണെങ്കിലും ശരി എന്ന നിലക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നവർ പാവങ്ങളാണ്. അവരെ നമ്മൾ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒരു ഭാഗം മാത്രമാണ് അവർ കേട്ടത്, അവർ പഠിച്ചത്, അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവർ വിശ്വാസത്തിന്റെ പേരിലാണ്, അവർ പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ്, അവർ തൗഹീദിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മറുവശം എന്തെന്ന് പറയേണ്ട സഹോദരങ്ങളെ, ഇല്ലെങ്കിൽ എവിടെ എത്തിയെന്നറിയോ? സിആർഇ ആണല്ലോ നമ്മുടെ വിഷയം. ഈ സിആർഇ ക്ലാസ് ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട്, മോറൽ ക്ലാസ് നടക്കുന്നുണ്ട്. ഈ അടുത്ത് മോറൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ഒരു രക്ഷിതാവ് മോറൽ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ട് ചെയ്യാണെന്ത്? കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതിക്ക് വരുന്ന കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവനെ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്താ കാരണം? എന്തോ ശിർക്ക് പ്രചരിപ്പിക്കുന്ന സ്ഥലം വിചാരിച്ച് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ആയാൽ എങ്ങനെ ഉണ്ടാവും? സ്വന്തം വീട്ടിൽ വാപ്പയും തമ്മിൽ കുട്ടികളും തമ്മിൽ മിണ്ടണില്ല. കുട്ടികളൊക്കെ പഴച്ചു പോയി വിചാരിച്ചിരിക്കുന്ന രക്ഷിതാക്കള്. ഈ ഒരു അവസ്ഥക്ക് എന്താണ് സാഹചര്യം? അതിവിടെ പ്രചണ്ഡമായ ചില പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രചാരണങ്ങൾ വെച്ചുകൊണ്ട് പരസ്പരം ഭിന്നിപ്പിലേക്കും പുതർക്കങ്ങളിലേക്കും ഇതുപോലെയുള്ള അകൽച്ചയിലേക്കും അത് എവിടെ എത്തും ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങൾ നാട്ടിലുണ്ടാവും. ആ ഫിത്തന ഭയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ഈ വിഷയത്തിന്റെ കാര്യം മൈക്ക് കെട്ടി പറയാൻ കാരണം. ഇതൊക്കെ മൈക്ക് കെട്ടിയാണ് നാട്ടിൽ പറഞ്ഞത്. മൈക്ക് കെട്ടിയാണ് ഇവിടെ നാട്ടിലൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് സ്വാഭാവികമായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും അകലാപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? ഈ വിഷയത്തിന്റെ മറുവശവും പറയാം. സമയം ഒരുപാട് പോയിട്ടുണ്ട്. വളരെ ചുരുക്കി ഞാൻ പറയാം. കേൾക്കുന്ന ആൾക്കാർ അവസാനം വരെ കേൾക്കണം എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വേഗം വീട്ടിലേക്ക് പോവാം. എല്ലാവരും കേട്ടോ എന്ന് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ പകുതി അവിടെ ഇവിടെ കേട്ടിട്ട് പോകുന്ന രീതി ഒരു കാര്യത്തിലും ശരിയല്ല. അംഗീകരിക്കണോ വേണ്ടത് കേട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം എന്താണ് നമ്മുടെ പ്രസ്ഥാനം ഇങ്ങനെ അവസ്ഥയിലേക്ക് വരാനുണ്ടായ കാരണം. അത് ഏറ്റവും പ്രധാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമ്മൾ നമ്മുടെ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൽ 2-3 ഘട്ടങ്ങൾ കാണാൻ കഴിയും. അതിലൊരു പ്രധാനപ്പെട്ട ഘട്ടം നമ്മുടെ ഒന്നാമത്തെ പ്രസിഡന്റായ കെ മൗലവിയും അതുപോലെ തന്നെ ഇ കെ മൗലവി, അതേപോലെ തന്നെ മുഹമ്മദ് അമാനി മൗലവി, ഉമർ മൗലവി, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, കെ പി മുഹമ്മദ് മൗലവി പോലെയുള്ള
പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും നയിച്ച ഒരു കാലഘട്ടമാണ് അതിന് ഒന്നാമത്തെ കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്ന് പിരിഞ്ഞുപോയ മടവൂർ വിഭാഗത്തിന് കൂടുതൽ സംഘടനയിൽ ആധിപത്യം ലഭിച്ച ഒരു രണ്ടാമത്തെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ കാലഘട്ടം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മടവൂർ വിഭാഗം പിരിഞ്ഞു പോയതിനു ശേഷം 2002 ശേഷം ഈ 2012 വരെയുള്ള ഒരു 10 വർഷത്തെ കാലഘട്ടം, ഈ 3 കാലഘട്ടത്തെയും നമ്മളൊന്ന് വിവച്ഛേദിച്ചുകൊണ്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിന്റെ വിഷയത്തിന്റെ മർമ്മം നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ആ ഒന്നാം കാലഘട്ടത്തിൽ നിന്നും രണ്ടാം കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? മടവൂർ വിഭാഗത്തിന്റെ പ്രശ്നം നമ്മൾ പല ആളുകളും ചെറുതാക്കിയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോഴും അതെന്തോ ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണെന്ന് വിചാരിച്ചവരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ സന്ദർഭത്തിൽ നമ്മുടെ ചില ആദർശപരമായ കാര്യങ്ങളിൽ നിന്ന് അവർ ബഹുദൂരം അകന്നുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അന്നത്തെ തീരുമാനത്തിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഖുർആനും സുന്നത്തും സ്വീകരിക്കണമെങ്കിൽ അത് സലഫുകളുടെ മാർഗം അവലംബിച്ചുകൊണ്ടാകണം. മുൻഗാമികളുടെ പാത, മുൻഗാമികൾ എന്നതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണ് സലഫുകൾ എന്നത്. മാർഗം എന്നതിന് പറയുന്ന പേരാണ് മൻഹജ് എന്നത്. മുൻഗാമികളുടെ മാർഗം എന്നതിന് മൻഹജു സലഫ് എന്ന് പറയും. ആ മൻഹജു സലഫ് ഒരു പ്രമാണമല്ല, അതൊരു മദ്ഹബല്ല, മറിച്ച് പ്രമാണത്തെ സ്വീകരിക്കുവാനുള്ള ഒരു രീതിശാസ്ത്രം മാത്രമാണ്. അഥവാ തന്റെ ബുദ്ധി കൊണ്ടോ തന്റെ ഇച്ഛക്കനുസരിച്ചോ കാലഘട്ടത്തിനനുസരിച്ചോ വ്യാഖ്യാനിക്കുകയല്ല പ്രമാണങ്ങൾ ചെയ്യേണ്ടത്, മറിച്ച് എങ്ങനെ വേണം, അതെങ്ങനെയാണ് ആദ്യകാലത്തെ തലമുറ, ഉത്തമ തലമുറ കൈക്കൊണ്ടത്, അതുപോലെ സ്വീകരിക്കണം. എന്നാലേ നമ്മൾ തെറ്റാതെക്കൊള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 72 വിഭാഗങ്ങളായി കഴിഞ്ഞു പോയ വിഭാഗങ്ങളായിട്ടുണ്ട്. എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറും. അതിലൊന്ന് മാത്രമേ സത്യത്തിന്റെ കക്ഷിയുള്ളൂ, ബാക്കിയെല്ലാം നരകത്തിലാണ്. ഏതാണ് ഒരു കക്ഷി? ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു കാര്യത്തിൽ നിലകൊണ്ടുപോ ആ കക്ഷിയാണത്. അതാണ് യഥാർത്ഥത്തിൽ ഈ സലഫിന്റെ മാർഗം അവലംബിക്കുന്ന കക്ഷി എന്ന് പറയുന്നത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. അങ്ങനെയാണ് പണ്ട് നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ സലഫികൾ എന്നുള്ള പേര് വരാനുണ്ടായ കാരണം. അതുകൊണ്ടാണ് കുറ്റിപ്പുറം സമ്മേളനത്തിന് മുമ്പും ശേഷവും ഒക്കെ സലഫി നഗർ എന്ന സമ്മേളനങ്ങൾക്ക് പേരിടാനുള്ള കാരണം. സലഫി മദ്രസ, സലഫി മസ്ജിദ് ഒക്കെ പറയാൻ കാരണം ഇത് നമ്മൾ പണ്ട് മുതലേ ആ കാലഘട്ടം മുതലേ അംഗീകരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അമാനി മൗലവിയുടെ തഫ്സീറുകളൊക്കെ വീട്ടിലുണ്ടാവും. ആ തഫ്സീറിന്റെ ആമുഖത്തിൽ അതാ അവതാരിക എഴുതിയിട്ടുണ്ട് ബഹുമാനായ KM മൗലവി. അദ്ദേഹം എഴുതിയപ്പോൾ പ്രയോഗിച്ച പ്രയോഗം എന്താ അറിയോ? ഈ തഫ്സീറിന്റെ പ്രത്യേകത ഇത് സലഫീങ്ങളുടെ മാർഗം അനുസരിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, തഫ്സീറാണ്. അഥവാ ഈ മൻഹജ് സലഫ് അംഗീകരിച്ചുകൊണ്ടാണ് എന്നതാ. അതുകൊണ്ടാണ് ഇന്നും ആ തഫ്സീർ ഇത് കാലാധിപത്യമായി നിലകൊള്ളുവാനുള്ള കാരണവും. അപ്പം അങ്ങനെയാണ് നമ്മൾ തോന്നിയിരുന്നത്. എന്താ മടവൂർ വിഭാഗം തീരുന്നറിയോ? ഇവർ ഇടക്കാലത്ത് ഇതങ്ങോട്ട് തള്ളിക്കളയും. എന്നിട്ട് ഡിക്ഷണറി വെച്ച് ഖുർആൻ ആയത്തുകളെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമമുണ്ടായി. അത് QLS-ലൂടെ പഠിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളുണ്ടായി. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ? മൻഹജ് സലഫ് എന്ന് പറഞ്ഞാൽ അത് ഒരു 5ാം മദ്ഹബാണ്, അത് ഗൾഫ് ഇറക്കുമതിയാണ്, അതെന്തൊക്കെയോ ഗൾഫിലുള്ള അന്ധവിശ്വാസമായിട്ട് കൊണ്ടുവരാണ്ടാകുന്ന പ്രശ്നമാണ് എന്ന് ഇടക്കാലത്ത് പറയാൻ ശ്രമിച്ചു, എഴുതാൻ ശ്രമിച്ചു, ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇതാണ് ഒരു വ്യതിയാനം, യഥാർത്ഥത്തിൽ പ്രധാനമായ വ്യതിയാനമായി വന്നത്. ഇതൊരു തിരിച്ചുപോക്കായിരുന്നു, ആദ്യ കാലത്ത് നിന്ന് തിരിച്ചുപോക്കായിരുന്നു. അതുപോലെ തന്നെ സംഘടനക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥ വന്നു. സുന്നത്തുകളും എല്ലാം കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. വേറെ ഒരു കാരണമുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിനെ പുറത്തുനിന്ന് എതിർക്കാൻ ഒരു ശത്രുവിനും ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശത്രുക്കൾ എന്നും സ്വീകരിച്ചിരിക്കുന്ന രീതി ഉള്ളിൽ കയറി എതിർക്കുക എന്നതാണ്. അങ്ങനെയാണ് ഷിയായിസം ഇവിടെ ഉണ്ടായത്. ഷിയായിസം ഉണ്ടായത് മുസ്ലിങ്ങൾക്കിടയിൽ ഷിയാക്കളെ ഉണ്ടാക്കിയത് ജൂതന്മാരാണ്. അങ്ങനെ മുസ്ലിങ്ങൾക്കുള്ളിൽ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സബഈനെ പോലെയുള്ള ആളുകളെ വേഷം കെട്ടിച്ച് ഉള്ളിലേക്ക് പറഞ്ഞയക്കുകയും എന്നിട്ട് മുസ്ലിമായ അദ്ദേഹം രംഗത്ത് വരികയും നബി കുടുംബത്തോട് താല്പര്യം കാണിക്കുകയും അവസാനം സ്വഹാബത്തെ ധിക്കരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു അണിനിരക്കുകയും അങ്ങനെ അലി റളിയല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ഷിഅത്തു അലി എന്ന രീതിയിൽ പിന്നീട് പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെയാണ് ഖബർ പൂജയും ആചാരങ്ങളും ഒക്കെ ഇസ്ലാമിന്റെ പേര് പ്രചരിപ്പിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞത് ഇസ്ലാം വിരോധികൾ ഉള്ളിൽ കയറി ആക്രമിക്കുക എന്ന ശൈലിയാണ് പണ്ട് കാലം മുതലേ സ്വീകരിച്ചത്. അതിനുവേണ്ടി സിയോണിസ്റ്റുകൾ രൂപം കൊടുത്ത ഒരു സംവിധാനമാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. അഥവാ ഇസ്ലാമിന് അക്കാദമിക തലത്തിൽ ഈ ജൂതന്മാരായ ചില ആളുകൾ പഠിക്കുകയും എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രമാണങ്ങളിൽ വസ്വാസുകൾ ഉണ്ടാക്കുകയും സംശയം ജനിപ്പിക്കുകയും മുസ്ലിങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ രീതിയാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. ആ ഓറിയന്റലിസത്തിന്റെ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ മോഡേണിസം എന്ന് പറയുന്നത്. ആ മോഡേണൈസ് ശേഷമാണ് മോഡേണൈസ് സൊസൈറ്റിയും അഹ്ലുൽ ഖുർആൻ വാദവും അവസാനം ചേകനൂർ മൗലവി ഒറ്റ എഴുന്നേറ്റ് വന്നുകൊണ്ട് കേരളത്തിൽ അത് കുറച്ചുകൂടെ ലളിതമായി തന്റെ സരസമായ ശൈലിയിൽ സാധാരണക്കാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രമാണവിരുദ്ധ സമീപനം ഇവിടെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇടക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. എന്റെ നാട് എടത്തനാട്ടുകരയാണ്. 1-2 വർഷങ്ങൾക്ക് മുമ്പ് പോലും അവിടെ ഉണ്ടായ അനുഭവം ഞാൻ പറയാം. ഒരു കുട്ടി അറബി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി സുബൈക്ക് ഒരു പഴയ പള്ളിയിൽ ക്ലാസ് എടുക്കുകയാണ്. ഒരു 10-60 കൊല്ലം പഴക്കമുള്ള പള്ളിയാണത്. അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ, ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. അപ്പോ സുബൈക്ക് പള്ളിയിൽ വന്നൊരു കാരണം, കുറച്ച് മതബോധം ഉണ്ടെന്ന് ഉറപ്പാണല്ലോ, പക്ഷെ പള്ളിയിൽ വന്നൊരു കാരണം പറയാ, മോനെ നിർത്തിക്കള, ക്ലാസ് നിർത്തിക്ക, അത്ര മതി. എന്താ കാര്യം? ഖബറിലൊന്നും ശിക്ഷ അല്ല. ആരാ എന്നോടൊക്കെ പറഞ്ഞു? ലോകപ്പിൽ പഠിച്ചോ മതിക്കോ, ലോകപ്പ് മർദ്ദനം പഠിച്ചോ ചെയ്യോ, വിചാരണയ്ക്ക് മുമ്പ് ഈ എന്തായി പറയുന്നത്? അപ്പൊ എന്താ സംഭവം? നേരത്തെ പറഞ്ഞ ഈ ചേകന്നൂർ ഉണ്ടാക്കിയ ഹദീസിനോടുള്ള ഒരു എതിർപ്പ് ഈ എടവണ്ണ പോലെ, അതുപോലെ തന്നെ ഒതായി പോലെ, എടത്തനാട്ടുകര പോലെ, വണ്ടൂര് പോലെയുള്ള പ്രദേശങ്ങളിലുള്ള മുജാഹിദുകളായി അറിയപ്പെടുന്ന മുതിർന്നവരിലും താഴെയുള്ളവരിലും ഒക്കെ അങ്ങേയറ്റത്തെ സ്വാധീനമുണ്ടായിട്ടുണ്ട്. സംശയിക്കേണ്ട കാര്യമില്ല. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ബഹുമാനായ AP രംഗത്ത് വന്നു. അങ്ങനെ അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി
പിൻവാങ്ങേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹത്തിന് തിരുഭാവം ഉണ്ടായി. ഇതിന് നേതൃത്വമില്ലാതെ പോയി. പക്ഷേ അദ്ദേഹം ഇളക്കിവിട്ട ഈ പ്രമാണവിരുദ്ധ സമീപനം, ഹദീസുകളോടുള്ള പുച്ഛമായ മനോഭാവം നാട്ടിൽ നിലനിന്നിരുന്നു. ചില മനസ്സുകളിൽ അതുപോലെ നിലനിന്നിരുന്നു. പക്ഷേ പുറത്തു പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ആ ആളുകൾക്ക് ഒരു നേതൃത്വം കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ അബ്ദുസ്സലാം സുലമി ചെയ്തത്. ഹദീസിന്റെ സംരക്ഷണത്തിന്റെ കവചമണിഞ്ഞുകൊണ്ട് പുറത്തു വരികയും എന്നിട്ട് ഹദീസ് നിഷേധത്തിന്റെയും അതിനുള്ള രീതിയും അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്ന ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അതാണ് ഇടക്കാലത്ത് എന്ത് സംഭവിച്ചു? സുന്നത്തുകളോടും ഹദീസുകളോടും ഒക്കെ ഒരു രണ്ടാം നമ്പർ സമീപനം ഉണ്ടായി. അദ്ദേഹത്തിന്റെ മനസ്സായിരുന്നു ഈ താടി വെക്കലൊന്നും അത്ര വലിയ ഗൗരവമുള്ള കാര്യമല്ല, അത് നീട്ടുന്ന കാര്യമൊന്നുമില്ല. അത് ആളുകളും സ്വീകരിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ആദ്യകാലത്തുള്ള തലമുറയിൽ നിന്നും മാറിയുള്ള ഒരു ചിന്ത യഥാർത്ഥത്തിൽ നമ്മുടെ ചില ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്, ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ സുന്നത്തുകളോട് ചില ആളുകൾക്കെങ്കിലും ഒരു വിമുഖത വരാനുണ്ടായ കാരണം. അത് പറയാൻ കാരണം എന്താ? ഇപ്പൊ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, ഈ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ടാണല്ലോ ഈ ചെറുപ്പക്കാരെ മുഖത്തൊക്കെ നീളമുള്ള താടി കാണാൻ തുടങ്ങി. ഇത് എന്തോ ഒരു സൂഫിസത്തേക്ക് പോണ പരിപാടിയാണ്, ഇത് കുറച്ചേറെ തന്നെയാണ്. ചില ആളുകളൊക്കെ അത് ഏറെയാണെന്ന് ഉത്തരവാദപ്പെട്ട നമ്മുടെ സംസ്ഥാന ആസ്ഥാനത്ത് തന്നെ അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്തരം അവസ്ഥ വന്നു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അതാണോ? അല്ല. ഇത് ബഹുമാന്യരായ നമ്മുടെ ഒന്നാം തലമുറയിലെ ആ പണ്ഡിതന്മാർ, അവരൊക്കെ ഇതിനോട് നല്ല തക്കുവയും ബോധമുള്ള ആളുകളായിരുന്നു. ഒന്നാമത്തെ പ്രസിഡന്റ് കെ മൗലവിയല്ലേ? ആ കെ മൗലവിന്റെ ഫോട്ടോ ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവും പഴയ സൗകര്യം, അതിലൊന്നും എടുത്ത് നോക്കുള്ളൂ. നെഞ്ചിന് താഴെ താടിയുള്ള ആളായിരുന്നു കെ മൗലവി അല്ലേ? അതേപോലെ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ഉമർ മൗലവി, അതുപോലെ തന്നെ KP മുഹമ്മദ് മൗലവി പോലെയുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഈ ഇടക്കാലത്തുള്ള സലാം സുലമിയെ പോലെയുള്ള ആളുകളിൽ നേതൃത്വം കൊടുത്തത് ഒരു കാരണം, നേരത്തെ പറഞ്ഞ ഒരു ചരിത്ര പശ്ചാത്തലവും ഇതിന്റെ കാരണമായി വർത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആളുകൾക്ക് തോന്നുന്നത് നമ്മളൊരു കേവല നവോത്ഥാന സംഘടന, അതിന് ഈ മടവൂർ വിഭാഗത്തിന്റെ അന്നത്തെ കാലത്തുള്ള ISM ആ ഒരു ലൈനിൽ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെളിവുകൾ ഇതിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഞാൻ പറയാം. മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പോലും അംഗീകരിക്കുന്ന ഒരു തെളിവ്, അതേതാ? ആശയ സമന്വയം എന്ന് പറയുന്ന ഒരു മാസിക നമുക്കിടയിൽ ഇറങ്ങിയില്ലേ? ഇന്ന് ആരെങ്കിലും അത് ന്യായീകരിക്കുമോ? അവരുടെ കൂടെയുള്ള ആളുകൾ ന്യായീകരിക്കുമോ? എന്തുകൊണ്ടാണ് ഇപ്പൊ ഇറങ്ങുന്നില്ല? കാരണം അത് തെറ്റായി പോയി അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ആ പാപ്പാന്റെ കഥ, വേശ്യപ്പെട്ടിന്റെ കഥ, കവിത, അതുപോലെയുള്ള കാർട്ടൂണുകൾ, ഇതൊക്കെ പള്ളി മെമ്പറുകളിൽ വെച്ച് ഇതിന് വരി ചേർക്കുന്ന ഒരു അവസ്ഥ വരെ ഇടക്കാലത്ത് മുജാഹിദ് ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു കേവല നവോത്ഥാന സംഘടന എന്ന തലത്തിലേക്ക് തലതാഴ്ത്തുന്ന ഒരു സാഹചര്യം ഇടക്കാലത്ത് നമ്മുടെ സംഘടനാ രംഗത്ത് ഉണ്ടായി പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സുന്നത്തുകളോടുള്ള ഒരു താല്പര്യക്കുറവ് വന്നു. അതുപോലെ ബുദ്ധിക്കമിതമായ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥ വന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായും ആദ്യകാലം മുതൽ കാത്തു സൂക്ഷിച്ച ഒരു മൂല്യമായിരുന്നു എന്ത്? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പിന്നെ അത് വേരുള്ള പ്രസ്ഥാനമാണ് എന്ന്. എന്നാൽ യാഥാസ്ഥിക വിഭാഗം നമ്മളെ പറ്റി പറയാറുള്ളത് എന്താ? അതിനൊരു വേരുമില്ല. അത് ഇവിടെ ഉമർ മൗലവിയും കെ മൗലവിയും കുറച്ച് ആൾക്കാർ തട്ടിക്കുട്ടി ഉണ്ടാക്കിയ ഒരു പുതിയ മതമാണ്, ഒരു പുതിയ സംഘടനയാണ് കേരളത്തിൽ, വേറെ എവിടെയും സാധനമല്ല എന്നുള്ള ഒരു ആരോപണം അവർ ഉന്നയിക്കാറുണ്ട്. നമ്മൾ പറയാറുള്ള മറുപടി എന്താ? അല്ല, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ മുജാഹിദുകളെന്നും ഇന്ത്യ രാജ്യത്ത് മുഴുവനും അഹ്ലെ ഹദീസ് എന്നും ലോകത്ത് മൊത്തം സലഫികൾ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിനോട് സമാനമായ ആദർശമുള്ള അഖീദയുള്ള പ്രവർത്തന രീതിയുള്ള ഒരുപാട് സംഘങ്ങൾ ഒരുപാട് ലോകത്തിന്റെ ഭാഗങ്ങളിലുണ്ട് എന്ന് കൃത്യമായി മറുപടി പറഞ്ഞു പോരാറുണ്ട്. എന്നാൽ ഇടക്കാലത്ത് എന്ത് സംഭവിച്ചു? MI മുഹമ്മദ് അലി സുല്ലമി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ മടവൂർ വിഭാഗത്തിൽ വന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സജീവമാവുകയും അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ട് പറഞ്ഞു, ഗൾഫ് സലഫികളും മുജാഹിദുകളും എന്നുള്ള പുസ്തകം എഴുതിയിട്ട് പറഞ്ഞു, മുജാഹിദുകളും അതുപോലെ തന്നെ ലോകത്തുള്ള സലഫികളും തമ്മിലൊരു ബന്ധമല്ല, അത് രണ്ടും രണ്ട്, ഇത് ഇവിടെ ഉണ്ടാക്കിയ സാധനമാണ്. ഏത് സുന്നികൾ പറയുന്ന അതേ സാധനം പറയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ വിദേശത്തുള്ള പണ്ഡിതന്മാരുമായി മസ്അലയിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അഖീദയിലും പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്നതിലും പ്രത്യേകിച്ച് തൗഹീദിന്റെ കാര്യത്തിലും അടിസ്ഥാനപരമായി തകരാറുണ്ട് എന്ന് ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ആ ധാരണകളൊക്കെ അട്ടിമറിച്ചു ഈ ഇടക്കാലത്ത് എന്നതാണ്. അതുപോലെ തന്നെ വളണ്ടിയർ കോറിലൂടെ നമ്മുടെ സംഘടനാ സുതാര്യതയെ ഇല്ലാതെയാക്കുന്ന അവസ്ഥ വന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ചർച്ചയാവുകയും 99 മുതൽ 2002 വരെ 2-3 കൊല്ലം ചർച്ചയായി അവസാന തീരുമാനമായി ഇവർ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായത്. അതിനുശേഷമുള്ള കാലഘട്ടം, കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം നേരിട്ട എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കാലഘട്ടമായിരുന്നു. ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? നമ്മൾ ഇപ്പൊ ചില ആൾക്കാർ പറയാ നമ്മൾ നവയാഥാസ്ഥികത്തിലേക്ക് തിരിച്ചുപോയിട്ടുണ്ട് എന്നത്. യഥാർത്ഥത്തിൽ തിരിച്ചുപോയി എന്ന വാക്ക് അതിൽ നിന്ന് എടുക്കാം, പക്ഷെ അത് നവയാഥാസ്ഥികത്തിലേക്കല്ല, അത് യാഥാസ്ഥികത്തിലേക്കല്ല, അത് അന്ധവിശ്വാസത്തിലേക്കല്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പരിപാലനമായ ആ ആദ്യ കാലഘട്ടത്തിലേക്ക് ഈ കഴിഞ്ഞ 10 വർഷം നമ്മൾ തിരിച്ചുപോയിട്ടുണ്ട്. KP മുഹമ്മദ് മൗലവിയുടെ, അമാനി മൗലവിയുടെ, ഉമർ മൗലവിയുടെ, അതുപോലെ തന്നെ KM മൗലവിയുടെ അവരെങ്ങനെയാണ് പ്രമാണങ്ങളെ കണ്ടത്? അവരെങ്ങനെയാണ് സുന്നത്തുകളെ സ്വീകരിച്ചത്? അവരെങ്ങനെയാണ് പ്രമാണങ്ങളെ സ്വീകരിച്ചത്? എങ്ങനെയാണ് അവർ മുന്നോട്ട് പോയത്? അവർക്ക് എങ്ങനെയായിരുന്നു ഗൾഫിൽ സലഫി പണ്ഡിതന്മാരുമായുള്ള നിലപാട്? ആ നിലപാടിലേക്ക് പരിശുദ്ധമായ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചുപോയി. അപ്പോൾ ചെറുപ്പക്കാരുടെ മുഖത്ത് KM മൗലവിയെ പോലെയുള്ള താടി വളർന്നു, ചെറുപ്പക്കാരുടെ മുഖത്ത് KP മുഹമ്മദ് മൗലവിയെ പോലെയുള്ള താടി ഉണ്ടായി, അവരുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുന്ന അവസ്ഥയുണ്ടായി എന്നതൊരു സത്യമാണ്, ഒരു വസ്തുതയാണ്. അത് ഞങ്ങൾ എവിടെയും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് നിരതമായ ഒരു കാലഘട്ടമായിരുന്നു. ഈ മടവൂർ വിഭാഗം വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. കാരണം അവർ പറഞ്ഞാൽ ഞങ്ങളെ പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾ സീറോ ആകുന്നതാണ്. പക്ഷെ സീറോ ആയത് അവരാണ്. തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന എറണാകുളത്തെ സമ്മേളനം തുടങ്ങി, ചങ്ങരംകുളം സമ്മേളനം, 2 സാൽവേഷനുകൾ, നന്മയിലേക്ക്
തിന്മക്കെതിരെ ഇസ്ലാമിനെ അറിയുക, മതത്തെ അറിയുക, പ്രമാണങ്ങളിലൂടെ പ്രവാചകനെ അറിയുക, നാഥനെ അറിയുക, നാളെയുടെ രക്ഷക്ക് മതം ഗുണകാംക്ഷയാണ്. അതുപോലെ തന്നെ അറിവ് സമാധാനത്തിന്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പരിപാടികൾ, അതിന്റെ ഭാഗമായിട്ടുള്ള സ്കോഡ് വർക്കുകൾ, ലൈറ്റ് എക്സിബിഷനുകൾ, ഇൻസൈറ്റ് എക്സിബിഷനുകൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് മതബോധം കിട്ടി, മതത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു, ദീനിലേക്ക് വരാൻ കഴിഞ്ഞു. പള്ളികളിൽ ജുമുഅക്ക് ആളുകൾ വർദ്ധിച്ചു, സുബൈക്ക് ചെറുപ്പക്കാരുടെ എണ്ണം കൂടി. അതുപോലെ ദീന് പഠിക്കാനുള്ള താല്പര്യം ആളുകളിലും ചെറുപ്പക്കാരിലും പ്രത്യേകം ഉണ്ടായി. സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു തെറ്റാണ്, ഇതൊരു കുറ്റമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായത്. ഇത് സഹിക്കാൻ കഴിയാത്ത വിഭാഗമാണ് മടവൂർ വിഭാഗം. കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അവർ അന്ന് മുതലേ തുടങ്ങിയപ്പോഴേ പറഞ്ഞാണെന്ത്, ഇതാ AP വിഭാഗം സിർക്കിലേക്ക് പോയി എന്ന് പറഞ്ഞു നോക്കി. 2002 പറഞ്ഞു നോക്കിയതാണത്. പക്ഷെ നടന്നില്ല. നമ്മളെല്ലാവരും മറുപടി പറഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. പിന്നെ 2006 തടമ്പാട്ട് താഴത്ത് സാൽവേഷൻ നടക്കുമ്പോൾ വീണ്ടും പറഞ്ഞു നോക്കി. പക്ഷേ നടന്നില്ല. അന്ന് അതിന് തെളിവ് കൊണ്ടുവരാൻ ശ്രമിച്ചു. ചില കട്ടുമുറിച്ച ക്ലിപ്പുകൾ എടുത്തുകൊണ്ടുവന്നു. ആ ക്ലിപ്പുകളിൽ തന്നെ ചില സംശയത്തെ ഇടവരുന്ന ചില സംഗതികൾ അത് പ്രസംഗിച്ച ആളുകൾ തിരുത്തുകയും ചെയ്തു, ആ CD പിൻവലിക്കുകയും ചെയ്തു, വിശദീകരിക്കേണ്ട കാര്യം വിശദീകരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കാവുന്ന വിഷയം ഉണ്ടായിരുന്നത്. അതോടുകൂടി അവസാനിപ്പിക്കാമായിരുന്നു. പല ആളുകളും പറയുന്നത് ജിന്ന് വിവാദം എന്നത് ഈ പ്രഭാഷകന്മാരും ആളുകൾ ഉണ്ടാക്കിയതാണെന്ന്. അല്ല, യഥാർത്ഥത്തിൽ ഈ സംഗതികൾ മടവൂർ വിഭാഗമാണ് ഇവിടെ നാട് മുഴുവൻ ക്ലിപ്പിട്ട് പ്രസംഗിച്ച് നാട് മുഴുവൻ പ്രയാസം ഉണ്ടാക്കിയത്. നമ്മൾ അപ്പോഴും മിണ്ടാതിരിക്കുക ചെയ്തത്. പക്ഷേ വല്ലാതെ ഇത് പ്രബോധനത്തെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക മാത്രമേ നമ്മുടെ പണ്ഡിതന്മാർ ആ സമയത്ത് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അതും അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. നമ്മുടെ ലൈറ്റ് എക്സിബിഷൻ നടക്കുന്ന സമയം നോക്കി നിങ്ങൾ, എത്ര ശാന്തമായിരുന്നു നമ്മുടെ ദഅവത്ത് പ്രവർത്തനം. അപ്പോൾ ഈ ആരോപണമൊക്കെ ഉന്നയിച്ച ആൾക്കാർക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്ത് ചെയ്ത് രണ്ടാമത് ഇങ്ങനെ ആകാൻ കാരണം? അതിനുള്ള കാരണമാണ് 1-2 സംഗതികൾ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, മടവൂർ വിഭാഗം എന്ത് ശ്രമിച്ചു, ഇനി ഇവരെ പുറത്തുനിന്ന് അടിച്ചാൽ ശരിയാവില്ല. നേരത്തെ ജൂതന്മാരും ഇവരൊക്കെ ചെയ്ത അതിന്റെ മറ്റൊരു ശൈലി. ഇനി പുറത്തുനിന്ന് ഇവരെ അടിച്ചാൽ ശരിയാവില്ല, ഇനി ഉള്ളിൽ കയറി തല്ലണം. അതിനെന്താ മാർഗം നോക്കി. അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഭൂതക്കണ്ണട വെച്ച് നോക്കി. അവരുടെ അതേ മനസ്സുള്ള ആരെങ്കിലും പുറത്ത് നിൽക്കുന്നുണ്ടോ, അതിനുള്ളിൽ നിൽക്കുന്നുണ്ടോ? അപ്പോഴാണ് KKP അബ്ദുള്ള എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ അവർക്ക് വീണ് കിട്ടിയത്. അദ്ദേഹത്തിന് ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഈ ചിന്തയാണ് ഉണ്ടായിരുന്നത്. സലാം സുല്ലമിയുടെ പുസ്തകമാണ് അദ്ദേഹം വായിക്കുക, അതാണ് പലപ്പോഴും ഉദ്ധരിക്കുക. അദ്ദേഹത്തിന് KNM എടുത്ത പല തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ അവർക്ക് തോന്നി പറ്റുന്നു. അപ്പൊ അദ്ദേഹം ഇവരെന്ത് ചെയ്തു എന്നറിയോ? അയാളെ പിടിച്ചു. അതുപോലെ അതിന് സമാനമായി ചിന്തിക്കുന്ന, പ്രത്യേകിച്ച് ജിന്നു വിഷയത്തിലും സിഹുറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അമാനി മൗലവിയും അതുപോലെ തന്നെ KM മൗലവിയും അതുപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബും ഒന്ന് പറഞ്ഞതൊന്നും അംഗീകരിക്കാൻ വിമ്മിഷ്ടമുള്ള ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനികളാണ് SLRCയിലെ ചില പഠിതാക്കൾ. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. പ്രൊഫസർ അബ്ദുൾ സാഹിബിനെ പോലെ, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിയെ പോലെ, അതുപോലെ KV അബ്ദുൽ ലത്തീഫ് മൗലവിയെ പോലെയുള്ള ആളുകൾ ഇതിനോടൊക്കെ ഒരു പുച്ഛമായ മനസ്സുള്ള ആളുകളായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം കോഴിക്കോടും അതുപോലെ തന്നെ പയ്യന്നൂരിലും കണ്ണൂരും ഒക്കെ അങ്ങനെയുള്ള ചില കൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരിതിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊപ്പം ഈ കാര്യങ്ങൾ അംഗീകരിച്ച് പോകാൻ കഴിയാത്തവരായിക്കൊണ്ട്, അപ്പോൾ ഇത്തരം ആളുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ പുറത്തു നിന്ന് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ഇതുവരെ അവരിട്ട് നടന്നിരുന്ന ക്ലിപ്പുകൾ അവർ പറഞ്ഞിട്ട് നാട്ടിൽ കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്തായി, ഈ KKP അബ്ദുള്ളന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം അതിൽ പുതിയ സീരീസ് ഉണ്ടാക്കി അരമണിക്കൂറിലേക്ക് ഡോക്യുമെന്ററി ആയി ചുരുക്കി കെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ മടവൂർ വിഭാഗം പറഞ്ഞു പഠിപ്പിച്ചാണ് സക്കരിയ വിഭാഗം എന്ന് പറഞ്ഞതിനുള്ളിൽ വിഭാഗമുണ്ട് എന്ന് അവർ പറഞ്ഞു നോക്കിയിട്ട് വിലപ്പോയില്ല. അതേ സംഗതി ഈ CD-യിലൂടെ വരുത്താൻ ശ്രമിച്ചു. മറ്റൊരു സംഗതി ചെയ്ത ഒരു പുസ്തകവും തയ്യാറാക്കി, അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി എന്നൊരു പുസ്തകം. ആ പുസ്തകവും തന്നെ എന്ത് ചെയ്തു? ഇവര് ഈ ആളുടെ പേരിൽ പുറത്തിറക്കി. ഈ 2 സാധനം ആർക്കാ കൊടുക്കേണ്ടത്? അത് കൊടുക്കേണ്ടത് സാധാരണക്കാർക്കല്ല, മറിച്ച് സംഘടനയെ കൊണ്ട് തീരുമാനമെടുപ്പിക്കേണ്ട ബോഡികളിൽ ആരാണോ ഉള്ളത് അവർക്ക് കൊടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിക്കണം. പക്ഷേ ഈ KKP അബ്ദുള്ള മാത്രം വിചാരിച്ചാൽ നടക്കുമോ? നടക്കില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് സഹായിയായി നേരത്തെ ഇവിടെ പേര് പരാമർശിക്കപ്പെട്ട അബ്ദുറഹ്മാൻ സലഫി കടന്നു വരുന്നത്. അദ്ദേഹം എല്ലാവിധ ഒത്താശകളും ഈ വ്യക്തിക്ക് ചെയ്തു കൊടുത്തു. എന്തിന്? നമ്മുടെ മഹാപണ്ഡിതന്മാരുടെ വീട്ടിലേക്കും ഓഫീസിലേക്കും കടന്നു ചെല്ലാൻ. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലുള്ളത് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. ആലോചിച്ചോക്കണം, എന്നിട്ട് കാണുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോ ഈ ഒരു സദസ്സിൽ ആരെങ്കിലും വന്നൊരു CD വിതരണം ചെയ്താൽ, ചിലപ്പോൾ ഇതിന്റെ എതിരാളികൾ വിതരണം ചെയ്താൽ മറ്റുള്ള ആളുകൾ അതിനെ മൈൻഡ് ചെയ്തോളുന്നില്ല. എന്നാൽ ഞാൻ എന്റെ ബാഗിൽ തന്നെ ഒരു CD കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ സംഘാടകരോട് പറയുന്നത് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഒരു പക്ഷേ കണ്ടുകൊണ്ട് വരും. അതുപോലെ ഒരു സാധാരണക്കാരൻ ബഹുമാനായ AP-യുടെ അടുത്തോ അല്ലെങ്കിൽ മദനിന്റെ അടുത്തോ പോയിട്ട് ഇത് അങ്ങോട്ട് കുറച്ച് കാര്യം പറയണമെങ്കിൽ CD ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പരിചയമില്ലല്ലോ, എനിക്ക് ഒഴിവില്ല എന്ന് അവർ പറഞ്ഞ് ഒഴിവാക്കും. എന്നാൽ ഈ ആൾ വരുന്നതിന് മുമ്പ് സലഫി വിളിച്ചിട്ട് എന്ന് പറയുന്ന KKP അബ്ദുള്ള എന്ന് പറയുന്ന ഒരാളുണ്ട് കണ്ണൂരിലെ, അയാൾ ഇപ്പം നിങ്ങളെ കാണാൻ വരും. അതുകൊണ്ട് അയാൾക്ക് കുറച്ച് സമയം കൊടുക്കണം. എന്നിട്ട് അദ്ദേഹം കാണിച്ചു തരുന്ന ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. അപ്പൊ അത് പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ സലഫി വിളിച്ച് പറഞ്ഞല്ലേ എന്ന നിലയ്ക്ക് ഇയാൾക്ക് വാതിൽ ഉറങ്ങും, ഇരിക്കാൻ പറയും, ചായ കൊടുക്കും, സംഗതികൾ കാണും. അപ്പൊ ആ ക്ലിപ്പുകളിലൊക്കെ ഉള്ളത് എന്താ? കൃത്രിമത്വമാണ്. മടവൂർ വിഭാഗം കൃത്രിമത്വം ഉണ്ടാക്കിയ സംഗതികളാണ് വരുന്നത്. സന്ദർഭത്തിൽ ഒരു സാധനം കട്ട് ചെയ്താൽ ആർക്കാ എന്താ തെളിയിച്ചുകൂടാത്തത്? എന്താ തെളിയിച്ചുകൂടാത്തത്? സഹോദരങ്ങളെ, ആ രൂപത്തിലുള്ള ക്ലിപ്പുകളാണ് അതിൽ. അതിന്റെ മറുവശം എന്താണെന്നുള്ളത് നോക്കാനും കണ്ടെത്താനും നമ്മുടെ പണ്ഡിതന്മാർക്ക് സമയം കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ ജമിയത്തുൽമയിലെ 10-50ഓളം പണ്ഡിതന്മാർക്ക് ഈ ചങ്ങായി കൊണ്ട് കാണിച്ചു കൊടുത്തു, ഇദ്ദേഹത്തിന്റെ സപ്പോർട്ടോട് കൂടി. മാത്രവുമല്ല, KNM സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞ ആളുകൾ ഇറങ്ങി വരുമ്പോൾ CD ടവറിന്റെ താഴെ നിന്നുകൊണ്ട് ഈ പ്രവർത്തകനും മറ്റുള്ള ചില സഹായികളും കൂടി ഈ പറഞ്ഞ പുസ്തകം ആ ആളുകൾക്ക് കൊടുത്തു. അന്ധവിശ്വാസത്തിലേക്ക് പിൻവിളി എന്ന പേരിലുള്ള മഞ്ഞച്ചട്ടയുള്ള ഒരു പുസ്തകം. പണ്ട് മടവൂരികൾ ഇറങ്ങിപ്പോയപ്പോൾ ഒരു നീലച്ചട്ടയുള്ള പുസ്തകം ചർച്ചയായിരുന്നു. അതിൽ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പുസ്തകത്തിന്റെ പേരിൽ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ പുസ്തകം വിതരണം ചെയ്തു.
നമ്മുടെ KNMന്റെ കൗൺസിലർമാർക്ക് ബുക്ക് കിട്ടി, CD കിട്ടി, നമ്മുടെ KJവിന്റെ പണ്ഡിതന്മാർക്കും കിട്ടി. ഇതൊക്കെ കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ മുഖേനയാവുമ്പോൾ ആളുകളൊക്കെ എന്ത് ചെയ്യും? അത് കേൾക്കാൻ തന്നതമാവുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു ധാരണ മടവൂർ വിഭാഗം നേരത്തെ പ്രചരിപ്പിച്ചത് നമ്മുടെ പണ്ഡിതന്മാരെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നു എന്നുള്ളതാണ്. അതിന് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ ഒരു 10 വർഷം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മടവൂർ വിഭാഗവുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം അത് വിശദീകരിക്കാൻ മുമ്പിലുണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനു മുമ്പ് പാലക്കാട് ഖണ്ഡന പ്രസംഗത്തിന്റെ സമയത്ത് അദ്ദേഹം ദഴവാരംഗത്ത് ആ നിലക്ക് നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഈ പ്രശ്നം കഴിഞ്ഞ ശേഷം ഈ 10 വർഷത്തെ നാം നേരത്തെ പറഞ്ഞ ദഴവാ പ്രവർത്തനങ്ങളുടെ ഉള്ളറകളിൽ അദ്ദേഹം ഉണ്ടായിട്ടില്ല. അത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. അത് അവസാന സ്റ്റേജിലും ആളുകൾക്ക് മുമ്പിലുമൊക്കെ ആ പരിപാടി വരുമ്പോൾ അതിന്റെ മുമ്പിലൊക്കെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ആത്മാർത്ഥമായി അതിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് KNMന്റെ ജോയിന്റ് സെക്രട്ടറിയായി അദ്ദേഹത്തെ വെച്ചിട്ട് ആ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം കൊടുത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദഴവാ വകുപ്പ് കൊടുത്തിട്ട് അത് അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്ക് ബഹുമാനായ AP വിളിച്ചിട്ട് വരാത്ത യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാസങ്ങളോളം സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്ക് വന്നിട്ടില്ല, എക്സിക്യൂട്ടീവുകൾക്ക് പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടില്ല. എന്നാൽ കേരളത്തിൽ ഇവിടെ സജീവമായി ദഴവാ പ്രവർത്തനം നടക്കുന്നുമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്തായി? അദ്ദേഹം കുറുമ്പ് പിടിച്ചാലും പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന അവസ്ഥ വന്നു. അദ്ദേഹത്തിന്റെ കുറുമ്പ് വില പോകുന്നില്ല. അന്ന് AP ക്കൊക്കെ ഉണ്ടായിരുന്ന നിലപാട് അദ്ദേഹം വരുന്നില്ലെങ്കിൽ വരണ്ട, നമ്മൾ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള നിലക്കാ. ഞാൻ ഇപ്പൊ എല്ലാവരും പറയുന്നത് AP-യെയും TP-യെയും സംരക്ഷിക്കുന്ന ഒരു കവചമായി അദ്ദേഹത്തെ എല്ലാവരും അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ ഇത് പറഞ്ഞിട്ട് ഈ ദഴവാ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കാത്തതും മുട്ടുനിന്നതുമായ ആ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം എവിടെയൊന്നും പറയുന്നില്ല. അത് ഒരു KK സക്കരിയ സ്വലാഹിയോ ISM-ഓ MSM-ഓ മുജാഹിദ് ബാലുശ്ശേരിയോ അബൂബക്കർ സലഫിയോ ഇവരോട് ആരോടുമല്ലല്ലോ ആ സമയത്ത് പ്രശ്നം. AP-യോട് പ്രശ്നം, TP-യോട് പ്രശ്നം. ഇതൊന്നുമല്ല. ഇതിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ 3 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊല്ലം ജില്ലയിൽ ഇലക്ഷൻ നടന്നു. കൊല്ലം ജില്ലയിൽ ഇലക്ഷൻ നടന്നപ്പോൾ അവിടെ കൃത്രിമമായ രൂപത്തിൽ കുറെ യൂണിറ്റുകൾ ഉണ്ടാക്കിയെന്ന പരാതി കിട്ടി. അന്ന് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിയായിരുന്നു അതിന്റെ ഓഫീസറായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ പരാതി കിട്ടിയപ്പോൾ അവസാനം അത് പരിഹരിക്കുന്നതിന് വേണ്ടി AP-യും TP-യും തന്നെ അതിന് മുജാഹിദ് സെന്ററിൽ നിന്നും സ്റ്റാഫിനെയും മറ്റു ആളുകളെയും ഒക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ആ മെമ്പർഷിപ്പ് എടുത്ത ആളുകളൊക്കെ ശരിക്കും മെമ്പർഷിപ്പ് ഉള്ളവരാണോ അല്ലേ, എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് അവരെ വിളിച്ചു വരുത്തി പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞയച്ച് അങ്ങനെ ആ ഇലക്ഷനിൽ കണ്ടെത്തി ഒരുപാട് വ്യാജ മെമ്പർഷിപ്പുകൾ ഉണ്ട്. അതൊക്കെ വെട്ടിച്ചുരുക്കി ഒഴിവാക്കി ആ ശാഖകളൊക്കെ ഇല്ലാതെയാക്കി ഇലക്ഷൻ മാറ്റി നടത്തി അതിന്റെ റിപ്പോർട്ട് KNMന്റെ എക്സിക്യൂട്ടീവിൽ കൊണ്ടുവന്നു. എന്നാൽ ഈ നീക്കത്തിന് എതിരായിരുന്നു വന്ന് അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ തന്നെ നൂർ മുഹമ്മദ് നൂർഷയും. എനിക്ക് ഓർമ്മയുണ്ടെന്ന് എക്സിക്യൂട്ടീവിൽ ബഹുമാനായ AP-യും TP-യും ഈ ഒരു കൊല്ലം ജില്ലയുടെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം വന്നിട്ടുണ്ട് എന്നും അത് ഇന്ന രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അത് പരിഹരിച്ചുകൊണ്ട് പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്, അത് എക്സിക്യൂട്ടീവ് അംഗീകരിക്കണം, ഇതാ ഞങ്ങൾ മേശപ്പുറത്ത് വെക്കുന്നു അതിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നൂർ മുഹമ്മദ് നൂർഷയും അതുപോലെ തന്നെ ഈ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിയും ഒക്കെ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അങ്ങേയറ്റത്തെ പ്രസംഗങ്ങൾ സംസാരങ്ങൾ AP-യുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി അവിടെ വെച്ച് സംസാരിച്ചിട്ടില്ലേ? നിഷേധിക്കാൻ കഴിയുമോ? ഒരാളുടെ മുമ്പിലല്ല, എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. എന്താ ഞാൻ പറയുന്നത് അറിയാം? ഇത് ഈ ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് നേതൃത്വത്തോട് ഒട്ടി നിന്നുകൊണ്ടല്ല ഇവർ മുന്നോട്ട് പോയത്. ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പല സന്ദർഭങ്ങളിലും ബഹുമാനിയായ നമ്മുടെ നേതാക്കന്മാർ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഇവർ മാറി നിന്നാലും ഇതിന്റെ ദഴവാ പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രീതി അതായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നുപോയിക്കൊണ്ട് ഒരു അപഗ്രഥത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ആ വിഷയം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ സാൽവേഷൻ ഉണ്ടാകുന്നതും മടവൂർ വിഭാഗം ഈ CD കൊണ്ടുവരുന്നതും പ്രശ്നമാകുന്നതും ഒക്കെ. യഥാർത്ഥത്തിൽ അവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്താ? അവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഈ പ്രശ്നം അപഗ്രഥിച്ച് ജമിയത്തുൽ ഉലമ കൂടി എത്രയും പെട്ടെന്ന് ആ തീരുമാനം ഉണ്ടാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്താ ഈ വിഷയത്തിലുള്ള പ്രശ്നം എന്നൊന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ പരിഹരിച്ചാൽ എന്താ? പരിഹാരമായില്ലേ? അപ്പൊ ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്തു? പിന്നെ സലഫി അദ്ദേഹത്തിന് പല കാരണങ്ങളാൽ വെറുപ്പുള്ള ചില പ്രബോധകന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽപ്പെട്ട ജാമ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ യോദായും ഇടവണ്ണേക്കാതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പറയാതെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ജാമ്യയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകനാണല്ലോ അബൂബക്കർ സലഫി, ഹംസ മദീനി, ഷമീർ മദീനി, ഇങ്ങനെയുള്ള ഒരുപാട് അധ്യാപകന്മാർ. അവരോടൊക്കെ പല കാരണത്താൽ അദ്ദേഹം തെറ്റി നിൽക്കുന്ന സന്ദർഭങ്ങളാണ് അതൊക്കെ. അതുപോലെ തന്നെ സക്കരിയ സ്വലാഹിയോടും മുജാഹിദ് ബാലുശ്ശേരിയോടും പല കാരണങ്ങളാൽ അദ്ദേഹം അകന്നു നിൽക്കുന്ന സമയമാണ്. അതിന് പല ഊഹങ്ങളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഞാൻ അതിന് സാക്ഷിയായിട്ടുണ്ട്. അതിന് സമയം അദ്ദേഹം അതൊക്കെ നിഷേധിക്കുകയാണ് എങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ, വെറുതെ നമ്മൾ പറഞ്ഞ സമയം കളയേണ്ട കാര്യം അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ഇത് നല്ല നിലക്ക് പരിഹരിച്ച് മുന്നോട്ട് പോയി ഷൂറ കൊണ്ട് പോകുന്നതിന് പകരം അതിന് നേതൃത്വം വഹിക്കുന്നതിന് പകരം ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി നേതൃത്വത്തെ അദ്ദേഹം ഇതുവരെ ഉടക്കി നിന്നിരുന്ന അദ്ദേഹവും നൂർഷയും നേതൃത്വത്തിനോടൊപ്പം കൂടുകയാണ്. ഒപ്പം കൂടിക്കൊണ്ട് എന്ത് സൂചിപ്പിച്ചു? ഇതാ ഈ പറഞ്ഞ ആൾക്കാർ പ്രശ്നക്കാരനെയാണ്, അവരെ ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ നേതൃത്വത്തെ ധരിപ്പിച്ചത്. അപ്പൊ അതിനെന്തുവാണ്? എന്താ കാരണമാണല്ലോ? കാരണം ഈ ജിന്ന് പ്രശ്നം തന്നെ അതൊന്ന് പ്രശ്നമാക്കുക. ആദ്യം പറഞ്ഞത് എന്താ? ഇവിടെ ജിന്ന് ബാധിക്കുന്നു പറയുന്നുണ്ട്, അതിന് ചികിത്സ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന രൂപത്തിൽ ആണ് ഭയങ്കര പ്രചാരണങ്ങൾ നടന്നത്. അപ്പൊ അതാണ് ജമിയത്തിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചർച്ച നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനും അതിന് മറുപടി പറയാൻ വേണ്ട. അതിന്റെ നോട്ട് ബുക്ക് ഇവിടെ നിന്ന് അതിന്റെ മീറ്റിംഗ് കൂടിയ ഡേറ്റ് വായിക്കേണ്ട കാര്യമില്ല, മിനിറ്റ്സ് വായിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? യോഗം നടന്നിട്ടുണ്ട്, പക്ഷെ തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ആധികാരികമായിട്ടാണ് ആ കാര്യം പറയുന്നത്. നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. എന്റെ കയ്യിലുള്ളത് നിങ്ങൾക്കറിയാം. ബഹുമാനായി ഇവിടെ നേരത്തെ മുഖ്യാതിഥിയായി ഇവിടെ പ്രസംഗിച്ച PN അബ്ദുൽ ലത്തീഫ് മദനി ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രധാനപ്പെട്ട ശ്രമത്തിന്റെ ഭാഗമായുള്ള ഒരു കടലാസാണ് എന്റെ കയ്യിലുള്ളത്.
ഈ ശ്രമം നടത്തുന്നത് എന്താ അറിയോ? 21/6/2011 21/6/2011 2 വർഷം മുമ്പാണ്, 1 വർഷം മുമ്പാണ്. ആലോചിച്ച് നോക്കണം. എന്നാൽ സാൽവേഷൻ ഉണ്ടാകുന്നത് 2006 അന്ന് മുതൽ ഇത് വിവാദമാണ്. ആ വിവാദമായ വിഷയത്തിൽ ജമിയത്തുൽ ഉലമ പല മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ എന്തുണ്ടായില്ല? അത് എടുക്കാവുന്ന തീരുമാനം കൃത്യമായിട്ട് എടുക്കുന്ന സ്വഭാവം ഉണ്ടായില്ല. അതുകൊണ്ടല്ലേ ഈ 2011 ഇങ്ങനെ ചർച്ച നടത്തേണ്ടി വന്നത്? അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണ്? ഈ ചർച്ചയ്ക്ക് വേണ്ടി ഇരിക്കുന്നതിന് വേണ്ടി PN അബ്ദുൽ ലത്തീഫ് മദനി TP-യുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങളെങ്കിലും ചർച്ചയിൽ കണ്ട് തീരാണെങ്കിൽ തീരട്ടെ എന്ന രൂപത്തിൽ അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ജമിയത്തിന് ചർച്ചയാകാത്തത്, ജമിയത്തിന് എന്ത് ചർച്ചയാകി തീരുമാനമാകാത്തത്? അതിനൊരു കാരണമുണ്ട്. ഈ ചർച്ചയായ വിഷയത്തിൽ ചർച്ച ചെയ്താൽ പ്രമാണങ്ങളിൽ ഉള്ളത് അതുപോലെ സ്വീകരിക്കാൻ പ്രയാസമുള്ള മനസ്സുള്ള ചില ആളുകളെങ്കിലും നമ്മുടെ നേതൃത്വത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് അബ്ദുറഹ്മാൻ സലഫിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്ത് ചെയ്തു? നിങ്ങളൊക്കെ വിശ്വസിച്ച് പോരുന്ന കാര്യത്തിന് എതിരായ വിശ്വാസമാണ് സക്കരിയ സുലൈക്കുള്ളത്, അതുപോലെയുള്ള അബൂബക്കർ സലഫിക്കുള്ളത്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവരെ നിന്ന് മാറ്റിത്തല്ലാതെ പറ്റില്ല. സ്വാഭാവികമായിട്ട് ആ വിഷയത്തിൽ അവർ ഒന്നായി. അതായത് ഇതിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമുള്ള കുറച്ച് ആൾക്കാർ നേതൃത്വത്തിലുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ ഇവർ ഒന്നായി നിന്നു മാത്രം. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ ചർച്ച നീട്ടിക്കൊണ്ടുപോയത്. പക്ഷേ ആ സമയത്താണ് PN ഇടപെട്ടുകൊണ്ട് ഈ ചർച്ച സംഘടിപ്പിച്ചത്. അപ്പൊ എന്താ അവിടെ പ്രധാനമായിട്ട് അന്നത്തെ ചർച്ച എന്നറിയോ? ശൈത്താൻ വസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ, അതൊരിക്കലും ഉപദ്രവിക്കൂല, ബാധിക്കൂല. അങ്ങനെ ബാധിച്ചാൽ അതിന് വെറുതെ ചികിത്സ കാര്യങ്ങളോ ഇല്ല എന്നുള്ള രൂപത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആ രൂപത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതും അങ്ങനെ കണ്ട് എന്ന് പറയുന്നത് ഈ സക്കരിയ സുലൈഹിന്റെ ഒറ്റപ്പെട്ട വാദമാണെന്ന രൂപത്തിലാണ് ജനങ്ങൾക്കിടയിലുള്ളത്. അപ്പോഴാണ് ഈ ചർച്ച. ഈ ചർച്ചയിൽ പങ്കെടുത്തതാരാ? ഈ ചർച്ചയിൽ പങ്കെടുത്ത 10 പണ്ഡിതന്മാർ. ഒന്ന് C. കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂര്, PN അബ്ദുൽ ലത്തീഫ് മദനി, M. അബ്ദുറഹ്മാൻ സലഫി, KK സക്കരിയ സുലൈഹി, അബൂബക്കർ സലഫി, ഹനീഫ് കായക്കൊടി, ശ്രീ ഷമീർ മദീനി, ശ്രീമൂലനഗരം, ഷംസുദ്ദീൻ P, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി. ഈ രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന 10 പണ്ഡിതന്മാരാണ്. എല്ലാവരും കേട്ടില്ലേ? ഇവർ ഈ ചർച്ചയിൽ രാവിലെ മുതൽ ഇരുന്ന് വൈകുന്നേരം തീരുമാനം ഉണ്ടായി. ജമിയത്തുൽ ഉലമ 2006 മുതൽ 2011 വരെ ചർച്ച ചെയ്തിട്ടില്ല, ഇങ്ങനെ തീരുമാനം ഉണ്ടായിരുന്നില്ല. ഈ ഒറ്റ കാര്യം ചിന്തിച്ചാൽ പോരെ? ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അതിൻ്റെ ഉള്ളിൽ എന്തോ തടസ്സമുണ്ട്. ആ തടസ്സമാണ് അഖ്ലാനിയത്ത് എന്ന് പറയും. അതിന് മൂടി വെച്ചിട്ടൊന്നും കാര്യമില്ല. അതാണ് പ്രശ്നം. അത് നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരെ മനസ്സിലുണ്ട്. അതാരാണ് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ചില അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അതിപ്പോൾ പറയേണ്ടതില്ല, നിഷേധിക്കണമെങ്കിൽ മാത്രമേ പറയേണ്ടൂ. വെറുതെ നമ്മുടെ നേതാക്കന്മാരെ ആളുകളിൽ ഇങ്ങനെ റോട്ടിലിട്ട് പറയേണ്ട കാര്യമില്ല, ഇത് ആവശ്യമില്ലല്ലോ. അതൊക്കെ നിഷേധിക്കണമെങ്കിൽ മാത്രം. പക്ഷേ ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ശിർക്കാരോപണവും ഇനിയും തുടരുന്നതും ആളുകളുടെ ചിത്രതയുണ്ടാകുന്നതിനും ഒരു അറുതി വേണമല്ലോ എന്ന നിലക്ക് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്താ ഈ തീരുമാനത്തിലുള്ളത്? ഇത് കേൾക്കാത്തവരും ഉണ്ടാവും. ഇതൊന്ന് വായിച്ച് കേൾക്കുന്നത് നല്ലതാ. എന്താ ഒരു സക്കരിയ സുലൈഹിക്ക് മാത്രമുള്ള ഒരു വിശ്വാസം ഈ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് കേട്ടേക്കാൻ ഞാൻ വിശദീകരിക്കണമെന്നില്ല. ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും ഖുർആനും സുന്നത്തിനും സ്വഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിന് സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശർഇയ്യ. റുഖിയ സ്വയം നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിനും വിരോധമില്ല. റുഖിയ നിർവഹിക്കുന്ന വ്യക്തി അത് തൊഴിലായി സ്വീകരിക്കുന്നതിനോ താൻ റുഖിയ ചെയ്യുന്നവനാണെന്ന് പരസ്യപ്പെടുത്തുന്നതിനോ ദീനിൽ മാതൃകയില്ല. കൂലി നിശ്ചയിക്കുന്നതിനും ന്യായമില്ല. ജിന്നുബാധ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. പല കാരണങ്ങളാൽ രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലം രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതിനോടൊപ്പം റുഖിയ ശർഇയ്യ ചെയ്യാവുന്നതാണ്. ഒരാളുടെ രോഗകാരണം ജിന്നു ബാധിച്ചതാണ് എന്ന് വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റൊരാൾക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. പിശാച് മനുഷ്യരിൽ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കുമൊക്കെ എത്തിക്കുന്ന വസ്വാസം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള സംഗതി. എന്നാൽ പിശാച് തോന്നലുകൾക്ക് പുറമെ ശാരീരിക ഉപദ്രവങ്ങളും ഉണ്ടാക്കും. റുഖിയയുടെ ഭാഗമായി അടിക്കുക പോലുള്ള സംഗതികൾ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതല്ല. റുഖിയ ശർഇയ്യ നടത്തുന്ന വേളയിൽ ജിന്നുമായി സംസാരിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള തആമുൽ നടത്തുന്നതോ പാടുള്ളതല്ല. റുഖിയ ശർഇയ്യക്ക് വേണ്ടി പ്രത്യേക കേന്ദ്രങ്ങൾ നടത്തുന്നതിന് യാതൊരു മാതൃകയുമില്ല. അത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിനെ എതിർക്കേണ്ടതാണ്. പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് കരകയറാൻ ആവശ്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ മുഴുവൻ ജനങ്ങൾക്കും പഠിപ്പിക്കേണ്ടതാണ്. റുഖിയ ശർഇയ്യ എത്രത്തോളം ആകാമെന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്തേണ്ടതും ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി കൊടുക്കേണ്ടതുമാണ്. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജിന്നിനോട് പ്രാർത്ഥനയാകുന്ന സഹായതട്ടം നടത്തുന്നതും ശിർക്കാണ്. ജിന്നിനോട് പ്രാർത്ഥനയാകുന്ന സഹായതട്ടമാണെങ്കിൽ അത് ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും ശിർക്കാണ്. ഇനി യാതൊരു പ്രാർത്ഥനയുമില്ലാത്ത കേവലമായ തീർത്തും ഭൗതികമായ ഒരു ചോദ്യമാണെങ്കിലോ അത് ഇന്നല്ലെങ്കിൽ നാളെ ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഹറാമാണ്, നരകത്തിൽ പോകുന്ന വിഷയമാണ്. എന്തായാലും സംശയിക്കേണ്ട കാര്യം സുഹൃത്തുക്കളെ, അടുത്തത് റുഖിയ ശർഇയ്യ നിർവഹിക്കുന്ന വേളയിൽ പ്രമാണവിരുദ്ധമായതിനാൽ ഒഴിവാക്കണമെന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് പിഞ്ഞാണത്തിൽ എഴുതി കുടിക്കൽ, റുഖിയക്ക് വേണ്ടി കാസറ്റുകളും സീഡികളും ഉപയോഗിക്കൽ, മൈക്ക് സെറ്റ് ഉപയോഗിക്കൽ, അന്യ സ്ത്രീകളുമായി തനിച്ചാകലും സ്പർശിക്കലും. ഈ കാര്യങ്ങൾ പരിഗണിച്ച് KJUK എന്ന് നിർദ്ദേശിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളോട് യോജിച്ചുകൊണ്ട് മാത്രം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. ഇതിൽ 10 ആളുകൾ നിങ്ങൾ ഓർക്കണം. അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, അതുപോലെ തന്നെ ഹനീഫ് കായക്കൊടി ഉണ്ട്, അനസ് മൗലവി ഉണ്ട്, KK സക്കരിയ സുലൈഹി ഉണ്ട്, നമ്മുടെ നാട്ടുകാരനായ അബൂബക്കർ സലഫി ഒക്കെ അടങ്ങുന്ന പണ്ഡിതന്മാരെടുത്ത തീരുമാനമാണ്. അപ്പൊ ഈ തീരുമാനം വന്നപ്പോൾ എന്തായി? ഇത് സക്കരിയ സുലൈഹിക്കുള്ള വാദമല്ല, ഇതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അപ്പൊ എന്താ പ്രശ്നം? പിന്നെന്താ പ്രശ്നം? പിന്നെ എന്തിന്റെ പേരിൽ ഒഴിവാക്കുക? അപ്പൊ ഇത് നേരത്തെ സുതാര്യമായ ചർച്ച നടന്ന തീരുമാനമാകും. തീരുമാനമായ പിന്നെ ശിക്ഷിക്കാനും പുറത്താക്കാനും ഒരു കാരണം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് തീരുമാനമാകാതെ പോയത്. അത് തീരുമാനമാക്കാതെ മുന്നിൽ കൊണ്ടുപോകുന്നതിൽ ഇദ്ദേഹത്തിന് കാര്യമായ പങ്കുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താ കാര്യം? അദ്ദേഹത്തിന് ഒരു കാരണം ഉണ്ടാക്കിയിട്ട് പുറത്താക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കാരണം കൈവിട്ട് പോയി. ഈ കാരണം കൈവിട്ട് പോയപ്പോഴാണ് യാ ഇബാദല്ലാഹി എന്നുള്ള ദുർബല ഹദീസ് ചർച്ചയ്ക്ക് വെച്ചത്, ദൗറയിൽ ചർച്ച വെച്ചത്, എന്നിട്ട് ജബ്ബാർ മൗലവിനെ കൊണ്ട് പ്രബന്ധം അവതരിപ്പിച്ചത്. എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ആ സമയത്ത് KK സക്കരിയ സുലൈഹി ദൗറയിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ? 'ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയം അല്ലാതെ'. എല്ലാവരും ധാരണ അദ്ദേഹമാണ് ഈ ഹദീസ് കൊണ്ട് വന്നതെന്നാണ്.
അല്ല. ഇത് ആ സമയത്ത് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയം അല്ലാതെ. അത് മുമ്പേ നമ്മൾ പറഞ്ഞ നിലപാടല്ല, എന്താ പ്രശ്നം, ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ അതിന് പറ്റിയ സന്ദർഭമല്ല. അദ്ദേഹം വിട്ടുക ചെയ്തത്. അതുകൊണ്ടല്ലേ നമ്മുടെ ഹനീഫ് കായക്കുടിയെയും ഫൈസൽ മൗലവിയെയുമാണ് എന്ത് ചെയ്തത്, അതിന്റെ പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിന് അവർ പ്രബന്ധം തയ്യാറാക്കി. എന്താ പ്രബന്ധത്തിലുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ്. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, പ്രാർത്ഥനയാകുന്ന സഹായതട്ടവും ശിർക്കാണ്. എന്നാൽ ഭൗതികമായ കേവലമായ ചോദ്യമാണെങ്കിലോ അത് ഇന്നല്ലെങ്കിൽ നാളെ ശിർക്കിലേക്ക് എത്തും. അതുകൊണ്ട് ആ വാതിലടക്കണം, ആ വഴിക്കാർ പോകാൻ പാടില്ല, അത് ഹറാമാണ്. ഇതന്നെ അവരും പറഞ്ഞത്. അതിന്റെ ആശയമാണ് എന്നിട്ട് എന്ത് ചെയ്തത്, ജമിയത്തുൽ ഉലമയുടെ നിർവാഹക സമിതിയിൽ ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് സക്കരിയ സ്വലാഹി പങ്കെടുക്കുന്നത്. അതിന് മുമ്പ് ഒന്നുമില്ല, ശരിക്കും ആലോചിക്കണം. എന്നിട്ട് ചർച്ച വന്നപ്പോൾ സക്കരിയ സ്വലാഹി പറഞ്ഞത് ഈ ഹനീഫ് കായക്കുടിയും ഫൈസൽ മൗലവി അവിടെ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അവിടെ വെച്ച് അതും അങ്ങനെ തീരുമാനമായി കഴിഞ്ഞാൽ നീ കാരണമില്ല, പുറത്താക്കാൻ കാരണമില്ലല്ലോ, അതും തീരുമാനം എന്താ ചെയ്യാം. അപ്പോഴാണ് അവിടെ വെച്ച് മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു ഫത്വ അവിടെ അംഗീകരിക്കപ്പെട്ടത്. അതായത് നാസറുദ്ദീൻ അൽബാനിയുടെ ഒരു ഫത്വയും രചനാദായിയുടെ മറ്റൊരു ഫത്വയും കൂട്ടിച്ചേർത്തുകൊണ്ട് യായ്ബാദയുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ജിന്നിന്റെ സഹായതട്ടവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫത്വയും കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ആശയക്കുഴപ്പമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി അദ്ദേഹം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്നത് അവിടെ അവതരിപ്പിക്കാൻ ശ്രമമുണ്ടായി. അതിലൊപ്പില്ലാന്നാണ് എന്ത് ചെയ്തത് ഇദ്ദേഹം പറഞ്ഞത്. നേരത്തെ ഹനീഫ് കായക്കുടിയും ഫൈസൽ മൗലവിയും പറഞ്ഞ അഭിപ്രായത്തിന് അതിന് കുഴപ്പമില്ല, അതാണല്ലോ ദൗർയെടുത്ത തീരുമാനം, അതാണല്ലോ ഇവിടെ വെച്ച് ചർച്ച ചെയ്യേണ്ടത് അംഗീകരിക്കേണ്ടതും. യഥാർത്ഥത്തിൽ എന്നിട്ട് ഇത് ഇദ്ദേഹത്തിന് ഒറ്റപ്പെട്ട വാദമാണെന്ന് വരുത്തി തീർത്തിട്ടാണ് പിന്നീടുണ്ടായ പ്രശ്നമൊക്കെ അതൊക്കെ യോദായി പരിസരത്തൊക്കെ ആ വിധേയരായ ആളുകൾക്ക് പിന്നെ പറഞ്ഞതും വിശദീകരിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ആദ്യത്തെ കാരണം കൈവിട്ട് പോയപ്പോൾ പിന്നെ കൊണ്ടുവന്ന കാരണമാണ് യഥാർത്ഥത്തിൽ ഇത്. ഇതിന്റെ അവസ്ഥയും ഇവിടെ നേരത്തെ PN പറഞ്ഞു. നമ്മുടെ 3 ആളുകൾ കുവൈത്തിൽ പോയിട്ട് ചർച്ച ചെയ്തപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാർ കേട്ടിട്ട് പറഞ്ഞത് എന്താ, അതിന്റെ പരിഭാഷ PN പറഞ്ഞാൽ നമ്മുടെ ദർശനത്തിലുണ്ട്. ഇതാണ് ആ ദർശനം എന്ന് പറയുന്നത്. കുവൈത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ തർക്കം, കുവൈത്ത് പണ്ഡിത സഭയുടെ ഇസ്ലാമിക പരിഹാരം, അവർ KNM KJU അയച്ചിട്ടുണ്ട്. അതിന്റെ കോപ്പി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. എന്നാൽ പ്രബലമായ അഭിപ്രായം ജിന്നുകളോടുള്ള സഹായതട്ടം പല രൂപത്തിലുണ്ട് എന്നതത്രേ. അതിൽ ശിർക്കും ശിർക്കിലേക്കുള്ള വഴിയായിത്തീരുന്നതുമുണ്ട്. എന്നാൽ അവയെല്ലാം തന്നെ ശിർക്കിലേക്ക് എത്തിച്ചേരുവാനുള്ള വാതിലടക്കുക എന്ന അർത്ഥത്തിൽ ഹറാമാണ്. ഈ അഭിപ്രായത്തിൽ ലോക പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. അവർക്കിടയിൽ യാതൊരു ഭിന്നാഭിപ്രായവുമില്ല. അത് അനുവദനീയമല്ല എന്ന വിഷയത്തിലും എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. കേരള നേതൃത്വ മുജാഹിദിന്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും നേതാക്കളിലും പ്രബോധകന്മാരിലും പരസ്പര ഭിന്നിപ്പിനും ശത്രുതക്കും വിദ്വേഷത്തിനും കാരണമാകുമെന്നതിനാൽ ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല. ഭിന്നിപ്പ് ഏറ്റവും ദുഷിച്ച കാര്യമാണ്. അപ്പൊ എന്താ ഇതൊരു നിഷ്പക്ഷമായി ചിന്തിക്കണം. എന്റെ കാരണന്മാരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇതൊരു സക്കരിയ സ്വലാഹിയുടെ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണെങ്കിൽ അദ്ദേഹത്തിന് ലോക സലഫി പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ പോയി അദ്ദേഹത്തിന്റെ ഒരു വാദത്തിലേക്ക് അവരെയൊക്കെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ? അത്ര ബന്ധമുള്ള KNM-നൊന്നും ഇവരൊന്നും സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇദ്ദേഹത്തിന് ലോകം മുഴുവൻ നടന്നിട്ട് എല്ലാ സലഫി പണ്ഡിതന്മാരെയും ഇദ്ദേഹത്തിന്റെ ഒരു പഴച്ച ചിന്തയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ അതിനൊക്കെ നമുക്ക് എത്ര മനസ്സ് വേണമെന്ന് ആലോചിച്ച് നോക്കി. അതൊന്നല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് സലഫി പണ്ഡിതന്മാരെ മുഴുവൻ അറിയുന്നുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. ഇതെന്താ യഥാർത്ഥത്തിൽ ഒരു കുഴപ്പം ആർക്കും പറ്റിയിട്ടില്ല. ഇപ്പൊ അതാ അവസാന സംവാദങ്ങൾക്ക് മേൽ സംവാദം നടന്നു. ഫൈസൽ മൗലവി തുറന്ന വേദിയിൽ മുഖാമുഖങ്ങൾ നടത്തി, ചോദിച്ചവർക്കൊക്കെ കൃത്യമായ പ്രമാണബദ്ധമായ മറുപടിയും കൊടുത്തു. അവസാന സംവാദം കഴിഞ്ഞപ്പോൾ ആയത്തുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു വന്നതാ. ആയത്ത് എഴുതിയപ്പോ ആ ആയത്തിനെ പറ്റി ഇപ്പൊ കാന്തപുരം ദുർവ്യാഖ്യാനം ചെയ്യണ മാതിരിയാണെന്ന് പറഞ്ഞ് നടക്കപ്പോ അതും ബഹുമാന്യനായ ഫൈസൽ മൗലവി പറഞ്ഞു, ആ ആയത്ത് മാത്രം വെച്ച് ഇതാ അബ്ദുറഹ്മാൻ സലഫി തന്നെ വരട്ടെ, ഞാൻ റെഡിയാണ്, ഇവിടെയും റെഡിയാണ്, ഈ ലക്ഷങ്ങൾ കൂടട്ടെ എന്ന് അദ്ദേഹം 10,000-കണക്കിന് ആളുകളെ കടപ്പുറത്ത് സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഉപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തെറ്റിദ്ധരിച്ച വിഷയം ഇതാണ് അതിന്റെ അവസ്ഥ ഉള്ളത്. ഇപ്പൊ ആ വെല്ലുവിളി ഏറ്റെടുക്കാനൊന്നും അവർ തയ്യാറാകുന്നില്ല. പക്ഷെ ആരോപണം വഴിക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെയായിരുന്നു തന്നെ? ഇങ്ങനെയായിരുന്നു അല്ല. മുജാഹിദ് പ്രസ്ഥാനം ഒരു വിഷയം പറഞ്ഞാൽ തെളിവ് സമർപ്പിക്കാനും ശത്രുക്കൾ ആരോപണം ഉന്നയിച്ചാൽ ബഹുമാനായ AP പറയാറുണ്ട്, വാദപ്രതിവാദം നമ്മൾ ക്ഷണിച്ചു വരുത്താറില്ല, എന്നാൽ വാദപ്രതിവാദത്തിന് ആരെങ്കിലും വെല്ലുവിളിച്ചാൽ ഒഴിഞ്ഞു നിൽക്കുകയും ചില ചരിത്രം നമുക്കില്ല എന്ന് പറയാറുണ്ട്. എവിടെ പോയി ആ നിലപാടൊക്കെ? അപ്പൊ എന്താ വിഷയം? ഇത് മാറ്റിവെക്കാൻ കഴിയില്ല. ഇനി അതിന്റെ മേലൊരു തെളിവ് നിങ്ങൾക്ക് വേണോ? ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ ആസൂത്രണം നടന്ന, ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ആസൂത്രണം നടന്ന നമ്മുടെ പ്രസ്ഥാനത്തിലെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന്റെ ഏറ്റവും നിർണായകമായി പിന്നിൽ പ്രവർത്തിച്ച ഒരു ഗ്രൂപ്പ് യോഗമുണ്ട്. 5/6/2011 ഡേറ്റ് നമ്മൾ മറക്കാൻ പാടില്ല. 5/6/2011 ഒരു ഗ്രൂപ്പ് യോഗം. ആ ഗ്രൂപ്പ് യോഗത്തിൽ അവർ സംസാരിച്ച ആ ശബ്ദരേഖ ഇന്ന് നെറ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. നെറ്റിൽ വ്യാപകമാണ്. അതിൽ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എന്താണ് സക്കരിയാനെ ഈ വിഷയത്തിൽ വിമർശിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല, എന്നാൽ നമ്മൾ സിർക്ക് നിനക്ക് പോയി എന്നുള്ള രൂപത്തിലും ആ സിർക്കിലേക്ക് പോകും ഭാവിയിൽ എത്തുന്ന രൂപത്തിലാണ് പറയാൻ നല്ലത്. അപ്പൊ എന്താ അവിടുന്നാണ് ഈ ആരോപണം തട്ടിപ്പറിച്ച് ഉണ്ടാക്കുക. അതിന്റെ ഓഡിയോ ആണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. ആ യോഗം നടക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അറിയോ? ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയവും ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ ഒരു ഭാഗത്ത് ഈ KKP അബ്ദുള്ളയെ ഉപയോഗിച്ച് പണ്ഡിതന്മാരുടെ അടുത്തൊക്കെ ഈ ക്ലിപ്പ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് അവരൊക്കെ ഈ ധാരണയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. മറുഭാഗത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അതിന് വരണാധികാരിയായി പ്രൊഫസർ അബ്ദുൽ സാഹിബിനെ വെക്കും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ആളാണ്, അദ്ദേഹത്തെ വെക്കും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വിഷയത്തിൽ കുറച്ചൊക്കെ മതപരമായ കാര്യങ്ങൾ പഠിക്കുകയും ഈ നെറ്റുകളിലും അതുപോലെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നത് യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെയാണ്. അപ്പൊ അവർക്ക് കാര്യം ഈ വിഷയത്തിൽ എന്താ ഉണ്ടായിരിക്കുന്നത് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ 40 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഇലക്ഷനിൽ ശാഖ മുതൽ സംസ്ഥാനം വരെ എക്സിക്യൂട്ടീവിൽ വരാൻ പാടില്ല എന്നുള്ളത് വിജ്ഞാപനത്തിൽ എഴുതി ചേർത്തു. ഒന്നാമത്തെ കാര്യം ചെയ്തത് അതാ. പിന്നെ ചെയ്തത് എന്താ അറിയോ? ഇലക്ഷൻ വിജ്ഞാപന ഒരു ഭാഗത്ത് പുറപ്പെടുവിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഗ്രൂപ്പ് യോഗം കൂടി മുജാഹിദ് സെന്ററിൽ കൂടി. ആ യോഗം അവിടെ നടക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത കുറെ ആളുകൾ, എന്നാൽ ഒരു പ്രത്യേക ബോഡി അല്ലാതെ. അപ്പൊ ഞങ്ങൾ അവിടെ SB സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട് അപ്പുറത്തെ ഹാളിൽ.
അപ്പോൾ ആ യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവർ ഇതിൻ്റെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൽ പിന്നെ നൂർ മുഹമ്മദ് നൂർ സാഹിബ് ഉണ്ട്, അതുപോലെ അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, പ്രൊഫസർ അബ്ദു ഉണ്ട്, പാലത്ത് അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ KV അബ്ദുൽ ലത്തീഫ് മൗലവി ഉണ്ട്, അനീഫ് കായക്കൊടി ഉണ്ട്, അനസ് മൗലവി ഉണ്ട്, ഇങ്ങനെയുള്ള KKP അബ്ദുള്ള ഉണ്ട്, അതുപോലെ ഹാരിസ് ചേരൂർ എന്ന് പറയുന്ന നമ്മെ വിമർശിച്ചിരുന്ന സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്ന KNM ൽ ഞാനില്ല എന്ന് തുറന്നു പറഞ്ഞ വ്യക്തി, ഇന്ന് അവരെ ഹഡ്ഡോക്കിന്റെ ജില്ലാ ഭാരവാഹിയായ വ്യക്തി, അദ്ദേഹം അവിടെ ഉണ്ട്. ഇവരൊക്കെ പാടെ കൂടിയ ഒരു യോഗം, ഒരു 10-40 ആളുകളുടെ ഒരു യോഗം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ബഹുമാനായ AP ഉണ്ട് അവിടെ റൂമിലിരിക്കും, റൂം കയറി ചോദിച്ചു, മൗലവി എന്താ അവിടെ യോഗം നടക്കുന്നത്, നിങ്ങൾ അറിയുമെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ AP അത് അറിയില്ല ഉറപ്പായി. പുറത്തിറങ്ങി ടീപ്പിനെ വിളിച്ചു നോക്കി, അല്ല മൗലവി ഇത് അവിടെ യോഗം നടക്കുന്നത് നിങ്ങൾ അറിയോ? ഞാനും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ KNM പ്രസിഡന്റും സെക്രട്ടറി ആ യോഗം അറിയില്ല, പിന്നെ ISM ഏതായാലും അറിയില്ല, MSM അറിയില്ല, MGM അറിയില്ല, പിന്നെ എന്തിന്റെ യോഗം? എന്തിന്റെ യോഗം? മുജാഹിദുകൾ ചോദിക്കേണ്ട വലിയൊരു ചോദ്യമാണ്. ആ 93 കാലഘട്ടങ്ങളിൽ മേപ്പയൂർ സലഫിയിൽ അസ്കർ അലി സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ഗ്രൂപ്പ് യോഗത്തിന്റെ ഒരു കത്ത് കഴിഞ്ഞ 10 വർഷം മുമ്പ് ആ പ്രശ്നത്തിൽ നിർണായകമായ ചർച്ചയായിരുന്നു. അതിനേക്കാളും ഭീകരമായ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ CD ടവറിൽ നടന്ന ഈ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. നിങ്ങൾക്കറിയില്ലേ, ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് സംഘടനാ ആസ്ഥാനത്ത് തന്നെ അതിന്റെ സംഘടനാ ബോഡികൾ ചർച്ച ചെയ്യാതെ KNM-ന്റെയോ ISM-ന്റെയോ MSM-ന്റെയോ ഒരു ബോഡിയിലും ചർച്ച ചെയ്യാതെ ആലോചിക്കാതെ ഒരു യോഗം തനിക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചു ചേർത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ലക്ഷ്യം? സുഹൃത്തുക്കളെ, അപ്പൊ രണ്ടാളോട് ചോദിച്ചപ്പോൾ ഒരു വിവരമല്ലേ, ഞങ്ങൾ ഇറങ്ങിപ്പോരാ. ലിഫ്റ്റ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആ ലിഫ്റ്റിലൂടെ മേലൊക്കെ ഒരാൾ വരുന്നുണ്ട്. മലപ്പുറം വെസ്റ്റിലുള്ള ഒരു പ്രവർത്തകനാണ്, മൂസ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ജിന്നിന്റെ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ ഇറക്കാനുള്ള ഒരു പരിപാടിയാണ്, അതിന് ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, അത്ര മാസത്തിൽ അവിടെ പോവാണ്. ആ വിഷയം അജണ്ട മനസ്സിലായി. അപ്പൊ ആ യോഗത്തെ പറ്റി പറഞ്ഞാൽ എന്താ, പിന്നെ അന്വേഷിച്ച് ആദ്യം പറഞ്ഞത് പയ്യന്നൂർ ഭാഗത്തുള്ള ചില പ്രവർത്തകന്മാർ തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് മസലാത്താക്കാൻ വേണ്ടി വിളിച്ച യോഗമാണ്. എന്നാൽ അതിനുവേണ്ടി എന്തിനാ CD ടവറിൽ വരുന്നത്? ഇനി അതിനു വേണ്ടിയാണ് കൂടിയതെങ്കിൽ എന്തിനാ അതിന് മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ പ്രവർത്തകന്മാർ, എന്തിനാ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ പ്രവർത്തകന്മാർ, എന്തിനാ കോഴിക്കോട് സൗത്ത് ജില്ലയിലെ പ്രവർത്തകന്മാർ, എന്തിനാ കോഴിക്കോട് നോർത്ത് ജില്ലയിലെ പ്രവർത്തകന്മാർ, എന്തിനാണ് വയനാട്ടിലെ പ്രവർത്തകന്മാർ, എന്തിനാണ് കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയവരെല്ലാവരും ഒപ്പുവെച്ച് ബഹുമാനായ TP-യുടെ വീട്ടിൽ ചെന്ന് 10-35 ആളുകൾ വീടിന്റെ ഉമ്മറത്ത് ചെന്ന് രാത്രി 11 മണിക്ക് ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത്? എത്രയും പെട്ടെന്ന് സക്കരിയ സ്വലാഹി ഇന്ന ആളുകളെയും പുറത്താക്കണം, ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് മെമ്മോറാണ്ടം സംഘടിപ്പിക്കുന്നത് AP ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന കാരണത്താൽ പത്തപ്പിയത്തിലേക്ക് വരാതിരിക്കുകയും ഒരാളുടെ കയ്യിൽ ആ കത്ത് കൊടുത്തയക്കുകയും ചെയ്തത് എന്തിനാണ്? അതൊക്കെ പയ്യന്നൂരിലെ പ്രശ്നം പരിഹരിക്കാനാണ്. എന്തിനാണ് ഈ കളവ് പറയുന്നത്? സഹോദരങ്ങളെ, ഇതാണ് അവസ്ഥ. അപ്പൊ ആ യോഗം എന്നത് ഈ പ്രശ്നങ്ങളിൽ നിർണായകമായ ഒരു ആ യോഗത്തിൽ വെച്ചാണ് എന്ത് ആരോപണം പറയണമെന്നൊരു ധാരണ ഉണ്ടാക്കുന്നതും ഇലക്ഷനിൽ എങ്ങനെ ആളുകളെ മാറ്റി നിർത്താമെന്നതിന് അജണ്ടകൾ തയ്യാറാക്കുന്നതും. അങ്ങനെയാണ് യഥാർത്ഥ KNM-ന്റെ തെരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങൾ നല്ലോണം ആലോചിക്കണം. എല്ലാവരും പറയുന്നത് എന്താ, KNM-ന്റെ തെരഞ്ഞെടുപ്പ് നടന്ന ഏകകണ്ഠമായി ഒക്കെ തെരഞ്ഞെടുത്ത് ഒരു തീരുമാനം എടുത്താൽ നമ്മുടെ ബാധ്യത അംഗീകരിക്കലല്ലേ? അത് അംഗീകരിക്കാം, നമ്മുടെ സംഘടന അംഗീകരിക്കല്ല. അപ്പൊ എന്താ, അതുകൊണ്ട് അങ്ങനെ നിഷ്കളങ്കായി ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനീ പറയുന്നത്. ഇങ്ങനെയാണ് നടക്കുന്നത്. എന്നിട്ടോ ഓരോ ശാഖയിലും പല പ്രശ്നങ്ങൾ വെച്ചിട്ട് പോയത്. എന്തിനധികം പറയണ്ടല്ലോ, എസ് ജില്ലയിൽ എത്ര മണ്ഡലങ്ങളിൽ പ്രശ്നമുണ്ടായി, അവസാന ജില്ലാ തെരഞ്ഞെടുപ്പ് പിന്നെ വോട്ടെടുപ്പിന് വേണ്ടി വന്നില്ലേ? 145ഓളം ആളുകൾ എതിർത്ത് വോട്ട് ചെയ്തില്ലേ ഇപ്പോഴുള്ള ജില്ലാ കമ്മിറ്റിക്കെതിരായിട്ട്? അതേപോലെ തന്നെ കോഴിക്കോട് സൗത്ത് ജില്ലയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇലക്ഷൻ നടന്നിട്ട് ബഹളമായി അവസാനം തീരുമാനമാകാതെ പിരിഞ്ഞില്ലേ? ആ പിരിഞ്ഞ വിഷയം ഇപ്പോൾ കോടതിയിൽ KNM-ന്റെ കൗൺസിലർമാർ തന്നെ കേസ് കൊടുത്തില്ലേ? ആ കേസ് കൊടുത്ത് വിധി വന്നില്ലേ? ഈ 25 ആളുകളെ തെരഞ്ഞെടുത്ത രീതി ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് വിധി വന്നില്ലേ? അങ്ങനെ ബഹുമാനായ AP-യും PK അഹമ്മദ് സാഹിബും MM മദനിയും പാലത്ത് അബ്ദുറഹ്മാൻ മദനിയും സലീം ചാലിയവും അതുപോലെയുള്ള ആളുകളും ഒക്കെ സംസ്ഥാന കൗൺസിലർ പദവി പോലും ഇല്ലാതെ മാറി നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ? ഏതാനും ദിവസങ്ങൾ സെക്രട്ടറിയും പ്രസിഡന്റ് എന്ന പദവി TP-ക്ക് അനുവദിക്കാൻ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നില്ലേ? പിന്നീട് ഇപ്പം എന്താ സംഭവിച്ചത്? ഇലക്ഷൻ നടത്തി. അതും ഒരു പുതിയ പുനരാമലയിലേക്കാണ് വന്നിട്ടുള്ളത്. എന്താ കാരണം? ഒരു വിധി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടത്, ഒന്നുകിൽ വിധി അംഗീകരിക്കുക അല്ലെങ്കിൽ വിധി തള്ളിക്കളയുക. ഇവിടെ എന്താ ചെയ്തത്? വിധി ശരിയല്ല എന്ന് പറഞ്ഞ് അപ്പീൽ പോയി. അപ്പീൽ പോകാൻ പറഞ്ഞ അർത്ഥം എന്താ? നേരത്തെ ഞങ്ങൾ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണല്ലോ അപ്പീൽ പോകുക. ഒരു കുഴപ്പമില്ല എന്നാണ് അപ്പീൽ പോകുക. അതൊരു ഭാഗത്ത് ചെയ്തു. മറുഭാഗത്ത് എന്ത് ചെയ്തു? ഇലക്ഷൻ നടത്തുകയും ചെയ്തു. അപ്പൊ ഇലക്ഷൻ നടത്തിയപ്പോൾ എന്തായി? ഇപ്പൊ നേരത്തെ ശരിയല്ലാന്ന് സമ്മതിച്ചിട്ടല്ല ഇലക്ഷൻ നടത്തുന്നത്. ഇനി നേരത്തെ ഈ അപ്പീൽ പോയത് പാസ്സായി വന്നാലോ ആ 23 ആളുണ്ടാവും. ഇപ്പൊ തെരഞ്ഞെടുത്ത് 23 ആളുണ്ടാവും. ആകെ 23 ആളെ മാത്രമേ സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആകെ നൂലാമാലയാണ്, പ്രശ്നമാണത്. ഇനി ഈ തെരഞ്ഞെടുത്ത ആളുകൾക്ക് വേണമെങ്കിൽ ജനറൽ സെക്രട്ടറി ആകാം. പക്ഷേ KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി നിലവിലുണ്ട്. അപ്പൊ മാറ്റി KNM സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് മാറ്റേണ്ടി ഒരുപാട് നിയമ പ്രശ്നങ്ങൾ. അതുപോലെ സസ്പെൻഡ് ചെയ്ത ആളുകളുണ്ട്. ആ സസ്പെൻഡ് ചെയ്ത ആളുകളൊക്കെ വിളിച്ചിട്ടാണ് യോഗം നടത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ സസ്പെൻഷന്റെ വിധി എന്താ? ഇങ്ങനെ ഒരുപാട് നിയമ പ്രശ്നങ്ങൾ. ഇതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു കുതന്ത്രത്തിലൂടെ ഇലക്ഷൻ നടത്തിയപ്പോൾ സംഭവിച്ച പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ അത് ലൈവായി നിൽക്കുകയാണ്. ഇപ്പോൾ KNM-ന്റെ പ്രസിഡന്റും അതുപോലെ ചില ആളുകളും ഭാരവാഹിത്വത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി ഭരണഘടനാപരമായി ഉണ്ടെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണുള്ളത്. ഈ അവസ്ഥയ്ക്ക് വന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. 2-3 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവിടെ കമ്മിറ്റി വന്നത്. കാസർഗോഡ് ജില്ലയിൽ പല മണ്ഡലങ്ങളിലും പല പ്രാവശ്യം മാറ്റിവെച്ചു ഇലക്ഷൻ ഇല്ലേ? അവസാനം സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പായപ്പോ ആ 35 ആളുകളുടെ പാനൽ ഉണ്ടാക്കിയിട്ട് നാട് മുഴുവൻ അതിനുവേണ്ടി ഒപ്പിടിക്കൽ നടന്നു ഇല്ലേ? ഒരുപാട് ആളുകൾ അടുക്കുകൾ കൊണ്ടുപോയി മുൻകൂട്ടി ഒപ്പിടിച്ചു. ഒരു ക്യാൻവാസിംഗ് നടത്തി. അങ്ങനെ ക്യാൻവാസിംഗ് നടത്തിയ അടിസ്ഥാനത്തിലാണ് ആ 35 ആളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ബഹളമുണ്ടായി. ആദ്യ സമയത്ത് ബഹളങ്ങളുണ്ടായി. ഒരുപാട് പാനലുകൾ വന്നു. അവസാനം ഒരു പിളർപ്പിലേക്ക് പോകരുത് എന്നതുകൊണ്ട് പാനൽ അവതരിപ്പിച്ചവരൊക്കെ പിൻവലിച്ചു. അതുകൊണ്ട് ക്യാൻവാസ് ചെയ്തുകൊണ്ട് വന്ന പാനൽ തന്നെ പാസ്സായി. അങ്ങനെയാണ് ഇപ്പൊ 35 ആൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ 35 ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ മഹാഭൂരിപക്ഷ ആളുകളും ഇദ്ദേഹം പറയുന്നതിനനുസരിച്ച് നിൽക്കുന്നവരാണ്. അങ്ങനെ ആൾക്കാരേ ഉള്ളൂ. എന്നാൽ സാത്വികന്മാരായ നേതാക്കന്മാർ അതിലുണ്ട്. അവർക്ക് ഈ വിഷയങ്ങൾ അവഗാഹത്തോടു കൂടി പഠിക്കാനും അതുപോലെ അവലോകനം ചെയ്യുവാനുമുള്ള സമയമില്ല. അതിന്റെ പ്രായവും കഴിഞ്ഞ ആളുകളുണ്ട്. അത്തരം ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവർക്ക്
വിഷയത്തിന്റെ മർമ്മം അറിയാത്തതുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കുകയല്ലാതെ അവർക്ക് നിർവാഹമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സദസ്സിൽ നിന്ന് സ്വാഭാവികമായും അതിൽ തീരുമാനമെടുക്കുന്ന ആ തീരുമാനത്തിന് എതിര് പറയാൻ ആരും ഉണ്ടാവില്ല. ആർക്കറിയാത്തത് എല്ലാവരും ചോദിക്കുന്ന വലിയൊരു ചോദ്യം എന്താ വെച്ചാൽ, സംഗതിയൊക്കെ ശരിയാണ്, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുമല്ല, സഹായം തോന്നുന്നവരും ഇല്ല, ഈ പറഞ്ഞതൊക്കെ തെറ്റാണ്, ഈ പിരിച്ചതൊക്കെ ശരി തെറ്റന്നെയാണ്, പക്ഷെ ഇതൊക്കെ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്നതാണ്, അത് ഞങ്ങൾക്ക് കഴിയുന്നില്ല, അങ്ങനെ ഉണ്ടാവില്ല, മഹത്തായ പ്രസ്ഥാനമല്ലത്, ഒരാളെങ്കിലും എതിർക്കൂലേ? ഇങ്ങനെയൊക്കെയുള്ള കുതന്ത്രങ്ങളിലൂടെ ഒക്കെ ഒരാൾ ശ്രമിച്ച് അതിന് ചില ആളുകൾ നിന്നു കൊടുക്കാത്ത കാരണം ഞാൻ പറഞ്ഞു, അവരുടെ ചില പ്രമാണത്തിലുള്ളത് അതുപോലെ അംഗീകരിക്കുവാൻ പ്രയാസമുള്ള ചില ആളുകളുണ്ട്. ആ ഒരു യോജിപ്പാണ് അവർ തമ്മിലുള്ളത്, വേറെ യോജിപ്പൊന്നുമല്ല. ആ യോജിപ്പുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ യോജിച്ചു. അപ്പൊ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ സെലക്ഷൻ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഉടൻ തുടങ്ങിയത് എന്താ? അത് കൈ കിട്ടിയ ഉടനെ തന്നെ തുടങ്ങിയത് ഈ നടപടികൾ നടക്കെടുക്കാൻ വേണ്ടി തുടങ്ങുക ചെയ്തത്. അങ്ങനെയാണ് സക്കരിയ സ്വലാഹിനെ പുറത്താക്കുന്ന വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കി. മുൻകൂട്ടി കൃത്യമായ പ്ലാനിങ് ചെയ്തിട്ടല്ലേ അത് പുറത്താക്കിയത്? ആ പ്ലാൻ ആർക്കാ കണ്ടെത്താൻ കഴിയാത്തത്? ഇവിടെയുള്ള ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ വരെ ആലോചിക്കും സഹോദരങ്ങളെ, എത്രത്തോളം നീതി നിഷേധമാണ് ആ വിഷയത്തിൽ നടന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് KNMന്റെ എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ ഈ വിഷയം ഒരുപാട് സ്റ്റെപ്പുകൾ കഴിഞ്ഞ 23 സ്റ്റെപ്പ് ആവർത്തിച്ച് നാട് മുഴുവൻ വായിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വായിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് മറുവശം പറയാൻ അവിടെ ആരുമില്ല. മാത്രവുമല്ല എക്സിക്യൂട്ടീവ് അവതരിപ്പിച്ചു. അതിനോട് കൃത്യമായി തന്റെ നയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സക്കരിയ സ്വലാഹി തന്നെ ഒരു കത്ത് കൊടുത്തിരുന്നു എക്സിക്യൂട്ടീവിൽ. ആ എക്സിക്യൂട്ടീവ് നിങ്ങൾ പറയും, ഒരു നിർണായകമായ ഒരു നാട്ടിൽ വിവാദമായ വിഷയത്തിന് തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രം അവതരിപ്പിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി അവിടെ വായിച്ചു കേൾക്കണ്ടേ? വേണ്ടേ? അത് വായിച്ചു. നിങ്ങൾ എല്ലാവരോടും ചോദിച്ചാൽ മതി. നമ്മുടെ നേതാക്കൾ അത് വായിച്ചു. അവിടെ ഇങ്ങനെ സാധനം കിട്ടിയിട്ടുണ്ട്, അത് ന്യായീകരിക്കുന്നതാണെന്ന് തൊള്ളോണ്ട് പറയാനല്ലാതെ അതല്ല ചെയ്യേണ്ടത്. വസ്തുനിഷ്ഠമായി ചെയ്യേണ്ടത് എന്താ? അത് ആദ്യം കുറ്റപത്രം വായിക്കുകയാണെങ്കിൽ അത് വായിക്കാം. ഇദ്ദേഹം അതിന് തന്ന മറുപടി എന്നതാണ്, അതും വായിച്ച് കേൾപ്പിക്കുക. അത് അവിടെ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ ചർച്ച ഉണ്ടാകുക? ഈ 23 സ്റ്റെപ്പ് കേട്ടാ തോന്നുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ ചെയ്ത് പറഞ്ഞിട്ടും കേൾക്കാത്ത ആളാണെങ്കിൽ അത് പുറത്താക്കാനല്ലേ വേണ്ടത് സ്വാഭാവികമായിട്ടും വിചാരിക്കുക. പിന്നെ എങ്ങനെ ഒരു കമ്മിറ്റി ആയിട്ട് വന്നതാണ് നീ നേരത്തെ പറയും ചെയ്തില്ല. പിന്നെ എന്താ അവിടെ പാസ്സാക്കാൻ ഏകണ്ഠമായി പാസ്സാക്കാൻ എന്താ പിന്നെ പണിയുള്ളത്? പിന്നെ നിങ്ങൾക്ക് അറിയോ, KNM എക്സിക്യൂട്ടീവ് ഒരു തീരുമാനം എടുത്താലേ ആ തീരുമാനം ശരിക്കും അതിന് അംഗീകാരം പൂർണ്ണമായി കിട്ടണമെങ്കിൽ എന്ത് വേണം? കൗൺസിൽ കൂടി അംഗീകരിക്കണം. പ്രത്യേകിച്ച് ആളുകൾക്ക് അത് യോജിപ്പുണ്ടെങ്കിൽ. പരമാധികാര സഭ കൗൺസിലാണ്. അപ്പൊ ആ കൗൺസിൽ ശരിക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയോ? ഈ തീരുമാനം എക്സിക്യൂട്ടീവ് എടുക്കുന്നത് 2012 ഓഗസ്റ്റ് 22-നാണ്. ഡേറ്റ് നിങ്ങൾ മനസ്സിൽ നിന്ന് കുറിച്ച് വെക്കണം. ഓഗസ്റ്റ് 22-നാണ് എക്സിക്യൂട്ടീവ് തീരുമാനം എടുക്കുന്നത്. കൗൺസിൽ വിളിച്ചിരിക്കുന്നതോ സെപ്റ്റംബർ 2-നും. ഏകദേശം ഒരാഴ്ച മാത്രമാണ് അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്. അപ്പൊ എന്ത് സംഭവിക്കും? എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം വേണമെങ്കിൽ കൗൺസിലിന് ചോദ്യം ചെയ്യാം, തിരുത്താനുള്ള അവകാശമുണ്ട്. യഥാർത്ഥത്തിൽ സക്കരിയ സ്വലാഹിക്കെതിരെയുള്ള നടപടി നാട്ടുകാരോട് വിശദീകരിക്കേണ്ട സമയം എപ്പോഴാണ്? ആ സ്റ്റെപ്പ് കൂടി കഴിഞ്ഞിട്ടല്ലേ? സെപ്റ്റംബർ 2-ാം തീയതി കൗൺസിൽ കൂടി ചേർന്ന് അദ്ദേഹത്തിന്റെ കത്ത് വായിച്ച് അദ്ദേഹത്തിന്റെ കുറ്റപത്രവും വായിച്ച് കൗൺസിലിൽ നല്ല രീതിയിലുള്ള ചർച്ച നടന്ന് എന്നിട്ട് കൗൺസിൽ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ തീരുമാനം നാട്ടുകാരോട് വിശദീകരിക്കാൻ പാടുള്ളൂ. ഇവിടെ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ടായില്ലേ? എന്താ അവിടങ്ങളിലൊക്കെ നടപടികൾ നടക്കാറില്ലേ? പത്രങ്ങളിൽ നമ്മൾ റിപ്പോർട്ടുകൾ വായിക്കാറില്ലേ? എന്താ അവരുടെ സഭകളിലും സമിതികളിലും ഒക്കെ നടക്കാറുള്ളത്? ഒന്നിൽ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത വേദിക്ക് വേണ്ടി കാത്തു നിൽക്കും. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താ? ആ കൗൺസിൽ വരുന്നതിന് മുമ്പ് ആ കൗൺസിലിനെ പാകപ്പെടുത്താൻ വേണ്ടി പിന്നെയും ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുകയാണ്. ഇത് എവിടെയെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും? എന്താ സംഭവം അറിയോ? എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം 200 വരുന്ന കൗൺസിലർമാരുടെ മുമ്പിൽ വായിച്ച് പാസ്സാക്കണമെങ്കിൽ എന്ത് വേണം? ഈ കൗൺസിലർമാർക്ക് തോന്നണം സക്കരിയ സ്വലാഹി ശരിക്ക് പോയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കണം. അതിനെന്ത് ചെയ്തു? വരാതെ സക്കരിയ സ്വലാഹിനോട് അതിന്റെ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്, മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. 6 മാസമായിട്ട് അദ്ദേഹത്തിന് മിണ്ടാൻ പാടില്ല. ഇവർ സംഘടനയിൽ കൂടി ഇങ്ങനെ പറയുന്ന കാര്യം നാട്ടുകാർ അങ്ങനെ വിശ്വസിക്കണം. അതിന്റെ മറുവാശം പറയാൻ എവിടെയെങ്കിലും എഴുന്നേറ്റാൽ അത് സംഘടനാ വിരുദ്ധമായിട്ട് അത് അടുത്ത കുറ്റപത്രത്തിൽ 24-ാമത്തെ ചാർജായിട്ട് വരും. ആലോചിക്കും. അവർ മനുഷ്യനെ മിണ്ടാതെ അവിടെ മൂലക്ക് നിർത്തുക. എന്നിട്ട് ഈ എക്സിക്യൂട്ടീവിൽ എന്ത് ചെയ്തു? ഇത് അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച സാധനം കൗൺസിലിൽ പാസ്സാക്കാൻ വേണ്ടി 3 സ്ഥലത്ത് യോഗം വിളിച്ചു. 3 സ്ഥലത്ത്. അതിലൊന്ന് കോഴിക്കോട് ജില്ലയിലെ പിന്നെ കൊടുവള്ളിക്കടുത്ത് മണ്ണിൽക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുകളിലത്തെ തട്ടിലാണ് വിളിച്ചത്. അതെന്തിനാ? കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട് സൗത്ത്, നോർത്ത് പോലെയുള്ള ജില്ലകളിലുള്ള സംസ്ഥാന കൗൺസിലർമാരും മുതിർന്ന ആളുകളും പങ്കെടുപ്പിക്കാം, അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, ഇത് പുറത്ത് വിശദീകരിക്കാൻ സമയമായിട്ടില്ല. ആ സമയത്ത് കൗൺസിൽ കൂടി കഴിഞ്ഞ് തീരുമാനം എടുത്തിട്ടല്ലേ ഇത് വിശദീകരിക്കാൻ പാടുള്ളൂ. അല്ല, അതിന് മുമ്പ് എന്ത് ചെയ്യണം? വിശദീകരിക്കണം. കാരണം കൗൺസിലേക്ക് വരുന്ന കൗൺസിലർമാർ ഇത് പഠിച്ചിട്ട് വേണം വരാൻ. എന്നാൽ ഇതിന് മറുവശം വിശദീകരിക്കാൻ ആരില്ല. സക്കരിയ സ്വലാഹി ഇല്ല. കാരണം അദ്ദേഹം ഉണ്ടാകുന്ന നിർത്തിക്കാൻ അവിടെ കത്ത് കൊടുത്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ രൂപം. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ യോഗത്തിൽ ഒരു പള്ളിയിൽ കൂടിങ്ങാണ്ട് യോഗലേ നടത്തിയിട്ടുള്ളൂ. ഞങ്ങൾ കേൾക്കണമെങ്കിൽ അതിന്റെ കണക്ഷൻ ബൈലക്സ് കൊടുത്തു. ബൈലക്സ് കൊടുത്തു പറഞ്ഞാൽ ലോകം മുഴുവൻ കേൾക്കാം. ബൈലക്സ് എന്നാണ് ഞാൻ ആ യോഗത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടത്. രാത്രി 12 മണി വരെ മുഖാമുഖാണ്. ഒരു പ്രസംഗിച്ചാൽ പോകല്ല. എന്നിട്ട് തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്താ? ജിന്നിനോട് തേടാന്ന് പറഞ്ഞു എന്നുള്ള രൂപം. ആ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീപ്പിന്നെ പറഞ്ഞ സഹോദരങ്ങൾ, അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള വാദം തന്നെ നമുക്കിടയിൽ ഉണ്ടായി. പിന്നെ അതൊക്കെ പറഞ്ഞതുപോലെ യായ്പാടെന്നാണ് വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട്, വിജനപ്രദേശത്ത് വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ പറഞ്ഞു. അവസാനം ഈ സംഗതികൾ ചർച്ചയായി. ഇതിന് മറുവർത്തമാനം വന്നപ്പോ പിന്നെ തിരുവനന്തപുരത്ത് സനീഫ് കൂടി പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന വാദം സക്കരിയ സ്വലാഹിക്കില്ല, സഹായം തേടാമെന്ന വാദമില്ല. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞത് ഒന്നും വാദമല്ല, ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മണ്ണിൽക്കടവ് വിശദീകരിച്ചത്. അപ്പൊ നാട്ടുകാർ മുഴുവൻ തെറ്റി, സംഘടനയിൽ മുഴുവൻ കലാപുണ്ടായി, പുറത്താക്കേണ്ടവരെ പുറത്താക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് പറയണത് അങ്ങനെയൊന്നും എന്താ പതൊക്കെ. ഇങ്ങനെയൊക്കെ നമ്മളെ നമ്മുടെ നേതൃത്വത്തിൽ ഇങ്ങനത്തെ അവസ്ഥ പണ്ട് കാലത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ മണ്ണിൽക്കടവ് വിശദീകരിച്ചു. ആ സ്ഥലങ്ങളിലൊക്കെ ഇത് വിവരങ്ങൾ കൊടുത്തു. പിറ്റേ ദിവസം ഡേറ്റ് അറിയോ? ഓഗസ്റ്റ് 29-ആണ്. 22-ന് എക്സിക്യൂട്ടീവ് തീരുമാനം എടുത്തു. ഓഗസ്റ്റ് 29-ന് മണ്ണിൽക്കടവ് വിശദീകരിച്ചു. 29 കഴിഞ്ഞ് 30 തൊട്ട് പിറ്റേ ദിവസം ജാമ്യ നഗരിയിൽ അവിടെ ആവും നമ്മുടെ വധായിക്കാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകുക.
അതുപോലെ മലപ്പുറം ഈസ്റ്റ്, അതുപോലെ പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാരും കൗൺസിലർമാരും ഇവിടെ വന്നു. അതും രാത്രി 12 മണി വരെ അവിടെ വെച്ചാണ് അനസ് മൗലവി തൗബ ചെയ്തത്. ഞാൻ പണ്ട് പറഞ്ഞൊക്കെ തെറ്റായി പോയി. കാരണം ഇത് പിന്നെ പണ്ട് കരിമ്പുലാക്കരൊക്കെ ആരോപണം ആരോപിക്കണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹം മറുപടി പറഞ്ഞ വേറെ വിഷയം അതൊക്കെ വിഴുങ്ങണം. അതിനൊരു തൗബയും നടത്തി. എന്നിട്ട് ഇവിടെയും തെറ്റിദ്ധരിപ്പിച്ചു. രാത്രി 12 മണി വരെ മുഖാമുഖം നടത്തിക്കണ്ട്. അതിന് തൊട്ട് പിറ്റേ ദിവസം സെപ്റ്റംബർ 1 അതോ അത് ബുസ്താനുൽ ഉലൂമിൽ അത് ആ ഭാഗത്തുള്ള കൗൺസിലർമാരൊക്കെ വിളിച്ച്. പിന്നെ മാത്രമല്ല പിന്നെ മാതൃഭൂമി പത്രത്തിൽ ന്യൂസും വന്നു. ഇതാ ഇദ്ദേഹം സിർക്കിലേക്ക് പോയതുകൊണ്ടാണ് പുറത്താക്കിയത്. ലക്ഷക്കണക്കിന് കോപ്പി അടിച്ച്. ഇനി നിങ്ങൾ പറയും ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കൗൺസിലർമാർ എന്താ വിചാരിക്കുക? അത് സത്യം തന്നെയാണ്, ഇത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ 23 സ്റ്റെപ്പൊക്കെ കേട്ടാണല്ലോ പടച്ചോൻ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു മനുഷ്യനെ എന്താ ചെയ്യുക? ഇങ്ങനെ അല്ലാതെ അപ്പൊ ഈ മനസ്സും വെച്ചിട്ടാണ് 2-ാം തീയതി എന്ത് ചെയ്യുന്നത്? എല്ലാവരും കോഴിക്കോട്ട് ബസ് കയറുന്നത്, സ്റ്റേറ്റ് കൗൺസിലിൽ ബസ് കയറുന്നത്. സ്വാഭാവികമായിട്ട് കൗൺസിലിനും ആവർത്തിക്കുന്നത് തന്നെയാണ് 23 സ്റ്റെപ്പ് സെൽഫ് വിശദീകരിക്കുക. എന്നാൽ അവിടെ വായിക്കണ്ടേ ഈ കത്ത്? ക്രിയാസലായിക്ക് പറയാനുള്ള ന്യായങ്ങൾ ഇതൊക്കെയാണ് കണ്ട കത്ത് വായിക്കണ്ടേ? വായിച്ചില്ല. ഒരു സഹോദരൻ പിന്നെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സുഹൃത്ത് എഴുന്നേറ്റ് പറഞ്ഞു, ആ വായിച്ച ഒരു കറപ്ഷൻ ഉണ്ട്, ഒരു ചെറിയ മാറ്റമുണ്ട്. ഇതാ അവിടെ കാസർഗോഡ് നടന്ന യോഗത്തെ പറ്റുള്ളത് ശരിയല്ലാന്ന് പറയാൻ എഴുന്നേറ്റപ്പോഴേക്കും അദ്ദേഹത്തിന് ഇരുത്താൻ സദസ്സിൽ തന്നെ ആൾക്കാരുണ്ടായി. ചർച്ച അവിടെ അനുവദിച്ചില്ല. ശരിക്കും ചെയ്യേണ്ടത് സുതാര്യമായും സത്യവും നീതിയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സിൽക്കിലേക്ക് പോയി എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഭയക്കേണ്ട കാര്യം? എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം? ഒരിക്കലും വേണ്ട. ആ റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ച് സക്കറിയ സലൈക്ക് പറയാനുള്ള ആ കത്തും വായിച്ച് ഇനി അവരുടെ അഭിപ്രായം പറയും എന്ന് പറഞ്ഞ ഒരു മണിക്കൂറോടെ ചർച്ചയ്ക്ക് കൊടുത്താൽ എന്താ പ്രശ്നം? ആലോചനാ സഭ എന്നല്ലേ നമ്മുടെ ബോർഡ് എഴുതാറുള്ളത്. കൗൺസിൽ പങ്കെടുത്ത ഉപ്പമാർ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ ചർച്ച ചെയ്യാൻ അനുവാദം തന്നിട്ടുണ്ടോ? ഇല്ല. അതിനുശേഷം ഇത് വേഗം അതാണ് അംഗീകരിച്ചു. പിന്നെ വേഗം സമ്മേളനത്തിന്റെ വിശദീകരണത്തിലേക്ക് സെലഫി തന്നെ പ്രവേശിച്ചു. അങ്ങനെ വളരെ പെട്ടെന്ന് യോഗം അവസാനിപ്പിക്കുക ചെയ്തത് ഇല്ലേ? എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എല്ലാം ഏകകണ്ഠമായി ഒരു എതിർപ്പുമില്ലാതെ എല്ലാ യോഗത്തിലും പാസ്സായി. അപ്പൊ നമ്മളത് അംഗീകരിക്കണ്ടേ? ഇങ്ങനെയൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെ സഹോദരങ്ങൾ ഇതിന്റെ അവസ്ഥ? അപ്പൊ പറഞ്ഞ കാരണങ്ങളും ഇന്ന് നിലവിലില്ല. എടുത്ത സ്റ്റെപ്പുകളും തന്നെ ഭരണഘടനാപരമായി ശരിയായ രീതിയിലല്ല. എന്നിട്ട് സക്കറിയ സലാഹി ഇതിന്റെ മറുവശം വിശദീകരിക്കുന്നത് എപ്പോഴാ? സെപ്റ്റംബർ 8-ാം തീയതിയാണ് മഞ്ചേരി വെച്ചിട്ട്. അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയിട്ടില്ലേ? അതിന് മുമ്പ് എന്താ അദ്ദേഹം വിശദീകരിക്കുന്നത്? അത് സംഘടനാ പക്വത പാലിച്ചതുകൊണ്ടാണ്. കാരണം സംഘടന വിലക്ക് വെച്ച് ഒരാൾ പുറത്ത് പറയേണ്ട വിചാരിച്ചതാണ്. അതൊക്കെ മര്യാദ പാലിച്ചിരുന്ന ആളെന്ന് വലിയ കുറ്റക്കാരനും. എന്നിട്ട് അതൊക്കെ പാലിച്ച ആളെടുത്ത് പുറത്തിട്ട് പിന്നെ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെയൊക്കെ വിശദീകരണം 3 സ്ഥലത്താണ്. അതിനൊരു മറുപടി പറയാൻ വേണ്ടി മഞ്ചേരി പരിപാടി വെച്ചപ്പോൾ അതൊരു വലിയ കുറ്റമായിട്ട് പറഞ്ഞ് പിന്നെയാണ് ഈ വിശദീകരണങ്ങൾ പിന്നെ കൊടുമ്പിരിക്കൊള്ളുന്നത്. എന്താ സഹോദരങ്ങൾ ഇതൊക്കെ ഉള്ളത്? അപ്പൊ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഈ സന്ദർഭത്തിലാണ് ഞങ്ങൾ 1-2 പ്രാവശ്യം നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിരുന്നത്, സംസാരിച്ചത്. ആ സംസാരത്തിന്റെ ഇടയിൽ ഒരു യോഗത്തിൽ ഞങ്ങളോട് പി കെ അഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ കൂടിയിരുന്ന സമയത്ത് ബഹുമാനായ ടി ഉണ്ട്, പാലത്തദ്രാമ മദനി ഉണ്ട്, എം എം മദനി ഉണ്ട്, നൂർഷ സാഹിബ് ഉണ്ട്, അതുപോലെ പി കെ അഹമ്മദ് അലി മദനി ഉണ്ട്, MSM ന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളുണ്ട്. അപ്പോൾ ടി പി ചോദിച്ചു, നിങ്ങൾ ഈ KJയുടെ തീരുമാനം അംഗീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അംഗീകരിക്കുന്ന പറഞ്ഞു. അതോടൊപ്പം ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ എത്രയും പെട്ടെന്ന് റൂമിക്ക് തിരിച്ചുകൊണ്ടാണ്. ഈ റോട്ടിലുള്ള വിഴുപ്പലക്കൽ പാടില്ല. നമ്മളെ 10-38 പണ്ഡിതന്മാര് നമ്മളെടുത്ത തീരുമാനത്തിൽ തകരാറുകളുണ്ട് എന്ന് പറഞ്ഞ് ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കത്ത് തന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ പണ്ഡിതന്മാരെ വിളിച്ച് എന്താണ് അവർ അതിൽ പറയുന്ന കാര്യങ്ങളെന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. എന്നിട്ട് അവർ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. അതല്ല അവർ പറയുന്നത് വല്ല കാര്യം ഉണ്ടെങ്കിലും അത് ഖുർആൻ സുന്നത്തിന്റെ വിഷയമല്ലേ, അത് നമ്മൾ തിരുത്തണം. എന്നിട്ട് ഐക്യത്തോടു കൂടി യോജിപ്പോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഈ കാര്യം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ യോഗത്തിൽ പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന ഉപ്പമാര് പറയും, ഒരു പ്രസ്ഥാനം നീറി തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദപ്പെട്ട ഒരു യോഗത്തിൽ കൂടുമ്പോൾ അതിന്റെ യുവജന സംഘടനയുടെ പ്രധാന ഭാരവാഹികൾ എന്ന നിലക്ക് ഞങ്ങളോട് ഈ കാര്യം ഇങ്ങോട്ട് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ പറയേണ്ടത് എന്താ? ഈ പ്രസ്ഥാനത്തെ എത്രയും പെട്ടെന്ന് പുലർത്തണമെന്നാണോ പറയേണ്ടത്? എത്രയും പെട്ടെന്ന് ഈ പറയുന്ന 10-38 പണ്ഡിതന്മാരെ പുറത്താക്കണമെന്നാണോ പറയേണ്ടത്? അതാണോ പറയേണ്ടത്? അതോ ഈ തീരുമാനം ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു, എന്നാൽ അതോടൊപ്പം നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ആശങ്കകൾ നിങ്ങൾ ദൂരീകരിക്കണം, എന്നാൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? അപ്പൊ അത്രയും പറഞ്ഞപ്പോ നൂർഷ സാഹിബ് പറഞ്ഞു, ഇപ്പൊ കണ്ടില്ല ഇവർക്ക് KJവിനെ വരെ അംഗീകരിക്കണില്ല എന്ന് ഉറപ്പായി. ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. യഥാർത്ഥത്തിൽ അതാണോ ഞങ്ങൾ പറഞ്ഞത്? ആലോചിച്ചു എത്ര പെട്ടെന്ന് അതിനെ മാറ്റി മറിച്ച് സംസാരിക്കണേ. അപ്പൊ ആ സദസ്സിലുള്ള VK സക്കറിയ സാഹിബ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും അവരങ്ങനെ പറഞ്ഞിട്ടില്ല, അവരത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് അദ്ദേഹം അപ്പൊ തന്നെ തിരുത്തി. പക്ഷേ ആ യോഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്തത് എന്താ അറിയാം? ISM MSM എന്താണ് ശരിയല്ല, അവരും ഈ വൈക്കന്നെ എന്ന് അവരും തീരുമാനിച്ചു. എന്നിട്ട് പിന്നെ ISM MSM എതിരിൽ നടപടി ഉണ്ടാക്കാനും അതിന് നടപടി സ്റ്റെപ്പുകൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയാണ് പിന്നീട് അവർ ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി 2-3 രീതികൾ അവർ സ്വീകരിച്ചു. ഒന്ന്, പൊതുയോഗങ്ങളിലൊക്കെ ISM MSM ഏകപക്ഷീയമായി ആക്രമിക്കാൻ തുടങ്ങി. KNM സംഘടനാ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ ധിക്കാരികളാണ് പറഞ്ഞാൽ കേൾക്കാത്തവരാണെന്ന് പറയാൻ തുടങ്ങി. പിന്നെ ISM MSM ഉള്ളിൽ തന്നെ പ്രവർത്തകന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുവാനുള്ള ഗ്രൂപ്പ് യോഗങ്ങൾ വീണ്ടും ആവർത്തിച്ച് നടത്തി. ഈ 3 സംഗതി ഞാൻ വെറുതെ കാടടക്കി പറയല്ല, കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയാം. നിങ്ങൾ ആലോചിച്ച ഒരു മാതൃസംഘടനയിൽപ്പെട്ട ആൾക്കാർ എല്ലാവരും നല്ല പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ വ്യക്തികൾ അവരിതിനു വേണ്ടി ഒരുമ്പെട്ടിട്ട് ഇത് നന്നാക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ ഹുസൈൻ സലഫി 6 മിനിറ്റ് പ്രസംഗിച്ചു യോജിക്കണം എന്ന് പറയും. ആ വാക്ക് ആര് പറഞ്ഞാലും പ്രശ്നമാണ്. ഇനി യോധായിലുള്ള ഒരു കാരണം പോയിക്കണമെന്ന് പറയും, ഇത് ഇങ്ങനെ പോയാൽ ശരിയല്ല, ഈ കാരണമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഇതൊന്നും യോജിച്ചു പോയിക്കൂടെ നിങ്ങൾ ചോദിച്ചു നോക്കി, അതോട് നിങ്ങളെ സംശയത്തിലാണ് അടുത്ത കത്ത് നിങ്ങൾക്ക് വരും. ഇതാ പ്രശ്നം. അപ്പൊ ഇവിടെ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞതിന്റെ പേരിൽ പൊതുയോഗങ്ങളിൽ വരെ ISM MSM അധിക്ഷേപിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും ഒന്നാമത്തത് 2012 ഫെബ്രുവരി 23 ഈ ഇടവണ്ണക്കടത്ത് കല്ലിടുമ്പിൽ വെച്ച് നിഅമത്തുല്ലാ ഫാറൂഖി ISM-നെയും അത് ലൈറ്റ് എക്സിബിഷനെയും പ്രോഫ്കോണിനെയും MSM കുട്ടികളെയൊക്കെ അടച്ചാക്ഷേപിച്ച്
പരസ്യമായിട്ട് സ്പീക്കറിൽ സംസാരിച്ചു. ഞങ്ങൾ പരാതി പറഞ്ഞു. ആ പരാതിക്ക് ശരിയായ രീതിയിലുള്ള ഒരു പരിഹാരവും പിന്നീട് ഉണ്ടായിട്ടില്ല. മാത്രമല്ല അതിനുശേഷം ഫെബ്രുവരി 25, 2012 ഫെബ്രുവരി 25 സംയുക്ത എക്സിക്യൂട്ടീവിൽ തന്നെ TP പറഞ്ഞു അനുസരണയുള്ള നേതൃത്വത്തെ ISM ഞങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഉള്ളത് അനുസരണമില്ലാത്ത ആളുകൾ എന്ത് ചെയ്തു? അവിടെ വന്നില്ലേ? ഏകപക്ഷീയമായിട്ട് പറയാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി 26 സ്വാഗത സംഘം ഉണ്ടാക്കിയ സമ്മേളനത്തിന് ഞങ്ങളോട് ഒരു ശൂറയുമില്ല, ഒരാലോചന ആ വിഷയത്തിൽ ഞങ്ങളോട് നടത്തിയിട്ടില്ല. നിങ്ങളൊക്കെ വന്നതുപോലെ ഞങ്ങളും വന്നു, അവിടെ വായിച്ച കുറിപ്പുകൾ കേട്ടു, അല്ലാതെ ഇതിന് ശൂറി ഞങ്ങളോട് നടത്തിയിട്ടില്ല. എല്ലാവരും പറയുന്നത് പോലെ മാത്രം ഏകപക്ഷീയമായി ബോധപൂർവ്വം മാറ്റി നിർത്തിക്കൊണ്ട് എന്നിട്ട് നാട്ടുകാരോട് എന്ത് പറയും? കാരണം അവരെ നിന്നൊരു സഹകരിക്കില്ല എന്ന് പറയും ചെയ്യാം. ഒരു ഭാഗത്ത് ഈ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത്. 2012 മാർച്ച് 13 നൂർഷ സാഹിബ് എറണാകുളത്ത് ISMകാരെ വിളിച്ച് ISM നേതൃത്വത്തിനെതിരെ രൂക്ഷമായ പദപ്രയോഗങ്ങൾ നടത്തി. 2012 മാർച്ച് 25 ISMന്റെ ഇലക്ഷനിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ KNM സെക്രട്ടേറിയറ്റിൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ ഞാൻ പോവുകയാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞ പാനൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിരിച്ചുവിട്ടു പോരും എന്ന് അദ്ദേഹം അവിടെ വെച്ച് തന്നെ പറഞ്ഞത് ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്തതാണ്. 2012 അതുപോലെ തന്നെ ISMന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരുന്നു. ആർക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റിയില്ല. നല്ല രീതിയിൽ തന്നെ നടന്നു. അതിലുള്ള അമർഷം കാരണം തൊട്ടടുത്ത് കൂടിയ മാർച്ച് 27 ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കൂടാൻ ചെന്നപ്പോൾ CD ടവർ ഞങ്ങൾക്ക് അനുവദിച്ചില്ല. ഞങ്ങൾ പുറത്തു നിൽക്കേണ്ടി വന്നു. ഇതൊന്നും ഞങ്ങൾ മൈക്ക് കിട്ടി ആരോടും ആ സമയത്ത് വിശദീകരിച്ചിട്ടില്ല. 2012 മെയ് 13 ആ സമയത്ത് ഞങ്ങൾ പ്രസംഗിക്കുന്നിടത്തൊക്കെ നിരീക്ഷകന്മാരെ പറഞ്ഞയച്ച് നിരീക്ഷിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഏകപക്ഷീയമായ രീതിയിൽ അവസാനം ജൂൺ 12 സെപ്റ്റംബർ 24 ജാമിയ നദിയിൽ അനസ് മൗലവിയുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം നടന്നു ISMനെതിരിൽ. അതുപോലെ തന്നെ സെപ്റ്റംബർ 30 ജാമിയ നദിയിൽ തന്നെ അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ ISMലെ ചില കൗൺസിലർമാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഗ്രൂപ്പ് യോഗം വീണ്ടും നടന്നു. എന്തിന്? തെരഞ്ഞെടുത്ത ISM കമ്മിറ്റിയുടെ കൗൺസിൽ വരാനിരിക്കുന്നുണ്ട്. ആ കൗൺസിലിൽ ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കി. അതിന് ISMന്റെ കുറച്ച് കുട്ടികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇങ്ങനെ തീർത്തും സംഘടനാ വിരുദ്ധമായ ഗ്രൂപ്പ് യോഗങ്ങൾ വിളിച്ചുകൂട്ടി മോശമായി ഏകപക്ഷീയമായി പ്രചരിപ്പിക്കുക, എന്നിട്ട് അത് നടപ്പിൽ വരുത്തുക, എന്നിട്ട് കൗൺസിലിൽ ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പക്ഷേ ആ കൗൺസിലർമാർ കൗൺസിലിൽ ബഹളം ഉണ്ടാക്കിയെങ്കിലും നമ്മുടെ പ്രവർത്തകന്മാരുടെ ക്ഷമയാപൂർവ്വമുള്ള ഇടപെടൽ കാരണം അവർക്കത് ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അവരെല്ലാവരും അത് പിൻവലിച്ചു. അവസാനം നല്ല രീതിയിൽ ആ കൗൺസിൽ പിരിഞ്ഞു. ഒരു വിഭാഗീയതയും ISMന്റെ കൗൺസിലിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരുപാട് സ്ഥലത്ത് ഞങ്ങളുടെ പ്രസംഗങ്ങൾ മുടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഇങ്ങനെയൊക്കെ പോയി സമ്മേളനത്തിന്റെ സമയമായി. അവസാന സമ്മേളനത്തിന്റെ പ്രോഗ്രാമിൽ നിന്ന് പലരെയും മാറ്റി നിർത്തി. എന്നിട്ടും ഞങ്ങൾ ചെയ്തത് എന്താ? ആ സമ്മേളന പന്തലിൽ എല്ലാവരും വരുന്നമാരി വന്നിരുന്നു. 4 ദിവസത്തോടെ പരിപാടികൾ കേട്ടു. അതും അപ്പോഴോ MI മുഹമ്മദ് സുല്ലമി അതുപോലുള്ള ആൾക്കാർ കയ്യിൽ നടക്കുമ്പോഴും അവരെ ആരും നിരീക്ഷിക്കില്ല. ഞങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ ആൾക്കാർ ഇങ്ങനെ നടക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഹുസൈൻ സലഫിയെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പുറത്തേക്ക് കാണാനല്ല. അപ്പൊ എന്താ സംഭവം എന്നൊന്നും അറിയാൻ വേണ്ടി ഞാനും സയ്യിദ് മുഹമ്മദ് ഷാക്കിറും ആ വേദിയുടെ അടുക്കലേക്കൊന്നും ഇങ്ങനെ ചെന്നപ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, വേഗം നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ, നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാവുന്ന ആളുകളാണെന്ന് പറഞ്ഞ് നിങ്ങളെ നിരീക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും ആൾക്കാർ വരുന്നുണ്ട്, വളണ്ടിയേഴ്സ് വരുന്നുണ്ട്, വേഗം പോയിക്കോളി. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ സമ്മേളനത്തിന്റെ വേദിക്കരികിൽ ചെന്നപ്പോഴേക്കും ഈ ഒരു അവസ്ഥ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? അവിടെ അലമുറ ഉണ്ടാക്കി, അവിടെ സമരം ഉണ്ടാക്കി, ഇൻഗ്രാബ് ഉണ്ടാക്കി. നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞു അപ്പുറത്ത് ബീച്ചിൽ പോയിട്ട് അതിന് പകരം സമ്മേളനം നടത്തി? ഒന്നും ചെയ്തിട്ടില്ല. ഈ സമ്മേളനം കഴിഞ്ഞിട്ട് പിന്നെ 2013 ജനുവരി 12 ഇത് ഒരു ചോദ്യമല്ലാതെ പിരിച്ചുവിട്ടു, ഒരു അന്വേഷണമല്ലാതെ പിരിച്ചുവിട്ടു. ജനുവരി 14 പത്രത്തിൽ വന്നു. ജനുവരി 17 ഞങ്ങൾക്ക് കത്ത് കിട്ടി. കത്ത് അപ്പളാ കിട്ടുന്നത്. ആ കത്ത് കിട്ടി നോക്കുമ്പോഴോ അതിന് സംഘടനാ വിരുദ്ധ കാര്യം ആശയപ്രശ്നം അതിലൂടെ എഴുതിയിട്ടില്ല. നാട് മുഴുവൻ പറഞ്ഞാൽ എന്താ? ഇവർ KJയുടെ തീരുമാനത്തിനെതിരാണ്. നോക്കി നിങ്ങൾ. അപ്പൊ അവിടെ ആ രീതിയിലാണ്. ഇതിന് ഒരു ചോദ്യമല്ലാതെ എന്നാൽ ഞാനാ കുറ്റക്കാരനെ ചിന്തയാണ് മാറ്റി നിർത്തേണ്ടത് അല്ല. ഞങ്ങളെ സെക്രട്ടേറിയറ്റ് മരവിപ്പിച്ചു. ആ സെക്രട്ടേറിയറ്റിൽ ആരെങ്കിലും 9 ആളിൽ ആരെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ എക്സിക്യൂട്ടീവിൽ 2-3 ആൾക്കാർ ഒഴിച്ച് ബാക്കി ആരുള്ളത്? ആരുമില്ല. അതുപോലെ തന്നെ 100 ജില്ലാ കമ്മിറ്റികളിൽ, അതുപോലെ മണ്ഡലം കമ്മിറ്റികളിൽ, അതുപോലെ തന്നെ സംസ്ഥാന ശാഖാ കമ്മിറ്റികളിൽ ഇവരെ ഒക്കെ മരവിപ്പിച്ചുകൊണ്ടാണ് പുതിയ കമ്മിറ്റി മേലെ മുതൽ താഴെ വരെ ഉണ്ടാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒക്കെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എത്ര ആളുകൾക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്? ഞങ്ങൾ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, ഇന്നോടത്തെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന ആദർശ വിഷയം ഉണ്ടായി, നിങ്ങൾ ജില്ലയോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ തെളിവ് കൊടുത്തില്ല. അതവിടെ മരവിപ്പിച്ച് വേറെ സാധനം ഉണ്ടാക്കിക്കുക. 10,000 കണക്കിന് പ്രവർത്തകരെ. ഇത് ISMന്റെയും MSMന്റെയും മാത്രമല്ല, പിന്നെ ഹുസൈൻ സലഫി മുതൽ അബ്ദുല്ലക്ക് സുല്ലമി അതുപോലെ തന്നെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് അറിയപ്പെടുന്ന മഹാഭൂരിപക്ഷം വരുന്ന പ്രബോധകന്മാരും പുറത്ത് നിർത്തുന്ന ഒരു അവസ്ഥ. സഹോദരങ്ങൾ, ഇതൊക്കെ ഉൾക്കൊണ്ട് ഇതൊക്കെ ശരിയാണെന്ന് ന്യായീകരിച്ചുകൊണ്ട് നടക്കാനുള്ള അവസ്ഥ ഏതൊരു മുജാഹിദാണ് ഉണ്ടാകുക? ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന ഒരു മുജാഹിദിനും ഉണ്ടാവില്ല. ഇപ്പൊ അത് അങ്ങനെ വിചാരിച്ചടക്കുന്ന 2 വിഭാഗം ആൾക്കാരുള്ളൂ. ഒന്നെന്താ അറിയോ? ഇത് നേരത്തെ കണ്ട് ഉറപ്പിച്ചു വെച്ചു. ജാമിയ നദിയിൽ നാളെ ഗ്രൂപ്പ് യോഗം പോയി ആ യോഗത്തിൽ പോയി കേട്ടുകൊണ്ട് ഇനി എനിക്കൊന്നും കേൾക്കണം, ഇനി എന്നോട് ഒന്നും പറയണം, ഒക്കെ മനസ്സിലായി എന്നും പറഞ്ഞ് നടക്കണ നമ്മുടെ ചില ആൾക്കാരുണ്ട്. അവരാ പണ്ട് കേട്ട് വെച്ച് നടക്കണം. ഇതിന്റെ മറുവശം എന്താണെന്ന് ഇതിനില്ല, കേൾക്കണില്ല. ഒന്നതാണ്. വേറെ ഒന്നുള്ളത് എന്താന്ന് വെച്ചാല് ചില സ്ഥാനമാനങ്ങളിലൊക്കെ ഒപ്പം അങ്ങനെ ഉണ്ട്. അപ്പൊ പിന്നെന്താ വെച്ചാൽ ഞാൻ സംഘടനയുടെ ഒപ്പം നിൽക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്ന നിനക്കൊരു സംഘടനയുടെ ഒപ്പം യഥാർത്ഥത്തിൽ ഇവിടെ KNM, ISM, MSM ഇതിനാരും ഇറങ്ങിപ്പോയിട്ടില്ല. കാരണം ഒന്നും ആദർശപരമായ പ്രശ്നമായിരിക്കും തെളിയണ്ടേ? അതാർക്കും തെളിയിക്കാൻ പറ്റിയില്ല. പിന്നെ സംഘടനാപരമായി പുറത്താക്കിയ രീതികൾ ശരിയല്ല എന്ന് ഞാൻ ഇവിടെ പറയും ചെയ്തു. പിന്നെ പുറത്താക്കിയ ആളുകൾ തന്നെ ഇപ്പോൾ യോഗത്തിന് വരാൻ പറ്റാത്ത രീതിയിൽ കോടതിയും ആ കാര്യം പറഞ്ഞു. പിന്നെ എന്താ ഇവിടെ നിലനിൽക്കുന്നത്? അപ്പൊ നമ്മൾ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇവിടെ ആരും പുറത്തു പോയിട്ടില്ല. വളരെ ശക്തമായി നമുക്ക് ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചത് എന്താ? ഇത് ISM എന്ന് വളരെ ദുർബലമായ ആൾക്കാർ കുറച്ച് അവിടെയും കുറച്ച് ആൾക്കാർ ഉണ്ടാക്കി അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ വേറെയുള്ള കമ്മിറ്റികൾക്കൊന്നും 9 ആളുകൾ സംസ്ഥാന ഭാരവാഹികളിൽ ആരും ഒരു പ്രശ്നമില്ല. അതുപോലെ എക്സിക്യൂട്ടീവിൽ ഞാൻ പറഞ്ഞു വളരെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രം. പിന്നെന്താ ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും സംഘടനാ അച്ചടക്കം പാലിച്ചിട്ട് നിൽക്കുന്നത്. എന്താ അച്ചടക്കം? എക്സിക്യൂട്ടീവ് ഒരു തീരുമാനം എടുത്താൽ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൗൺസിലിന് അപ്പീൽ കൊടുക്കാം. ഞങ്ങൾ KNMന്റെ കൗൺസിലിന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആ അപ്പീൽ എന്താ? ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടുകാണ്ട് വേണം ഈ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തുകൊണ്ട് അതിന്റെ മറുപടിക്ക് കാത്തു നിൽക്കുകയാണ്. ഇതുവരെ ഒരു മറുപടി ഞങ്ങൾക്ക് തന്നിട്ടില്ല.
അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാണ്? വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പക്ഷേ കേട്ടുന്നു വരും, ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കേട്ടുന്നു വരും. പക്ഷെ ഞങ്ങൾ ദഅവത്ത് നടത്തണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയില്ല. കാരണം എന്താ അറിയാം, മരിച്ചു പോകണ്ടേ, എപ്പോഴാണ് മരിക്കുക അറിയാൻ പറ്റുമോ? അതുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാതെ നേരത്തെ ISM എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകുന്നു. മതം സുരക്ഷയാണ് എന്ന പ്രമേയം മുൻനിർത്തിക്കൊണ്ട് അനവധി ക്യാമ്പ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എക്സിബിഷനുകൾ ആലുവയിൽ കഴിഞ്ഞു, അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയൊരു മനുഷ്യ മഹാസമ്മേളനം നമ്മുടെ കടപ്പുറത്ത് നടന്നു. വെറും 10 ദിവസം കൊണ്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. 10,000-കണക്കിന് ആളുകളാണ് സഹോദരങ്ങൾ അങ്ങോട്ട് ഒഴുകി വന്നത്. നിങ്ങൾ ഓർത്ത് നോക്കി, ഇതിന് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പല കാരണങ്ങളാൽ ഇറങ്ങിപ്പോയ ആൾക്കാരുണ്ട്. ഇവരുടെ കൂടെ ഒന്നും ഈ ആളുകൾ ഇറങ്ങിപ്പോയിട്ടില്ലല്ലോ. മുജാഹിദ് പ്രസ്ഥാന ആൾക്കാർ ഇറങ്ങിപ്പോകലില്ല ഇങ്ങനെ കൂട്ടത്തോടു കൂടി. ഇവരുടെ കൂടെ അല്ല ഇത്. സക്കറിയ സ്വലാഹിയുടെ കൂടെ പോയവരല്ല, മുജാഹിദ് ബാലുശ്ശേരിയുടെ കൂടെ പോയവരല്ല. അങ്ങനെയാണ് ചില ആൾക്കാർ പറയുന്നത്. ISM MSM അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇവരെ കൂടെ പോയി, ഇവരെ മൂട് താങ്ങി എന്നൊക്കെയാണ്. സഹോദരങ്ങളെ, എന്ത് മൂട് താങ്ങി, എന്ത് കൂടെ പോയി? ഇവർക്ക് തകരാറുണ്ട് എന്ന് ആദ്യം തെളിയിക്കണ്ടേ? ആ തകരാറിനെ പറ്റിയാണ് ഇപ്പോൾ വെല്ലുവിളിച്ചിട്ടും ആ വെല്ലുവിളി സ്വീകരിക്കാൻ നടക്കുന്നത്. പിന്നെന്താ തകരാറുള്ളത്? പിന്നെന്താ വിഷയമുള്ളത്? വിഷയം ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. അപ്പൊ അത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു വ്യക്തിനെ കണ്ടുകാണ്ട് മുജാഹിദുകൾ ആരും പിന്നാലെ കൂടില്ല. അത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുള്ളൂ, നിൽക്കുള്ളൂ. അതന്നെ ഇവിടെ നിന്നിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ നമ്മൾ ആ രീതിയിലാണ് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പൊ MSM ISM ഇപ്പോൾ ചെയ്യുന്നത് നേരത്തുള്ള പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകുന്നു. ഇൻഷാ അല്ലാഹ് കൊണ്ടോട്ടിയിൽ ഇൻസൈറ്റ് എക്സിബിഷൻ വരുന്നു, കോട്ടക്കലിൽ വരുന്നു, കണ്ണൂർ വരുന്നു, അതുപോലെ മണ്ണാർക്കാട് വരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തെ ഓർമ്മിപ്പിക്കുമാറ് ആ സാൽവേഷനുകളെ, ലൈറ്റ് എക്സിബിഷനുകളെ ഓർമ്മിപ്പിക്കുമാറ് ഇതാ ദഅവത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുകയാണ്. ഈ ജിന്നും സിഗറും ഇതുപോലെയുള്ള വിവാദ വിഷയങ്ങളും ഇതാ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് പൊതുവേദികളിൽ പറയാൻ ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇത് ആളുകൾക്കൊക്കെ മനസ്സിലായി, വിഷയം മനസ്സിലായി. ഇനി ദഅവത്തുമായി സജീവമായി മുന്നോട്ട് പോകുന്നു. നമ്മൾ KNM ആണ്, നമ്മൾ ISM ആണ്, നമ്മൾ MSM ആണ്, നമ്മൾ MGM-ന്റെ സഹോദരിമാർ നമ്മുടെ ഭാഗമാണ്. അതെ, നമ്മൾ ഐക്യത്തോടുകൂടി യോജിപ്പോടുകൂടി ഇതാ മുജാഹിദ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനുള്ളിൽ കൃത്രിമത്വം ഉണ്ടാക്കിയ, ഇതിനുള്ളിൽ തകരാറുകൾ ഉണ്ടാക്കിയ ആളുകൾ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഇതാ ഒറ്റപ്പെട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ഒറ്റ ആയത്ത് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് എന്താണ്? ആയത്തിന്റെ അർത്ഥം എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ചില ആളുകളുടെ വിചാരമുണ്ട്, മുജാഹിദാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയാൽ അങ്ങനെ ചുളുവിയാണ് സ്വർഗ്ഗത്ത് പോകാം. ഇല്ല. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ രംഗങ്ങളിലും മതരംഗങ്ങളിലുമൊക്കെ ഒരുപാട് വെല്ലുവിളികളും പരീക്ഷണങ്ങളും മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നേർക്കുനേരെ വരും. അത് തടുക്കാനും ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പരീക്ഷിക്കുമെന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയല്ല ഖുർആൻ ചെയ്തിരിക്കുന്നത്. മറിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി അങ്ങനെ അങ്ങ് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം, നിങ്ങൾ പരീക്ഷിക്കപ്പെടാതെ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പടച്ചോന്റെ ചോദ്യം, അഹസിബൻ നാസു അയ്യുത്രകു അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസിബൻ നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അയ്യുത്രകു, അവർ ഉപേക്ഷിക്കപ്പെടുമെന്ന്, അയ്യഖൂലു ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം, വഹും ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാതെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരീക്ഷണത്തിന് വിധേയരാകാതെ അവരെ അങ്ങ് വെറുതെ വിടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ എന്നുള്ള ചോദിക്കാണ്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ, സത്യം പറയുന്നവരാരാണെന്ന് അറിയുന്നത് വരെ, വലയഅലമന്നൽ കാദിബീൻ, കളവ് പറയുന്നവരാരാണെന്നും അറിയുന്നത് വരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. അതേ, സത്യവും അസത്യവും, ഹക്കും ബാത്തിലും, സത്യവും അസത്യവും അർദ്ധസത്യവും നാട്ടിൽ ചർച്ചയാകുമ്പോൾ അതിന്റെ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാരാണ്, അതിൽ കളവിനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നവനാരാണ്, അതിനുവേണ്ടി ബുദ്ധി ഉപയോഗിക്കുന്നവനാരാണ്, അതിന് ക്ഷമയവലംബിക്കുന്നവനാരാണ്, അതിനുവേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്നവനാരാണ്. അതല്ല, എനിക്കിതൊന്നും അറിയില്ല, ഞാൻ മാറി നിൽക്കുകയാണ്, ഞാൻ വിട്ടു നിൽക്കുകയാണ്, ഇതൊക്കെ ഒന്നാകട്ടെ, ഇതൊക്കെ ഒന്ന് ശരിയാകട്ടെ, എന്നിട്ട് വരാമെന്ന് പറഞ്ഞ് തന്റെ വീടിന്റെ ഒളിത്താവളങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരാരാണ് എന്നൊക്കെ പടച്ചതമ്പുരാൻ നോക്കുന്നുണ്ട്. സഹോദര, ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിലും തീക്ഷ്ണമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാന്റെ പ്രവാചകൻ തന്നെ 70-ലധികം യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. മാനസികമായ സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായപ്പോഴും ശക്തമായ പരീക്ഷണത്തിന്റെ മുമ്പിൽ പിടിച്ചു നിന്നുകൊണ്ട് സത്യത്തിന് വേണ്ടി പ്രതിപരിധിയ പ്രവാചകന്മാർ, അതിന്റെ പിന്മുറക്കാരായിരുന്നു നമ്മുടെ പണ്ഡിതന്മാർ. ഒറ്റക്കങ്ങാടിയിൽ പോയി തൗഹീദ് പറഞ്ഞപ്പോ മാലപ്പടക്കം കൊളുത്തിയെറിഞ്ഞവരുണ്ട്. അതേ, നമ്മുടെ KM മൗലവിയെയും അതുപോലെയുള്ള ഉമർ മൗലവി ഒറ്റയാൾ പട്ടാളമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വൈരുദ്ധ്യത്തെപ്പറ്റി, അവരുടെ ആദർശ വ്യതിയാനത്തെക്കുറിച്ച് കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കാൻ ഒറ്റയാൾ പട്ടാളമായി ഇറങ്ങി തിരിച്ചു. പല ആളുകളും മൗലവിയോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ ശാഖാപരമായ വിഷയവുമായി നടക്കുന്നത്? ഇല്ല, ഞാൻ എനിക്ക് മനസ്സിലായത് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതാ നടന്നു. അതാ ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നിൽ വന്നു, സത്യം മനസ്സിലാക്കി. അതേ, ഒരുപാട് പരിഹാസങ്ങൾ അദ്ദേഹം ഏറ്റു. ആ പരിഹാസങ്ങൾക്കപ്പുറമൊന്നും നമുക്കൊന്നും ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വഹാബികളെന്ന് വിളിച്ചിട്ടുണ്ട്,
പുത്തൻവാദികളെന്ന് വിളിച്ചിട്ടുണ്ട്, കുഴപ്പക്കാരെന്ന് വിളിച്ചിട്ടുണ്ട്, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. ജിന്നൂരികളെന്ന് വിളിക്കുമ്പോഴും ജിന്നെന്ന് വിളിക്കുമ്പോഴും മലക്കെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും വീട്ടിലുള്ള സ്വന്തം ഉപ്പമാര് വരെ സ്വന്തം ഉമ്മമാര് വരെ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതെല്ലാം ക്ഷമിച്ച് സഹിച്ചുകൊണ്ട് ഈ പ്രബോധനത്തിന്റെ വീതിയിൽ ശക്തമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതിൽ പതറാതെ ശക്തമായി ആര് മുന്നോട്ട് പോകുന്നു, സത്യത്തിന്റെ കൂടെ ആര് നിൽക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, സത്യവാന്മാരോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്ന അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ കൂടെ നിന്ന് മുന്നോട്ട് പോകാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. അതല്ലാതെ ആശയക്കുഴപ്പത്തിൽ എന്നും നിലനിൽക്കാൻ നമുക്ക് കഴിയില്ല. എന്തിനാണ് ജീവിതം, എന്തിനാണ് മരണം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, ഏതാണ് ഏറ്റവും നല്ലത്, നല്ല മാർഗമെന്ന് കണ്ടെത്തി പരിശോധിച്ച് ആ നന്മ സ്വീകരിക്കുന്നത് ആരാണെന്ന് പരിശോധിക്കാനാണ് ജീവിതത്തെയും മരണത്തെയും തന്നിരിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ, ഇതൊന്നും ഞാനുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ കഴിയില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ പഠിക്കണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ, കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ, സ്ഥാപനങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലേ, ജോലി വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ബഹുമാനായ ബഷീർ സാഹിബോട് പറഞ്ഞില്ലേ, ഇന്ന് സൗദി അറേബ്യയിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം മലബാറിന് മാത്രമല്ല കേരളത്തിലെ യുവാക്കളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ലേ നമ്മൾ? അവിടെ നിന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ നാട്ടിൽ എങ്ങനെ ജോലിയിൽ പിടിച്ചു നിൽക്കാം, ഏത് ബിസിനസ്സാണ് എനിക്ക് പറ്റിയത് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ലേ? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നേരിടുകയാണ് പതിവ്. അതേ സഹോദരങ്ങളെ, മതരംഗത്ത് പ്രശ്നം വരുമ്പോൾ മാറി നിൽക്കുകയല്ല, ധീരമായതിന്റെ സത്യം മനസ്സിലാക്കാൻ അല്പം ക്ഷമയോടുകൂടി പഠിക്കണം. പഠിക്കാനുള്ളവർക്ക് പുസ്തകം ഇവിടെ ലഭ്യമാണ്, മാസികകൾ ഇവിടെ ലഭ്യമാണ്, സീഡികൾ ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങൾ വീടുകളിൽ ഇത് കൊണ്ടുവന്നു തരും. കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം, കാണാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. എന്നിട്ട് ജ്യേഷ്ഠനോട് തെറ്റണം, എന്നിട്ട് വാപ്പയോട് കയർക്കണം, എന്നിട്ട് മകനെ വെറുക്കണം. അതല്ലാതെ ആരെങ്കിലും പറഞ്ഞു തന്നതനുസരിച്ച്, ആരെങ്കിലും കട്ടുമുറിച്ച ക്ലിപ്പ് പറഞ്ഞു തന്നതനുസരിച്ച്, ആരെങ്കിലും സംസ്ഥാനത്ത് നിന്ന് നിരന്തരമായി ഫോൺ ചെയ്തതിന്റെ ബലത്തിൽ ഒരാളെയും നമ്മൾ ഒരിക്കലും അകറ്റി നിർത്താൻ പാടില്ല. അങ്ങനെ നമ്മൾ ആരെങ്കിലും മോശമായ പ്രയോഗങ്ങൾ വിളിച്ചാൽ, ആരെങ്കിലും കുഫ്ർ ആരോപിച്ചാൽ, ശിർക്ക് ആരോപിച്ചാൽ അത് നമ്മുടെ ഖബറിനെ ബാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അയ്യുമാ റജുലിൻ കഫറ റജുലൻ ഫഇൻ കാന കമാ ഖാല വഇല്ലാ ഫഖദ് ബാഅ ബികുഫ്രിൻ, ഏതൊരാൾ മറ്റൊരാളെ സത്യനിഷേധി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അയാൾ പറയും പോലെ തന്നെയാണ്, വിശേഷിപ്പിക്കപ്പെട്ട ആളെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇല്ല എങ്കിലോ പറഞ്ഞവൻ സത്യനിഷേധിയായി തീരും, പറഞ്ഞവൻ സത്യനിഷേധിയായി തീരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലഅനുൽ മുഅ്മിനി കഖത്ലിഹി, മുഅ്മിനിനെ ശപിക്കുന്നത് അവനെ വധിക്കുന്നത് പോലെയാണ്. വമൻ റമാ മുഅ്മിനൻ, ഒരു മുഅ്മിനെ ആരെങ്കിലും ആരോപിക്കുന്നതും ബികുഫ്രിൻ, ആരെങ്കിലും നിഷേധം കുഫ്ർ ആരെങ്കിലും ആരോപിച്ചാൽ ഫഹുവ ഖത്ലിഹി, അവനെ വധിക്കുന്നത് പോലെ പാപമാണത്. അതുകൊണ്ട് സ്വന്തം മകനെ പറ്റി, സ്വന്തം അയൽവാസിയെ പറ്റി, നമ്മുടെ ഖതീബിനെ പറ്റി അവനതാ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഇവിടെ കൈയടിക്കാനും ആ പറഞ്ഞത് നന്നായി എന്ന് പറയാനും ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ഈമാനാണ് ചോർന്നു പോകുന്നത്. അത് നാളെ പരലോകത്ത് നമ്മൾ വിരൽ കടിക്കേണ്ടി വരും, ഖബറിൽ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് മിനിമം സുഹൃത്തുക്കളെ, അറിയാത്ത ആരോപണങ്ങൾ നിങ്ങൾ പറയരുത്. നിങ്ങൾ ഇതിനെ സഹായിക്കണമെന്നില്ല, നിങ്ങൾ ഇതിന് പ്രവർത്തകരായി വരണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പരലോകം കാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പറയുന്നതൊക്കെ പ്രചരിപ്പിക്കുന്ന വാക്കുകളാകരുത്. വില്ലിൽ നിന്ന് കുലച്ച അമ്പിനെ തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല, കയ്യിൽ നിന്ന് തെറിച്ചുപോയ കല്ലിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഒരു കൂട്ടം പഞ്ഞി നമ്മൾ ഊതി പാർപ്പിച്ചു വിട്ടാൽ ആ പഞ്ഞി പിന്നീട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കഴിയില്ല. നമ്മുടെ വിരൽത്തുമ്പിൽ നിന്നും പാഞ്ഞു പോകുന്ന SMS തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയില്ല. നെറ്റുകളിലൂടെ നമ്മൾ പ്രചരിപ്പിക്കുന്ന കളവുകൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക, അതിന് തെളിവുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തിരുത്തി പറഞ്ഞില്ലേ, ഈ പ്രചരിപ്പിച്ചവരുടെ വിധി എന്താണ്, അത് കേട്ടവരുടെയൊക്കെ വിധി എന്താണ്? അതുകൊണ്ട് ഈ ഉപ്പമാരോട് ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ പരലോകം കാക്കണം. ഏത് സമയത്താണ് അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഏത് ഭൂമിയിൽ എവിടെ വെച്ചാണ് മനുഷ്യൻ മരിക്കുക എന്ന് ഒരാത്മാവിനും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. മരിക്കുന്നതോടുകൂടി ആ ഖബറിന്റെ മേൽ വരെ എല്ലാവരും വരും, ഖബറിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോരും. അവനവൻ അമൽ മാത്രം ബാക്കിയാകും. പിന്നീട് നമ്മളും നമ്മുടെ അമലും മാത്രമാണ് അവിടെ നമ്മൾ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ചുണ്ട് മുതൽ ചെവി വരെ ഇരുമ്പിന്റെ കമ്പി കൊണ്ട് പിളർത്തപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്ന ദർശനത്തിലൂടെ ആ രംഗം തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തും പറഞ്ഞുകൊള്ളൂ, വസ്തുതയാണെന്ന് ഉറപ്പുവരുത്തണം. അതല്ലാതെ നിങ്ങൾ പറയരുത്. സഹോദരങ്ങളെ, ദഅവത്തിലേക്ക് തിരിച്ചു വരിക, ഈമാനിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക. അതിന് അല്ലാഹു നമ്മെ തൗഫീഖ് നൽകുമാറാകട്ടെ. തോടും പുഴയും കുളവും എല്ലാം വച്ചിരിക്കും. അല്ലാത്ത പ്രയാസത്തിലാണ് എല്ലാവരും. കുട്ടികൾ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പ്രായമുള്ളവർ അതിലും പ്രയാസത്തിലാണ്. ആ മഴ അല്ലാഹുവിന്റെ കാരുണ്യമാകുന്ന മഴ അല്ലാഹു നമ്മിൽ വർഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്റെ കാരുണ്യമാകുന്ന മഴ ഞങ്ങളിൽ വർഷിപ്പിക്കുമാറാകണേ. അല്ലാഹുവേ, നിന്റെ കാരുണ്യമാകുന്ന മഴ ഞങ്ങളിൽ വർഷിപ്പിക്കുമാറാകണേ. ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്തും മാപ്പാക്കി തരണമേ നാഥ. നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ കൊണ്ടുപോകുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മുത്തക്കികളിൽ മുഅ്മിനുകളിൽ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين السلام عليكم ورحمة الله.